ഹലോ ഹായ് വെൽക്കം ടു ഇത് നല്ല കൊബേഡി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മിസ്റ്റർ ദിഗംബരൻ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മലയാളം പോഡ്കാസ്റ്റാണ്. സ്പോട്ടിഫൈയിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങളിപ്പോൾ സ്പോട്ടിഫൈയിൽ മാത്രമല്ല ആമസോൺ മ്യൂസിക്, ആപ്പിൾ മ്യൂസിക്, യൂട്യൂബ് മ്യൂസിക് അങ്ങനെ പല പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആണ്. കൂടാതെ പോക്കറ്റ് കാസ്റ്റ്, കാസ്റ്റർ എഫ്എം, പിന്നെ ജിയോ 7 അങ്ങനെ വേറെ പ്ലാറ്റ്ഫോമുകളിലും ഉണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അവിടെ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജോർദാനിൽ ഐസിസ് തീവ്രവാദികളുമായി ബന്ധമുണ്ട് എന്ന് പറയപ്പെടുന്ന പൃഥ്വിരാജ് സുകുമാരൻ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായിട്ടുള്ള എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വെൽക്കം ചെയ്യുന്നു മിസ് യുഡിസി കുമാരി, മിസ്റ്റർ ചക്രപാണി ആൻഡ് പത്മശ്രീ ഡോക്ടർ സരോജ് കുമാർ. വെൽക്കം ടു ദ ഷോ. ഹായ്. ഹായ് ഗൈസ്, ഹലോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഐസിസ് തീവ്രവാദിയുടെ പടം കണ്ടു? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നും തോന്നിയില്ല. ഞാൻ കയറുന്നതിന് മുമ്പ് എനിക്ക് ഫസ്റ്റ് ഷോ അല്ല കിട്ടിയത്. ഫസ്റ്റ് ഡേ ഒരു എനിക്ക് തോന്നുന്നു ഏറ്റവും ലാസ്റ്റ് ഷോയുടെ മുന്നിലുള്ള ഷോ കിട്ടിയത്. അപ്പം എമ്പുരാൻ പോലത്തെ ഒരു പടം ആകുമ്പം നല്ല സ്പോയിലേഴ്സ് വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു. ബട്ട് സാഡ്ലി രാവിലെ പോകാനുള്ള നിവൃത്തിയില്ലായിരുന്നു. പക്ഷെ കയറുന്നതിന് മുമ്പേ ഞാനിങ്ങനെ അറിഞ്ഞായിരുന്നു ഭയങ്കര മിക്സ്ഡ് ആണ് റിവ്യൂ വരുന്നത് എന്നുള്ള രീതിയിൽ. ചിലർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ചിലർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനത്തെ ഒരു രീതിയിലാണ് വരുന്നത് ഞാൻ കേട്ടായിരുന്നു. അപ്പൊ ഐ വാസ് വെരി സാഡ്. കാരണം ഞാൻ പടം കണ്ടിട്ട് ഇറങ്ങിയിട്ട് എനിക്ക് ഒന്നോ രണ്ടോ കാര്യങ്ങളത് എന്താ പറയുന്നത്, ചില കാര്യങ്ങൾ മാത്രമേ എനിക്ക് പ്രശ്നം തോന്നിയുള്ളൂ. അതും പ്രശ്നമായിട്ട് ഞാനിപ്പോ നെറ്റ്പിക്ക് ചെയ്യുവാണെങ്കിൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് പന്നിട്ട് തോന്നിയുള്ളൂ. എനിക്കല്ലാതെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പടം. ഐ എൻജോയ്ഡ് ദ വാച്ച്. ആൻഡ് എനിക്ക് ഒരു നേരം പോലും ഞാൻ എൻ്റെ ഫോൺ എടുത്ത് നോക്കുകയോ അല്ലെങ്കിൽ എൻ്റെ അറ്റൻഷൻ ആ സ്ക്രീനിൽ നിന്ന് പോവുകയോ ചെയ്തില്ല. ഇറ്റ് വാസ് വെരി എൻഗേജിങ്. ഭയങ്കര രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. ആൻഡ് ഐ ജസ്റ്റ് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ പീപ്പിൾ ഡിഡ്ന്റ് ലൈക്ക് ദ മൂവി. ഇറ്റ് വാസ് റിയലി, എന്നെ സംബന്ധിച്ച് ഐ ലൈക്ക് ഇറ്റ്. വാസ് എ സ്റ്റെപ്പ് അപ്പ് ഫ്രം ലൂസിഫർ. എന്നെ സംബന്ധിച്ച് എനിക്ക് ലൂസിഫറിനേക്കാൾ ഒരു പടി കൂടുതൽ ഇത് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് അതിന്റെ സ്കെയില് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ചില പോർഷൻസ് ഒക്കെ കാണുമ്പോഴത്തേനും ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ദിസ് വാസ് എ മലയാളം മൂവി. അത്രയും നല്ല എന്താ പറയുന്നത്, ഭയങ്കര സൂപ്പർ പടമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കറിയില്ല ഇത് എന്താണ് ഇത് ആൾക്കാർക്ക് വർക്ക് ചെയ്യാൻ ഞാൻ സാറ്റ്. ബട്ട് ഒരു കാര്യം ഞാൻ പറയാം, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും കൂടെ പറയുമ്പോഴത്തേനും ഐ ജസ്റ്റ് ഡോണ്ട് ലൈക്ക് ദ ഫൈറ്റ് സീക്വൻസസ്. അതാണ് എനിക്ക് ആ ഒരു ഇമ്പാക്ട് കിട്ടിയില്ല. ഫസ്റ്റ് പടത്തിന്റെ അകത്തിൽ ഉണ്ടായിരുന്ന അത്ര ഒരു ഇമ്പാക്ട് കിട്ടിയില്ല ഫൈറ്റ് സീക്വൻസസ് എന്ന് പറയാം പെട്ടെന്ന് പറയുമ്പോഴത്തേനും. ബട്ട് അതർ ദാൻ ദാറ്റ് എവറിഥിങ് വാസ് ഓക്കെ ഫോർ മീ. വാസ് റിയലി നൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സരോജ് കുമാർ പറയൂ, താങ്കളുടെ അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായം, ഞാൻ ചെന്നൈയിലാണ് പോയി കണ്ടത്. ആക്ച്വലി ഇവിടെ ഫാൻ ഷോ ഇല്ലായിരുന്നു. ഇവിടെ 6 മണിയുടെ ഫാൻ ഷോ ഞങ്ങൾ ആദ്യം ട്രൈ ചെയ്തായിരുന്നു. പക്ഷെ ഇവിടെ ഫാൻ ഷോ ഇല്ലാത്തൊരു സ്ഥലം. ബാംഗ്ലൂരിലൊക്കെ ഉണ്ട്, പക്ഷെ ചെന്നൈയിൽ ഫോർ സം റീസൺ ഫാൻ ഷോ ഒന്നും ഇല്ലായിരുന്നു. അപ്പം ജോലിക്ക് പോകേണ്ടിയിട്ട് ഞങ്ങള് 10 മണി ലേറ്റ് നൈറ്റ് ഷോ 11 മണിയുടെ ഷോ പോയി കണ്ടത്. അതാണോന്ന് അറിയത്തില്ല, അതോ ചെന്നൈയിലെ ആൾക്കാരുടെ ആണോന്ന് അറിയത്തില്ല. ഒരെണ്ണം അരങ്ങുന്ന പോലും ഇല്ലായിരുന്നു. കഷ്ടപ്പെട്ട് ഏതോ ഒരുത്തനൊക്കെ വിസിലടിക്കുന്നുണ്ടായിരുന്നു, ഏതോ ഒരുത്തനൊക്കെ കൈയടിക്കുന്നുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ തിയേറ്റർ ഭയങ്കര അൺറെസ്പോൺസീവ് ആയിരുന്നു. അപ്പം മലയാളം തന്നെ. പക്ഷെ അവിടെ തമിഴന്മാരും ഹിന്ദിക്കാരും എല്ലാം ഉണ്ടായിരുന്നു, മലയാളികളും മൊത്തം മിക്സ്, ഫുള്ളി പാക്ഡ് മിക്സ്ഡ് തിയേറ്റർ. അതാണോന്ന് അറിയത്തില്ല. ചെന്നൈയില് എന്താ എമ്പുരാൻ ഇറങ്ങുന്നതിന് സ്കൂളിന് അവധി കൊടുത്തു പറഞ്ഞത് ശരിയാണോ? ചെന്നൈയിലല്ല, ബാംഗ്ലൂരാണോ ഞാൻ കേട്ട? ചെന്നൈയില് കൊടുത്തോന്ന് എനിക്ക് അറിയാം. ബാംഗ്ലൂർ ആയിരുന്നോ? ഓക്കെ ഓക്കെ, നീ എന്നോട് പറയുന്നത്. ബാംഗ്ലൂര് കൊടുത്തിട്ടുണ്ട്. ബാംഗ്ലൂര് അതൊരു ന്യൂസ് പേപ്പർ കട്ടിങ് കണ്ട് ഞാൻ കണ്ടായിരുന്നു, ബാംഗ്ലൂര് കൊടുത്തിട്ടുണ്ടെന്ന്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, എനിക്ക് യുഡിസി കുമാരി പറഞ്ഞത് കുറെ വ്യത്യാസമുണ്ട്. എനിക്ക് ലൂസിഫർ ഒരു വലിയ സ്റ്റെപ്പ് ഡൗൺ ആയിട്ടാണ് തോന്നിയത്. എനിക്ക് കമ്പയർ ചെയ്യാൻ പോലും തോന്നില്ല ലൂസിഫർ ആയിട്ട്. ലൈക് ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ടാണോ എന്ന് ചോദിച്ചാൽ സ്റ്റീഫൻ വരുന്നുണ്ട്, സയ്യിദ് മസൂദ് ഉണ്ട്, അത്രയൊക്കെ ഉള്ളു. അല്ല എന്താണ് എല്ലാരും. പടം ഓവറോൾ ചോദിച്ചാൽ ഒരു ഡീസന്റ് വാച്ച്, നല്ലൊരു ഓബിയസ്ലി ആ മുടക്കിയ പൈസക്ക് പൃഥ്വിരാജ് ഡയറക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
സ്ക്രീനിൽ കാണുന്ന എല്ലാ ഷോട്ട്സും അടിപൊളിയാണ്. പക്ഷേ ആ സ്റ്റോറി മേ ബി എനിക്കറിയില്ല, സ്റ്റോറി ആണോ എന്തോ സംതിങ് ലാക്കിങ് ഉണ്ടായിരുന്നു. വില്ലൻ എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല. നമുക്കറിയാം വില്ലൻ ഇപ്പൊ വരും, വില്ലനെ എന്തായാലും അവസാനം കൊല്ലും, അങ്ങനത്തെ ഒരു എന്തൊക്കെയോ പ്രശ്നം. പിന്നെ പാട്ട് എനിക്ക് BGMs ഒന്നും അത്ര മോശമായിട്ട് തോന്നിയില്ല. പക്ഷെ പാട്ടുകള് എനിക്ക് പേഴ്സണലി വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ കുറെ ആകെ കാര്യങ്ങൾ ഒരു എനിക്ക് പാട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇഷ്ടപ്പെട്ടായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. എന്നാലും എനിക്കൊരു മിക്സ്ഡ് ഇതായിരുന്നു. കണ്ടിറങ്ങിയപ്പം കുഴപ്പമില്ല, നല്ലൊരു വാച്ച് അത്രേ ഉള്ളൂ. അല്ലാതെ ലൂസിഫർ കണ്ടുപോട്ടൊരു ഗൂസ് ബംപ്സ് മൊമെന്റ്സോ അങ്ങനത്തെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. അതാണ് എന്റെ ഇനീഷ്യൽ ഒപ്പീനിയൻ. ബാക്കി നമുക്ക് പിന്നെ സംസാരിക്കാം. ഓക്കെ, ചക്രപാണി പറയുന്നു. ഞാൻ ഇവിടെ ദുബായിലെ തിയേറ്ററിലാണ്. ഞാൻ ഫസ്റ്റ് ഷോ അല്ല, രാത്രി 8 മണിക്കത്തെ ഷോ ആയിരുന്നു. അപ്പം എനിക്ക് ഈ പാക്ഡ് തിയേറ്ററിലെ ആൾക്കാരുടെ കൂടെ ഇരുന്ന് നമ്മുടെ നോർമൽ ഓഡിയൻസിന്റെ പൾസിൽ അങ്ങനെ കാണണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ഐ കുഡിൻ ഗെറ്റ് എ ടിക്കറ്റ്, സോ ഐ ഹാഡ് ടു വാച്ച് ഇറ്റ് ഇൻ ദ VIP ഏരിയ. അവിടെയാണെങ്കിൽ മൊത്തം ഇങ്ങനെ ഭയങ്കര ഫാമിലിയും ഭയങ്കര കടിച്ചു പിടിച്ചിരിക്കുന്ന ആൾക്കാർ. അവിടെ പറയായിട്ട് ഞാനും പിന്നെ 2-3 പേര് മാത്രമേ ഉണ്ടായിരുന്നു. മറ്റേ ട്രസ്റ്റിലെ അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ അപ്പന്റെ പെങ്ങള് സുഭദ്ര എന്ന് പറയുന്ന പോലെ അങ്ങനെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പറയായിട്ട്. പക്ഷെ അഗൈൻ എനിക്ക് ഇപ്പം സരോജ് കുമാർ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് എനിക്ക് എടുത്തു പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, ഇത് ഇവര് പൈസ മുടക്കിയിരിക്കുന്നതിന്റെ എല്ലാ ഷോട്ടുകളും അവരുടെ മേക്കിങ്ങും സ്റ്റൈലും എല്ലാം ഭയങ്കര സൂപ്പറാ, ഒന്നും പറയാനില്ല. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഐ ഡോണ്ട് റിയലി അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, ബിക്കോസ് ഐ തിങ്ക് പീപ്പിൾ എക്സ്പെക്ടഡ് ഇങ്ങനെ ഒരു ഹുക്ക് ട്യൂണ്, ഭയങ്കര ഓർത്തിരിക്കാൻ പറ്റുന്ന പോലത്തെ BGM വെച്ച് സീനിനെ ലിഫ്റ്റ് ചെയ്യുക, അങ്ങനത്തെ ആ ഒരു ടൈപ്പ് ഓഫ് സംഭവമാണ് ആൾക്കാർ പ്രതീക്ഷിച്ചത്. മറ്റേ സുഷിൻ ശ്യാം ഒക്കെ തരുന്ന പോലത്തെ. പക്ഷെ ഇതിന്റെ അകത്ത് കുറച്ചുകൂടെയും ഒരു ലൈവ് ഓർക്കസ്ട്ര വെച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് മ്യൂസിക്കും പരിപാടിയൊക്കെ, വിച്ച് ഐ ടോട്ടലി ഐ വാസ് ഫൈൻ വിത്ത് ഇറ്റ്. എനിക്കത് ഭയങ്കര എൻജോയബിൾ ആയിട്ടോ തോന്നിയത്. അഗൈൻ സരോജ് കുമാർ പറഞ്ഞതായിട്ട് കണക്ട് ചെയ്ത് കാര്യം പറയും. ഇതിന്റെ അകത്ത് എനിക്ക് ഫീൽ ചെയ്ത സംഭവം ഒരു ലാക്ക് ഓഫ് സ്ട്രോങ് റൈറ്റിംഗിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതായത് ചില സീനിലൊക്കെ നമുക്കൊരു വെയിറ്റേജ് പോലെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ചില സീനൊന്നും ഒരു ഇമോഷണലി കണക്ട് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചാല് ഇല്ല. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ നോക്കിയാല് ഇപ്പം എനിക്ക് ആദ്യത്തെ സീനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കണ്ടോണ്ടിരിക്കാൻ, ടു ബി വെരി ഫ്രാങ്ക്, ബിക്കോസ് ആ ഒരു കമ്മ്യൂണൽ വയലൻസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് ഇച്ചിരി കുറച്ച് ഡിസ്റ്റർബിങ് ആയിരുന്നു ഫോർ മീ പേഴ്സണലി. അത് ചിലര് ഭയങ്കര ഗോറിയാന്ന് പറഞ്ഞത്, എനിക്ക് അത്രയും ഗോറി ആയിട്ടും തോന്നിയില്ല. പക്ഷെ എന്തോ യൂഷ്വലി ഐ ഡോണ്ട് ലൈക്ക് വയലൻസ്. നമ്മൾ സിനിമ കാണുമെങ്കിൽ എനിക്ക് ഭയങ്കര കമ്മ്യൂണൽ വയലൻസ് മറ്റേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര എന്തോ ഐ ജസ്റ്റ് കാൺട്ട്, ഒത്തിരി പറ്റത്തില്ല. പക്ഷെ അതൊരു പ്രശ്നമല്ല, ബട്ട് അതൊരു എഫക്റ്റീവ് സംഭവമായിരുന്നു. പക്ഷെ അഗൈൻ ലൂസിഫറിന്ന് ഭയങ്കര സ്റ്റെപ്പ് അപ്പ് ആണോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. ബട്ട് ഇപ്പൊ ലൂസിഫറിന്റെ അകത്തുണ്ടായിരുന്ന ഒരു സ്ട്രോങ് ഫാക്ടർ എന്തായിരുന്നു പറഞ്ഞാൽ അതിന്റെ അകത്തെ വില്ലൻ കഥാപാത്രം ഭയങ്കര അത് ബോബി വാസ് ക്വൈറ്റ് എ മെമ്മറബിൾ ക്യാരക്ടർ ഫോർ എ മോഹൻലാൽ ഫിലിം ഓർ എ കൊമേഴ്ഷ്യൽ സിനിമ ആഫ്റ്റർ എ റിയലി ലോങ് ടൈം. അതിന് മുന്നത്തെ ഹിറ്റ് പടം എന്ന് പറയുന്ന പുലിമുരുകൻ. അതിന്റെ അകത്ത് ഇപ്പൊ ഡാഡി ഗിരിജ എന്നുള്ള പേര് തന്നെ കോമഡി ആയിരുന്നു. ആ ഒരു ഭയങ്കര ലെയർ ഉള്ള ഭയങ്കര ഡെപ്ത് ഉള്ള വില്ലനും അല്ലായിരുന്നു. ഇറ്റ് വാസ് സച്ച് എ വേസ്റ്റ് ഓഫ് ടൈം. ഇപ്പൊ എനിക്ക് ആ വില്ലനെ കണ്ടപ്പോഴത്തേക്കും പഴയ ഇപ്പൊ ഈ രഞ്ജി പണിക്കർ രഞ്ജിത്ത് സിനിമകളിലൊക്കെ വരുന്ന പോലെ ഒരു വെയിറ്റ് ഉള്ള ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു വില്ലൻ അവിടെ സംഭവമുണ്ട്. പക്ഷെ അഗൈൻ ഇൻ മൈ ഒപ്പീനിയൻ ഇറ്റ്സ് എ വെരി ഗുഡ്, നല്ലൊരു സിനിമ. പക്ഷെ ഇറ്റ് ഷുഡ് ഹാവ് ബീൻ മച്ച് ബെറ്റർ. കുമാരി പറഞ്ഞ പോലെ ഫൈറ്റ് സീക്വൻസസ്, ദ പ്രോബ്ലം ദറ്റ് ഐ ഹാഡ് വാസ് ഇറ്റ് വാസ് ടു ലോങ്, ഭയങ്കര ലോങ് ആയിരുന്നു. അവസാനത്തെ ഫൈറ്റ് സീക്വൻസിലൊക്കെ ആണെങ്കിലും എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഐ ലൈക്ക് ടു സീ സ്റ്റീഫൻ ഫൈറ്റ്, ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ടു സീ ഖുറേഷി ഫൈറ്റ്. എനിക്ക് അങ്ങനെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഫീലിംഗ് തോന്നിയത്. ലൈക്ക് ഖുറേഷി ഫൈറ്റ് ചെയ്യുമ്പോൾ എന്തോ ഒരു വൃത്തിയുടെ പോലെ ഐ ഫീൽ. ബട്ട് വെൻ സ്റ്റീഫൻ ഫൈറ്റ്സ് ദർ ഇസ് സംതിങ് വിച്ച് ഇസ് ബിറ്റ് മോർ റൂട്ടഡ്. ഇതിന്റെ അകത്ത് എന്തോ ഒരു മാസമല്ല നമുക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യും. പിന്നെ സോങ്സിന്റെ കാര്യം, സോറി മ്യൂസിക്കിന്റെ തിരിച്ച് സോങ്സിന്റെ അകത്ത് എനിക്കൊന്ന് 4 പാട്ടുണ്ട്. കാരണം ഒരു ജോബ് കുര്യൻ പാടുന്ന ഒരു പാട്ടുണ്ട്, അതിന്റെ ഒരു ചെറിയ സ്നിപ്പറ്റ് പോലെ ഇങ്ങനെ വന്നു പോകത്തേ ഉള്ളൂ. അതായത് നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ കാണിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഏരിയൽ ഷോട്ട് വരും. അപ്പൊ ഏരിയൽ ഷോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു നാടൻ പാട്ടിന്റെ ഒക്കെ ഒരു വൈബുള്ള പോലത്തെ ഒരു പാട്ടിന്റെ ഒരു ചെറിയ പീസ് പോലെ പ്ലേ ആ പാട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാഞ്ഞത് ഇത് മാത്രമേ ഉള്ളൂ. ആ സഞ്ചാരി ഒരു സോങ് ഉണ്ട് ഇയാളെ കൊണ്ട്, അത് സോ അൺനെസസറി. ദാറ്റ് വാസ് വേസ്റ്റ് ഓഫ് ടൈം. ആൻഡ് ഷോട്ടുകൾ
വെറുതെ വേസ്റ്റ് ആയിരുന്നു. അതൊക്കെ എടുത്ത് കളയേണ്ട സമയം കഴിഞ്ഞു അങ്ങനത്തെ സാധനങ്ങൾ. ലൈക്ക് ദർ ഇസ് നോ പോയിന്റ് ഇൻ വേസ്റ്റിംഗ് സച്ച് എന്നുള്ള അത്ര ആദ്യമേ ഈ മറ്റേ ബൽരാജ് ഇയാളെ കാണിക്കുന്ന സമയത്ത് അയാളുടെ സ്ലോ മോഷൻ വാക്ക് ലൈക്ക് എൻഡ്ലെസ് കുറെ നേരമുണ്ട്. ലൈക്ക് യു കെൻ സ്റ്റോപ്പ് ഇറ്റ്. അപ്പം അത് അവോയ്ഡ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് പാട്ടെന്നുള്ള രീതിയിൽ അവസാനം എൻ ക്രെഡിറ്റ്സിന്റെ അകത്ത് വന്ന സോങ് ഇഷ്ടം, അസ്രയേൽ എന്നുള്ള പാട്ട്. അത് ഭയങ്കര നൈസായിരുന്നു. അത് ഈ എമ്പുരാനെ പോലെ തന്നെ, എമ്പുരാനെ അസ്രയേലിലൊക്കെ ഒരു ജെയിംസ് ബോണ്ടിന്റെ ഇൻട്രോ സോങ് പോലത്തെ ഒരു വൈബുള്ള പാട്ട്. ബട്ട് എനിക്ക് വിൽ ടോക്ക് മോർ അബൌട്ട് ദിസ് വൺസ് ദിഗംബരൻ കംപ്ലീറ്റ്സ് ഹിസ് ഒപ്പീനിയൻ അബൌട്ട് ദ ഫിലിം. എനിക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഞാനിപ്പം കണ്ടിട്ട് ഇതിപ്പം ഒരു 2 ദിവസം കഴിഞ്ഞത് കൊണ്ട് തന്നെ പകുതി മുക്കാലും കാര്യങ്ങൾ ഓർമ്മയിൽ നിന്നും മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. പക്ഷേ ഈ സഞ്ചാരി എന്നുള്ള പാട്ടൊന്നും ഞാൻ ഓർക്കുന്നു പോലും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഞാൻ പ്രതീക്ഷിച്ചു. കാര്യം ചില അഭിപ്രായങ്ങളിൽ നിന്നൊക്കെ അത് ഭയങ്കര വധമാണെന്നുള്ള രീതി പറഞ്ഞു. അപ്പൊ എന്താണ് അതിൻ്റെ അകത്ത് എന്നുള്ളത്, ഇപ്പം ഇന്ദ്രിയത്തിനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ വരുന്ന പാട്ടല്ലേ അത്, ഇഫ് ഐ എം നോട്ട് റോങ്. അങ്ങനെയാണെങ്കിൽ യെസ് യെസ്, മറ്റേ ഡാനിയൽ റാവുത്തറിന്റെ ഒരു scene. അത് ഞാനുണ്ടല്ലോ, എൻ്റെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് പറയാം ആദ്യമേ. അതായത് ഞാൻ 2 തിയേറ്ററുകളിലായിട്ട് 2 ഷോ ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റ ഷോ എന്നുള്ള രീതിയിലാണ് അവിടെ ചെന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അവിടെ 2 ഷോ ഉണ്ട്. 9 മണിക്കും 9:20 ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പം എന്നോട് അവർ ഏതിനാണ് പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ 9:20 എന്ന് പറഞ്ഞു. 9:20 ഷോയ്ക്കാണ് ഞാൻ കയറിയത്. അപ്പം മറ്റേ തിയേറ്റർ ഓൾറെഡി ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നുകൊണ്ട് അത് ഫുള്ളായിരുന്നു. നമ്മൾ സാധാരണ ഈ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം പ്രേക്ഷകരുടെ ഇടയിലിരുന്ന്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഇന്ത്യക്കാരുടെ ഇടയിലിരുന്ന് ഒരു ആർപ്പവിളികളും വിസിലടികളും ഒക്കെ കൂടെ കേൾക്കേണ്ട ഒരു സാധനമാണ്. എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണല്ലോ പറയുന്നത്. പക്ഷെ ഞാനൊരു എന്താ പറയുന്ന ഒരു എക്സ്പെരിമെന്റ് എന്നുള്ള നിലയ്ക്ക്, അതായത് ഇപ്പം ജയിലർ ഞാൻ OTTയിലാണ് കണ്ടത്. OTTയിൽ ആദ്യം കണ്ട സമയത്ത് എനിക്കത് വലിയ താല്പര്യം ഉണ്ടായിരുന്നുണ്ട്. അപ്പം എന്നോട് പറഞ്ഞത് തിയേറ്റർ എക്സ്പീരിയൻസ് നീ അത് തിയേറ്ററിൽ കാണാഞ്ഞുകൊണ്ടാണ്, തിയേറ്ററിൽ ഒരുപാട് ആളുകളുടെ കൂടെ ഇരുന്ന് കാണുമ്പോഴേ അതിൻ്റെ ഒരു വൈബ് മനസ്സിലാവുള്ളൂ എന്നുള്ളത്. അപ്പം ഞാനിങ്ങനെ ഓർത്ത് എമ്പുരാൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എമ്പുരാൻ കാണുന്ന സമയത്ത് ആ തിയേറ്ററിൽ ആകപ്പാടെ ഞാനടക്കം മാക്സിമം ഒരു 5 പേരുണ്ടായിരുന്നിരിക്കും. അപ്പുറത്തെ തിയേറ്റർ ഫുള്ളായിരുന്നു. ഞാൻ കണ്ട ഷോ ഇത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അതിൻ്റെ സെൻറ്ററിൽ ഇരുന്നുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ടിലോ സൈഡിലോ ആരും ഉണ്ടായിരുന്നില്ല. വന്നവർ ഏറ്റവും ബാക്കിലത്തെ സീറ്റിലായിരുന്നു. അപ്പോൾ ഒരു പ്രൈവറ്റ് വ്യൂയിങ് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. അപ്പം അങ്ങനെ ഈ ആളുകളുടെ ആരവങ്ങളും കയ്യടികളും ഒക്കെ നമ്മളെ സ്വാധീനിക്കുന്ന ആ ഒരു എലമെന്റ് ഇല്ല. എന്നാൽ തിയേറ്ററിലുമാണ് കണ്ടത്. അപ്പം അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നിട്ടും എനിക്ക് പടം ഒരുപാട് ഇഷ്ടപ്പെട്ടു. മേ ബി ഇനിയിപ്പം ഫാൻസിന്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ പവർ വരുമായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഞാൻ ഭയങ്കര എന്താ പറയുന്നത്, ഒരു സമയത്ത് പോലും ഫോണിൽ നോക്കുവോ അല്ലെങ്കിൽ ഡിസ്ട്രാക്റ്റഡ് ആവുകയോ ഒന്നും ചെയ്യാതെ ഫുൾ ടൈം എന്താ പറയുക സ്ക്രീനിൽ തന്നെ കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ് ഇത് കണ്ടത്. ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കാണിക്കുമ്പോഴത്തേക്കൊക്കെ എന്തെങ്കിലും മിസ്സാവുമോ എന്നുള്ളൊരു ഒരു ഭയം ഉണ്ടായിരുന്നു എന്നുള്ളത്. കാര്യം ലൂസിഫറിലാണെങ്കിലും ഇപ്പൊ തുടക്കത്തിൽ ഓപ്പണിംഗ് സീനിലൊക്കെ കെനെ കുറിച്ച് കാണിക്കുന്ന കുറച്ച് ന്യൂസ് ആർട്ടിക്കിൾസ്, കട്ടിങ്സ്, അങ്ങനത്തെ പരിപാടികളൊക്കെ അതൊക്കെ നമുക്ക് പോസ് ചെയ്ത് കാണും. ഈ അസ്രായേൽ സോങ്ങിന്റെ ഇടയിൽ വന്ന കുറെ കാര്യങ്ങളൊക്കെ അതുപോലെ ഞാൻ ഓർത്തു, എന്താണേലും ഇത് നമ്മുടെ കണ്ണെന്ന് പറയുന്നത് ഇപ്പം മറ്റേ ഫോട്ടോഗ്രാഫിക് മെമ്മറി ഒന്നുള്ള സാധനമല്ലല്ലോ. അപ്പം അതുകൊണ്ട് വീട്ടിൽ വന്നിരുന്ന് അതിന്റെ പ്രിന്റ് വന്നതിന് ശേഷം അതൊക്കെ സൂം ചെയ്ത് കാണാം എന്നുള്ള ഒരു ഐഡിയയിലാണ്. എന്നാലും ഞാനിങ്ങനെ ഫുൾ ടൈം കോൺസെൻട്രേറ്റഡ് ആയിരുന്നു എന്തെങ്കിലും മിസ്സാവുന്നുണ്ടോ എന്നുള്ള രീതിയിൽ. അപ്പൊ എനിക്ക് ഈ പറഞ്ഞ അത്രയും ഒരു ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നിയില്ല. കാര്യം ഓൾറെഡി മൈ എക്സ്പെക്ടേഷൻസ് വേർ എ ബിറ്റ് ലോ. കാര്യം ഇതിൽ നിന്ന് വന്ന മിക്സ്ഡ് അഭിപ്രായമാണ്. ഇതിന് പോരാത്തതിന് എൻ്റെ ഒരു കൂട്ടുകാരൻ അവൻ തിയേറ്ററിൽ പോയി കണ്ടിട്ട് കൂറപ്പടമാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അവൻ എന്നെ വിളിച്ച് അത് അറിയിച്ചിരുന്നു. ആക്ച്വലി ഞാൻ അവനെ നന്ദി പറയണം. കാര്യം ഞാൻ ഷോയ്ക്ക് പോകാൻ വേണ്ടി ഇരുന്നിട്ട് ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. പുള്ളി എന്നെ നേരത്തെ വിളിച്ച് എഴുന്നേപ്പിച്ചത് കൊണ്ടാണ് എനിക്ക് പോയിട്ട് അത് കാണാൻ സാധിച്ചത്. അപ്പൊ അവൻ ഓൾറെഡി പറഞ്ഞായിരുന്നു പൃഥ്വിരാജിന്റെ അഹങ്കാരം അങ്ങ് തീർന്നു കിട്ടി, എന്തൊക്കെയായിരുന്നു എമ്പുരാൻ മലയാള സിനിമയിലെ ഏറ്റവും വലിയ പടം, അവൻ അത് തന്നെ വേണം എന്നൊക്കെ പറഞ്ഞു. പൃഥ്വിരാജിനോട് വലിയ ദേഷ്യമൊന്നുമില്ല, ചുമ്മാ വെറുതെ പുള്ളിക്കൊരു ആനന്ദം. പുള്ളി പടം കണ്ടില്ല, അവൻ ഓൾറെഡി മലയാളം പടങ്ങൾ അങ്ങനത്തെ ഒന്നും പോയി കാണാറില്ല. എന്നാലും വെറുതെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു. ഞാൻ വെച്ചാൽ നിനക്കെന്താ എന്തെങ്കിലും വിരോധം ഉണ്ടോ? അങ്ങനൊന്നും ഇല്ല, വെറുതെ ഒരു രസം. അവൻ കുറെ നാളായിട്ട് ഇങ്ങനെ എന്തൊക്കെയായിരുന്നു അവൻ ഇന്റർവ്യൂവിന്റെ ഇടയിൽ വന്നിരുന്ന് തള്ളിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ ഓൾറെഡി ആളുകളുടെ ഒരു മെന്റാലിറ്റിയാണ്. ഇപ്പൊ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്നിട്ട് ഞാൻ പടം ഇറങ്ങി കണ്ടു കഴിഞ്ഞിട്ട് അവൻ എന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ അവൻ എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞു നല്ലതാന്ന് പറഞ്ഞു.
അപ്പൊ ഈ ലാലേട്ടൻ ഏതാണ്ട് അരമണിക്കൂർ ഏതാണ്ട് കഴിഞ്ഞ് അത് ശരിയാണ്, അരമണിക്കൂർ കഴിഞ്ഞേ വരുന്നുള്ളൂ, എന്നിട്ട് പുള്ളിക്ക് അതൊന്നും ചേരുന്നൊന്നും ഇല്ല, ഭയങ്കര സ്ലോ മോഷനൊക്കെ ആണെന്ന് അങ്ങനെ ഓരോരോ ഇതൊക്കെ പറഞ്ഞു. തമിഴന്മാരൊക്കെ എന്തോ ലാഗ് ആണെന്നൊക്കെ ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ തോന്നിയില്ല. അപ്പൊ നല്ല പടമാണോ? നല്ല പടമാണ്. പിന്നെന്ത് ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നേ, എനിക്കറിയാൻ പാടില്ല. അപ്പൊ എന്താണ് ഇതിന്റെ സംഭവം എന്നുള്ളത് എനിക്കും ആദ്യം മനസ്സിലായില്ല. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് പിന്നീടാണ് ഇതിന്റെ ഈ എന്താ പറയുന്നത്, ഈ ഗ്രോത സംഭവവും അതിനോടനുബന്ധിച്ചിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഇതിന്റെ ഒരു നെഗറ്റിവിറ്റിയുടെ തീവ്രത മനസ്സിലാക്കുന്നത്. പിന്നെ എനിക്കൊരു ഫണ്ണി എക്സ്പീരിയൻസ് ഉണ്ടായത് എൻ ക്രെഡിറ്റ്സ് കഴിഞ്ഞിട്ടാണ്. അതായത് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രമുഖ യൂട്യൂബ് ചാനൽ, പ്രമുഖ എന്ന് തന്നെ പറയാം, അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്, അവര് എക്സ്ക്ലൂസീവായിട്ട് ഒരു ന്യൂസ് പുറത്തു വിട്ടിരുന്നു. അതായത് ഇതിന്റെ ക്യാമിയോയിൽ, എൻ ക്രെഡിറ്റ്സിൽ ഒരു ക്യാമിയോ ഉണ്ട്. 3 പേരുടെ പേരാണ് അവർ പറഞ്ഞത്, ഐ എം നോട്ട് റോങ്. അതായത് ഇതിന്റെ ട്രെയിലറിനകത്ത് ലാലേട്ടനും പൃഥ്വിരാജും കൂടെ ഒരു ഹെലികോപ്റ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഷോട്ടുണ്ട്. അപ്പൊ അതില് വന്നിറങ്ങി. അപ്പൊ ലാലേട്ടൻ വെയിറ്റ് ചെയ്തിരിക്കണമെങ്കിൽ വലിയ ആളായിരിക്കുമല്ലോ. അപ്പൊ ഇവര് പറഞ്ഞു 3 പേരുടെ പേര് പറയാം, 4 പേരുടെ പേര് പറയാം. അതായത് ഈ ഇതില് 3 പേരിൽ ഒരാളാണ് കൺഫേംഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പം മമ്മൂക്ക, രജനീകാന്ത്, കമൽഹാസൻ, അമീർ ഖാൻ ഇത്രയും പേരുടെ പേരുകളാണ് പറഞ്ഞത്. എന്നിട്ട് അവർ പറയാണ് ഇപ്പം മമ്മൂട്ടി അവൻ ചാൻസ് ഇല്ല, കാര്യം ലാലേട്ടനും മമ്മൂക്കയൊക്കെ ഒരേ ലെവലായതുകൊണ്ട് പുള്ളി മമ്മൂക്കയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് വെക്കില്ലല്ലോ, സ്വാഭാവികം. അപ്പൊ ഉറപ്പായിട്ടും ഇത് രജനീകാന്ത് അല്ലെങ്കിൽ കമൽഹാസൻ, ഇവരിൽ ആരും ഒരാളാണ്, കൺഫേംഡ് ആണ്, എക്സ്ക്ലൂസീവ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ലാലേട്ടൻ ഓക്കെ, രജനീകാന്ത് ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല, ഓൾറെഡി LCU ഇല്ലാത്തതുകൊണ്ട് കൂലിയിൽ പോയി അഭിനയിച്ച് ഇങ്ങനെ ഉള്ള ഫ്രാഞ്ചൈസിലോട്ടൊക്കെ കയറുവാണെന്ന് ഞാൻ. പിന്നെ കമൽഹാസൻ, അത് ചിലപ്പം സാധ്യത ഉണ്ടാവാൻ, കാര്യം ഇനിയിപ്പം മലൈക്കോട്ടെ വാലിബനിലെ പുള്ളി ഒരു മറ്റേ ചൈനക്കാരനാണെന്ന് എല്ലാവർക്കും ആദ്യം തൊട്ടേ അറിയായിരുന്നു, എന്നിട്ടും അത് ബേസിൽ ജോസഫ് ആണോ എന്ന് ചോദിച്ച ടീമുണ്ട്. അല്ല, അതല്ലേ എനിക്ക് ഫാഫയാണോന്ന് വലിയ ചോദിച്ചു. അത്ഭുതം തോന്നുന്നത്. ആ ലുക്ക് കണ്ടിട്ട് ഫാഫയാണോന്ന് അല്ല, അമീർ ഖാൻ ആണോന്നുള്ളത് ഞാനും കേട്ടായിരുന്നു കേട്ടോ. അമീർ ഖാന്റെ ഒരു സ്പെക്കുലേഷൻ ഒത്തിരി പോകുന്നുണ്ട്. എനിക്ക് അത് കാരണം അമീർ ഭയങ്കര ഖാൻ ചേച്ചിയാണ്, അനിയത്തിയാണെന്ന് ആദ്യം തൊട്ട് ഐ വാസ് വെരി മച്ച് ഷുവർ ദാറ്റ് ഇറ്റ് മൈറ്റ് ബി സം ചൈനീസ് ഓർ ജാപ്പനീസ് ആക്ടർ. അത് എനിക്ക് ഉറപ്പായിരുന്നു ആ കാര്യത്തിൽ. അല്ല, ഓൾറെഡി റിക്യൂൺ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഏജൻസിയുടെ ഇത് വന്നതാണല്ലോ. എല്ലാവർക്കും ഒന്നും അറിയത്തില്ല. അതെ, മറ്റേ ആൻഡ്രിയ എന്ന് പറഞ്ഞ പെണ്ണ് തന്നെ എവിടെ അറിയാതെ ലീക്ക് ആക്കുകയൊക്കെ ചെയ്തത്. ഞാൻ എന്നിട്ട് ഈ എൻ ക്രെഡിറ്റ്സ്, പൃഥ്വിരാജ് എൻ ക്രെഡിറ്റ്സിന് വെയിറ്റ് ചെയ്യണം, പ്രത്യേകം കാണാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ ഈ എൻ ക്രെഡിറ്റ്സിൽ ഈ അസ്രായ എന്നുള്ള പാട്ടും മറ്റേ ക്ലിപ്പിംഗ്സ് ഒക്കെയാണ്. അപ്പൊ എന്റെ പുറകിൽ ഈ 3 പേര് ഇരിപ്പുണ്ടല്ലോ. എൻ ക്രെഡിറ്റ്സ് തീർന്നു, പാട്ട് കഴിഞ്ഞപ്പോ പടം തീർന്നു, ലൈറ്റ് ഓഫ് ഇല്ല ഓണായി. അപ്പൊ ഇവര് അയ്യ ഇതാണ് എൻ ക്രെഡിറ്റ്സ്, പിന്നെ ഇയാളെന്തോന്ന് എൻ ക്രെഡിറ്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് പൃഥ്വിരാജ് പറഞ്ഞു. അപ്പൊ അവിടെ കൂട്ടത്തിലുള്ള ഒരാളാണ് നമ്മൾ ഈ ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പറയില്ല, അത് ചിലപ്പോ ഇവിടെ ആയതുകൊണ്ട്, ഞാൻ കാനഡയിലാണുള്ളത്, അപ്പം കാനഡയിലെ കട്ടായതുകൊണ്ടായിരിക്കും, നാട്ടില് കാണിച്ചിട്ടുണ്ടാവും. അല്ല, പക്ഷെ പൃഥ്വിരാജ് പറഞ്ഞത് അതിന് ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ്സ് ഉണ്ട്, അത് വായിക്കണം എന്നല്ലേ പറഞ്ഞത്? അങ്ങനെ തന്നെയാണല്ലോ പുള്ളി പറഞ്ഞത്. ആള് വരുന്ന അതൊക്കെ ആരും വേറെ അല്ല, ക്രെഡിറ്റ്സിനെ പറ്റിയിട്ട് പുള്ളി പറഞ്ഞിട്ടേ ഇല്ലായിരുന്നു. എനിക്ക് ആ പ്രണവ് മോഹൻലാൽ സീൻ എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു, ടു ബി വെരി ഓണസ്റ്റ്. അത് ഞാൻ പ്രതീക്ഷിച്ചു. എവിടെയാന്നറിയോ, കാശ്മീർ ഭാഗത്ത് വരുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ അവിടെ വന്നില്ല, പകരം ബോംബെയിൽ വന്നു. ഞാനും പ്രതീക്ഷിച്ചായിരുന്നു കേട്ടോ പ്രണവ് മോഹൻലാലിനെ. ആ വണ്ടി തുറന്നപ്പോഴത്തേനും ഞാൻ ഓർത്ത് പ്രണവ് മോഹൻലാൽ ആയിരിക്കും, പക്ഷേ എനിക്കത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല, അതും എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷെ റിക്യൂണ്ടേത് ഐ നോ ഇറ്റ് വുഡ് കം, പക്ഷെ അത് എന്ത് സീനായിരിക്കും നമുക്ക് അറിഞ്ഞൂടാ, ഇങ്ങനെ ഒരു സാധനമായിരിക്കും. എന്റെ ഫ്രണ്ട് ആണെങ്കിൽ അവസാനത്തെ പ്രണവ് മോഹൻലാലിന്റെ ഇത് സീൻ കണ്ടിട്ട് പുള്ളി പറഞ്ഞു, ഇത് പ്രണവ് മോഹൻലാൽ ഒന്നുമില്ല, മോഹൻലാലിനെ DA ചെയ്തതാ. അപ്പൊ അങ്ങനെ അമീർ ഖാനും കമൽഹാസനും രജനീകാന്തും ഒക്കെ വന്നു പോയത് കൊണ്ട് തന്നെ എനിക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ റിയലി എൻജോയ്ഡ്. ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പം ചിരിച്ചോണ്ടാണ് ഇറങ്ങിയത്. അത് എനിക്ക് ഈ റാവുത്തറായിട്ട് ഷാങ്കിയൊക്കെ അഭിനയിപ്പിക്കണായിരുന്നു. റാവുത്തറായിട്ട് ലാലിനെ കൊണ്ടുവരായിരുന്നു. 150 കോടി മുടക്കിയ മനുഷ്യനല്ലേ, 150-200 കോടി പുള്ളി ഒന്ന് അഭിനയിച്ചിട്ട് പോട്ടെ, പാവം മനുഷ്യനുണ്ട്. കോടി അപ്പന് 75 കോടി മോനെ. ഏത് നീ ലാലേട്ടനെയും പ്രണവിനെയാണോ ഉദ്ദേശിച്ചത്? എന്താ പറയാ, പ്രണവിനെയൊക്കെ പ്രതീക്ഷ
പ്രണവ് അത് വേറെ ഇന്റർവ്യൂല് വന്നായിരുന്നു. പ്രണവ് ഉണ്ടെന്ന് പറഞ്ഞ് നേരത്തെ തന്നെ ഒരു ക്ലിപ്പിങ്ങില് വന്നായിരുന്നു കുറെ നാള് മുന്നേ. നിനക്ക് ആ ക്യാമിയോ അതുകൊണ്ട് ഇഷ്ടപ്പെട്ടോ? തന്നെ ഇല്ല, എനിക്ക് പ്രണവ് മോഹൻലാലിനോട് ദേഷ്യം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലെന്ന് തോന്നി. പക്ഷെ പ്രണവ് മോഹൻലാലിന് ഇഷ്ടമില്ലാത്ത കുറെ പേരുണ്ട്, അതിന്റെ ആക്ടിങ് ഇഷ്ടമില്ലാത്ത. അവർക്കെല്ലാം എന്റെ കൂടെ വന്നവർക്ക് ആർക്കും അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അല്ല അതിന് അല്ല ഇഷ്ടപ്പെടാതിരിക്കാനൊന്നും പ്രണവ് ആളൊന്നും ഇല്ലല്ലോ. മോഹൻലാൽ ഒരു കാര്യത്തിൽ രക്ഷപ്പെട്ടു. കാരണം മോഹൻലാലിന് ഇപ്പം മുഖത്ത് വലിയ എക്സ്പ്രഷൻ ഒന്നും ഇല്ലാത്തോണ്ട് അവന് ചെറുപ്പകാലം കറക്റ്റ് ആയിട്ട് അഭിനയിക്കാൻ പറ്റും. സരോജ് അതെ. കുമാർ ഭയങ്കര ലാലേട്ടൻ ഫാനാ. നിനക്ക് തല്ലിട്ടണ്ട നീ മിണ്ടാതെ. ഇവിടെ അല്ല ഞാൻ പറഞ്ഞത് നമുക്ക് ആർക്കാ മോഹൻലാലിന് ഇതിന്റെ അകത്ത് ഇഷ്ടമില്ലാത്ത, പക്ഷെ അതൊരു ഫാക്റ്റാ. അപ്പൊ ഇവിടെ അത് ഇച്ചിരി കടുത്ത 2 പ്രശ്നമായിട്ടൊരു സംഭവം. മോഹൻലാൽ ആരാധകരുണ്ട്. മോഹൻലാലിന് ഇപ്പം മുഖത്ത് എക്സ്പ്രഷൻ വരുന്നത് ഇല്ലെന്ന് പറയുന്നതിന് തുടരും ട്രെയിലർ കണ്ടാ മതി. അതിന്റെ അതിൽ ഒറ്റ ഒരു ഷോട്ടിന്റെ അകത്ത് തന്നെ പുള്ളിക്ക് എക്സ്പ്രഷൻ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവും. അത് കണ്ടിട്ട് തോന്നുന്നില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. മുമ്പും പല ഒറ്റ ഷോട്ടുകൾ കണ്ട് ലാലേട്ടൻ ഈസ് ബാക്ക്, വി ഗോട്ട് വിന്റേജ് ഓ, ലാലേട്ടൻ എന്നൊക്കെ ലാലേട്ടന്റെ പറഞ്ഞിരുന്നു. അല്ലല്ല, ലാലേട്ടന്റെ ആക്ടിങ് എവിടെയും പോയിട്ടുണ്ടെന്ന് ഞാൻ ഇതുവരെ പുള്ളിയുടെ സിനിമ കൊള്ളത്തില്ല. അത് പുള്ളിയുടെ സ്റ്റോറി സെലക്ഷന്റെയും പുള്ളിയുടെ കൂടെയുള്ള സ്റ്റോറി സെലക്ഷന്റെയും അഭിനയിക്കുന്ന സിനിമകളുടെയും പ്രശ്നമാണ്. അല്ലാതെ പുള്ളി എന്ന് പറഞ്ഞ ആക്ടർ പോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. സ്വാഭാവികം. ഞാനും യോജിക്കുന്നു. സോ ഇപ്പൊ ഈ പറയുന്ന സോക്കോൾ ലെജൻസ് ഒന്നും പണ്ട് ഇവർ അഭിനയിച്ച ലെവലിലുള്ള പടങ്ങളൊന്നാത്ത കാര്യമില്ല. അതുകൊണ്ട് നമ്മളെ സത്യമാണ്, അവരുടെ അഭിനയം എവിടെയെങ്കിലും പോയി എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ പോലും ആഫ്റ്റർ ദ ബോട്ടോക്സ് ഫില്ലർ തിങ് അതൊരു സിഗ്നിഫിക്കന്റ് ഇഷ്യൂ ആയിട്ട് ഓൾ ഓവർ ദി ഇന്റർനെറ്റ് ഒരു ടോക്ക് ഉണ്ട്. ഞാനത് ഇല്ലെന്ന് എനിക്കത് ഡിനൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ എന്റെ അങ്കിള് ഭയങ്കര ഹാർഡ് കോർ മോഹൻലാൽ ഫാനാണ്. ഇപ്പോഴും ഞാൻ മമ്മൂട്ടിയുടെ എന്തെങ്കിലും കാര്യം പറയും, പുള്ളി എന്നെ ഭയങ്കരമായിട്ട് പുച്ഛിക്കുന്നത്. പക്ഷേ ലൂസിഫർ കണ്ടിട്ട് പറഞ്ഞു പുള്ളിയുടെ മോഹത്തിന് എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യേണ്ടി വരും എന്നുള്ള രീതിയിൽ തന്നെ. പക്ഷെ ആ ഒരു ഫേസില് ലൂസിഫറിലാണ് കുറച്ചുകൂടി ഒരു ഇതുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അത് പുള്ളിയുടെ ഇതിന്റെ അകത്ത് മുഖത്തൊരു പ്രശ്നമുണ്ട്. അത് ഉറപ്പാണ്. അത് പുള്ളിയുടെ മുഖത്ത് തന്നെ കാണുന്നുണ്ട്. പുള്ളിയുടെ മുഖത്തിന് എന്തോ പ്രശ്നമുണ്ട്. പക്ഷെ ആ താടി മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ബെറ്റർ. എനിക്ക് ഈ എമ്പുരാനിൽ ആ താടി കളഞ്ഞ സീനില് എനിക്ക് ഇച്ചിരി ബെറ്റർ ആയിട്ടാ തോന്നിയത്. പുള്ളിയുടെ ഫേസ് മുഖത്ത് ആ പണ്ടത്തെ അത്ര ഇല്ലെങ്കിലും അങ്ങനെ നോക്കിയാൽ കുറച്ച് താടി ഒടിയനില് കളഞ്ഞ താടിയില്ലല്ലോ. ക്ലീൻ ഷേവിൽ ഓഡിയനിൽ അത് വരുന്നത്. വേണ്ട. അത് ക്ലീൻ ഷേവിൽ ഓഡിയനിൽ വന്നിട്ട് എടാ ക്ലീൻ ഷേവ് വരുന്ന 2 പടം മാറി മാറി ഒന്ന് കണ്ടു നോക്ക്. 20-ന്റെ അകത്ത് ക്ലീൻ ഷേവ് വരുന്നത്, അതിന്റെ അകത്ത് പുള്ളിയുടെ അല്ല, മുഖത്ത് വരുന്ന അതാ ഭാവ അതാ വ്യത്യാസങ്ങളും. അതാ ഇതിന് ശേഷമാണല്ലോ ആ ഒടിയന്റെ ഇതിന് ശേഷമാണ് പുള്ളിയുടെ മുഖത്ത് ആ പ്രശ്നം വന്നത്. ഐഷ ഞാൻ മെൻഷൻ ചെയ്തു, കാരണം അത് മാത്രമേ ഉള്ളൂ ഇച്ചിരി ബുദ്ധിമുട്ട്. കാരണം പുള്ളി എന്ന് പറയുന്ന ആക്ടറിനെ എപ്പോഴും സരോജി പറഞ്ഞ എന്താണെന്നറിയാവോ, ഇത് ഒടിയനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ ഫേസിൽ പുള്ളിയുടെ ആ. മസിൽസ് റിലാക്സ് ആയി പുള്ളി വരുന്നുണ്ട്. ബെറ്റർ ആയിട്ട് ബെറ്റർ വരുന്നുണ്ട്. ആയി കാണും. താടി പ്രോബബ്ലി കുറച്ചാല് would have been ആ, better. അത് ബെറ്റർ ആയി കാണും. അത് ഞാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എനിക്ക് എന്റെ റീൽസിലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഡോക്ടർമാരുടെ ഒക്കെ സാധനം വരാറുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് ഞാൻ കണ്ടതാണ് ഈ ഈ ഈ മറ്റേ ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലർക്കത് ഭേദമാവത്തില്ല, ചിലർക്ക് അത് ഓവർ ദ ടൈം കോഴ്സ് അത് ബെറ്റർ ആയി വരും. അപ്പം എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ബെറ്റർ ആയി വരുന്നുണ്ട്. പക്ഷെ ഏജും ഒരു ഫാക്ടറാണ്. അതിപ്പം നമുക്ക് ഏജും പുള്ളിയുടെ ബോഡി ഭയങ്കര ഫ്ലെക്സിബിൾ ആന്ന് പറഞ്ഞാലും നമുക്കത് കാണാൻ പറ്റും. പുള്ളിയുടെ എല്ലാ ഭാഗവും ഭയങ്കര എങ്ങനെ അത് പറയുന്നത്, നമുക്ക് അറിയാൻ പറ്റും എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന്. പുള്ളി മെലിഞ്ഞതാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതിന്റെ അകത്ത് പുള്ളി ആ സൂട്ടൊക്കെ ഇട്ട് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു പുള്ളി പാന്റ് ലോക്ക്വേർഡ് ആണെന്ന് തോന്നുന്നു. മുണ്ട് പുള്ളിക്ക് കുറച്ചുകൂടെ. ആ പാന്റിന് എന്തോ ഒരു ചെറിയ ഞാനൊരു കാര്യം പറയട്ടെ, പൊതുവെ ആൾക്കാർ പറഞ്ഞത് പറഞ്ഞില്ല വയ്യ പുള്ളിക്ക് ആ ഡ്രസ് ഒന്നിട്ടിട്ട് മേലെ പുള്ളിയെ കൊണ്ട് എനിക്ക് ഈ സിനിമയില് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കുറെ കാര്യങ്ങളുണ്ട്. അതിന്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അബ്രാം ഖുറേഷി ഇടുന്ന കോട്ട്. എന്താണത്? 2 വള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും, മറ്റേ പിള്ളേര് വള്ളി നിക്കർ ഇട്ടുകൊണ്ട് നടക്കുന്നോട്ട് വള്ളിക്കോട്ട് ഇട്ടുകൊണ്ട് നടക്കുക അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും. പുള്ളി നടക്കുമ്പോ അത് കിടന്ന് കുലുങ്ങുക. പുള്ളിക്ക് നടക്കാൻ വയ്യ, അതിന്റെ ഭാരം കാണണം. സ്ലോഷൻ ആക്കുന്നതല്ല, എനിക്ക് ഫീൽ എക്സാക്ട്ലി സെയിം. ഇല്ല, ഈ സീൻ കണ്ടിട്ട് ഞാൻ ഇന്ന് പോയി സാഗർ ലേസിലേക്ക് റീവിസിറ്റ് ചെയ്തു. അതിന്റെ കിട്ടിലും കോസ്റ്റ്യൂമാ പുള്ളി ഇടുന്നത്. അടിപൊളി. ഇറങ്ങി കഴിഞ്ഞപ്പോ ഞാൻ എന്റെ ഫ്രണ്ടിന് അതാ ആദ്യം പറഞ്ഞേ, ഈ മറ്റേ ലൂസിഫറി ആ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന കോട്ട് തന്നെ ഇട്ടാ മതിയായിരുന്നു. അതിന് വരെ ഒരുമാതിരി ആ കോട്ട് ഭയങ്കര നല്ലതാണ്. അത് ഭയങ്കര സ്വാഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. നമ്മുടെ ലൂസിഫറിന്റെ എൻഡിൽ കാണിക്കുന്ന കോട്ട് ഉണ്ടല്ലോ, ആ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ
പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇന്ദ്രജിത്തിനെ മറ്റേ കാണാൻ വരുമ്പോഴുള്ള അത് ഡ്രാക്കുള മറ്റേ കോട്ട പഴം പൊളിച്ച പോലെ തന്നെ പഴമൊക്കെ പൊളിച്ചു എടാ വെക്കുന്ന ഞങ്ങള് പോലത്തെ. പടയോട്ടത്തിൽ ചെയ്തപ്പോഴത്തേനും പടയോട്ടത്തിൽ നമ്മുടെ നസീർ സാർ അങ്ങനത്തെ ഒരു കോട്ടിട്ടുണ്ട് അതുപോലെ ഉണ്ടായിരുന്നു. ഇതിപ്പം എനിക്ക് തോന്നുന്നു ഞാനാണ് നിങ്ങളുടെയൊക്കെ ഇടയിൽ ഏറ്റവും വലിയ അന്തം ഫാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എനിക്കിതൊന്നും കണ്ടിട്ട് യാതൊരു പ്രശ്നവും തോന്നിയില്ല. മോഹൻലാൽ ആരാധകർ സോക്കോൾഡ് ആരാധകർ എന്ന് പറയുന്നവരാണ് ഈ പറഞ്ഞുകൊണ്ട്. അല്ല ശരിയാണ് കുറച്ച് കേട്ടോ. എന്ന് പറഞ്ഞ പുള്ളിയുടെ സ്റ്റീഫൻ അഭിനയത്തിനോട് അല്ല അല്ലല്ല സ്റ്റീഫനായിട്ട് സ്റ്റീഫന്റെ വരുമ്പോ ഭയങ്കര കിടില്ല, അതൊരു ഭയങ്കര ഓറ സ്റ്റീഫായിട്ട് വരുമ്പോ. പക്ഷേ നീ ഒന്ന് ആലോചിച്ച് നോക്കി, അതാണ് ഇപ്പം കബുഗേനൊക്കെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ മുണ്ട് ഷർട്ട് ഇട്ടുകൊണ്ട് ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന സ്റ്റീഫൻ മാച്ച് ആവില്ലല്ലോ. അല്ല മുണ്ട് ഷർട്ടും ഇടണം എന്നല്ല പറഞ്ഞത്. ആ എടാ അത് ഫസ്റ്റ് ആ ആ എൻ ജാക്കറ്റ് എന്തെങ്കിലും ഒരു ക്രെഡിറ്റിലെ ചെറിയ ജാക്കറ്റ് വ്യത്യാസം. ഉണ്ടല്ലോ, ആ എൻ ക്രെഡിറ്റിലെ ജാക്കറ്റ് ഉണ്ടല്ലോ, ലൂസിഫറിലെ എൻ ക്രെഡിറ്റിലെ ജാക്കറ്റ്, ദാറ്റ് അത് വാസ് റിയലി തണുത്ത ഗുഡ്. പ്രദേശം ആയതുകൊണ്ട് അങ്ങനത്തെ ജാക്കറ്റ് അല്ല ഇറാഖിലൊക്കെ അതുപോലത്തെ അതിട്ടോണ്ട് പോകാൻ പറ്റും. പാറ്റേണിലുള്ളത് പിടിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. അല്ലാതെ ഈ ഡ്രാക്കുള ജാക്കറ്റ് കോട്ടൊക്കെ ഇടാതെ ഇട്ടുകൊണ്ട് പോയ പോലെ. വരുമ്പോ ഇറ്റ്സ് വിയേർഡ്. മതിയായിരുന്നു. പക്ഷെ ഖുറേഷ്യ അബ്രഹാം ആണല്ലോ ഇപ്പം അതേ എടാ ഇത് കോസ്റ്റ്യൂം കുറെ തന്നെയാണ് സംഭവങ്ങള് തുടർന്ന് വന്നോണ്ടിരുന്നത്. അല്ല ഡിഫറെന്റ് ആണ്, ഡിഫറെന്റ് ഓരോ Different കോട്ടുകൾ. ആണ്. ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. കാരണം പുള്ളിയുടെ കൈയൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ട് മറ്റേ ഇങ്ങനെ കോട്ട അനക്കാൻ മേലാത്ത പോലെ ഇങ്ങനെ വടി പോലെ കൈയൊക്കെ ഇരിക്കുന്നത് ഭയങ്കര ഓക്വേർഡ്. സത്യം. ഈസ് നോട്ട് കംഫർട്ടബിൾ ഇൻ ദാറ്റ്. പുള്ളി ഓരോ തവണ റിവോൾവർ ആ കോട്ടിൽ നിന്ന് എടുക്കുമ്പോഴും പുള്ളി കഷ്ടപ്പെട്ട സ്ലോ മോഷൻ ആക്കുന്നില്ല, പുള്ളിയുടെ കൈ സ്ലോ ആയിട്ട് അനങ്ങുന്നതാണ്. അത്ര ഹെവി ആണെന്ന് തോന്നുന്നു ആ സാധനം. സ്ലോ മോഷൻ പക്ഷെ ആയിരിക്കും അത്. ഇതൊക്കെ കാണിച്ചിട്ട് പുള്ളി ആ സ്റ്റീഫനായിട്ട് വരുമ്പം എന്റെ ദൈവം ഗൂസ് ബംസ് ആണ്. പുള്ളി ആ സ്റ്റീഫനായിട്ട് വന്നിട്ട് ശരി. ആ തോളൊന്ന് ഇതാക്കുമ്പോ കൂവലായിരുന്നു. എന്റെ അൺറെസ്പോൺസീവ് തിയേറ്ററിൽ വരെ കൂവലായിരുന്നു. അത്രയും അതാണ് സ്റ്റീഫനും അബ്രാമും തമ്മിൽ ഇപ്പൊ വ്യത്യാസമുണ്ട്. സെയിം ആളാണോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. കോസ്റ്റ്യൂം ഒക്കെ ആ കാര്യത്തിൽ കുറച്ചുകൂടെ ഒരു എനിക്ക് തോന്നുന്നു സായിദിന് കുറച്ചുകൂടെ ബെറ്റർ കോസ്റ്റ്യൂം ഉണ്ടായിരുന്നു. പൃഥ്വിരാജ് ആ ചർച്ച സായിദിന് പക്ഷേ പൃഥ്വിരാജ് ഐ ഡിഡ്ന്റ് ലൈക്ക് ഹിസ് ചുരിദാർ കോസ്റ്റ്യൂം അടിയുടെ ഏത് സമയത്ത് ഐ അവസാനത്തെയോ? ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്. അതാ എനിക്കറിയില്ല. മറ്റേ അത് പട്ടാൻ ആ ഇതല്ലേ. അതെ അതെ ആ അതെ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുള്ളിയുടെ എനിക്ക് ആ ഇഷ്ടപ്പെട്ടായിരുന്നു. അവസാനത്തെ എനിക്ക് കോസ്റ്റ്യൂം. ടിയാന്റെ ഓർമ്മ വന്നു. ആ അസ്ലാൻ ടിയാന്റെ ബോട്ട് വ്യത്യാസം അതെ അതെ. ഉണ്ടായിരുന്നത് നല്ലായിരുന്നു ചിലപ്പോൾ. അതാണ് എന്റെ പ്രശ്നം. ആ ബൂട്ടാണ് എന്റെ പ്രശ്നം. എനിക്ക് ആ ചുരിദാറിനോട് എനിക്ക് അത്ര അല്ല, പിന്നെ ആ പട്ടാൻ കോസ്റ്റ്യൂമിനോട് എനിക്ക് ഇത്ര പ്രശ്നമില്ല. ചുരിദാറെന്നൊക്കെ അത് ശരി. ലാലേട്ടൻ ഈ കണ്ടടച്ചാണ് ഈ കോട്ടൊന്നും ഇട്ടിട്ട് നിങ്ങൾ കണ്ടില്ല, ആ ബൂട്ടിലോട്ട് നിങ്ങൾ പക്ഷെ അത് ഭയങ്കര എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റുമടാ. ലാലേട്ടന്റെ കോട്ട് നിങ്ങള് അതെന്താന്നറിയാം, അത് ആ പാന്റിന്റെ അടിയിൽ ആ ബൂട്ട് ഇട്ടിട്ട് അതിങ്ങനെ ചുരുക്കി വെച്ചേക്കുക. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് വിയേർഡ്. എന്നെ സംബന്ധിച്ച് ഭയങ്കര എനിക്ക് എന്തോ ഒരു ഭയങ്കര ഓക്വേർഡ് ആയിട്ട് തോന്നിയത്. ലാലേട്ടനെ നമുക്കൊന്നും പക്ഷേ ചെയ്യാൻ പറ്റില്ലല്ലോ. പൃഥ്വിരാജ് ലാലേട്ടന്റെ ഫുൾ കോസ്റ്റ്യൂമിൽ മാറ്റേണ്ടതില്ല. ഇതൊരു ചെറിയ പോർഷൻ അല്ലേ, അപ്പൊ നമുക്കതൊരു ചെറിയൊരു ഇൻപെർഫെക്ഷൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതാണ്. പക്ഷെ അല്ല എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും പൃഥ്വിരാജ് ഒടുക്കത്തെ ലുക്കാ ഇതിന്റെ അകത്ത്. പുള്ളി ഒരു ഹിന്ദിക്കാരനാന്ന് പറഞ്ഞാൽ ഹിന്ദിക്കാരനാന്ന് എനിക്ക് തോന്നുന്നു. പുള്ളി ഹിന്ദിക്കാരനാ, അതുകൂട്ടാ പുള്ളി വരുന്നത്. ഇതിലും പക്ഷെ കൂടുതൽ അത്രയും സുന്ദരനാ പുള്ളി ഇതിന്റെ അകത്ത്. പുള്ളിക്ക് കുറച്ചുകൂടെ ഒരു വൈബ് കൂടുതലുള്ളത്. എനിക്ക് എന്താ ഞാനിത് കണ്ടപ്പം മറ്റേ ട്രെയിലറും ടീസറും ഒക്കെ കണ്ടപ്പോ ട്രെയിലർ കണ്ടപ്പോഴാണ് മെയിൻലി ഞാൻ ദിഗംബരനോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു, എനിക്ക് എന്താ പൃഥ്വിരാജ് മോഹൻലാലോട് ഇങ്ങനെ വരുന്ന ഷോട്ട്സിൽ എനിക്ക് മോഹൻലാലിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ഭയങ്കര കുറവായിട്ട് തോന്നി. ഐ മീൻ പൃഥ്വിരാജിനെ ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു ട്രെയിലർ കണ്ടപ്പോ. പക്ഷെ മൂവി കണ്ടപ്പോ എനിക്കത് ഫീൽ ചെയ്തില്ല. ഇല്ല അത് എന്നോട് അന്നേരമേ ദിഗംബരൻ പറഞ്ഞു, പടം കാണുമ്പോൾ ചിലപ്പോൾ നിനക്ക് തോന്നത്തില്ലെന്ന്. ഞാൻ യോജിക്കുന്നു കേട്ടോ. പടം കണ്ടപ്പോ എനിക്കത് തോന്നിയതേ ഒരിക്കലും ഇല്ല. അങ്ങനെ ചെയ്യത്തില്ല. കാര്യം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ തന്നെ നാട്ടുകാര് ഓൾറെഡി കുറച്ചിട്ടുണ്ട്, സമയം കുറച്ച് പൃഥ്വിരാജ് ഓവർടേക്ക് ശരിക്കും ഇത് പൃഥ്വിരാജിന്റെ കഥയായിരുന്നു. എന്നെ സംബന്ധിച്ച് ലാസ്റ്റ് ഫൈറ്റിൽ അബ്രാം ഫൈറ്റ് ചെയ്യണ്ടായിരുന്നു. അതെനിക്കും തോന്നിയായിരുന്നു കേട്ടോ. അത് പൃഥ്വിരാജിന്റെ അബ്രാം ഫൈറ്റ് ചെയ്യണ്ട, അത് പൃഥ്വിരാജ് അടിച്ചു ചേർത്തായിരുന്നു. അല്ല എന്നെ സംബന്ധിച്ച് പക്ഷെ ഇപ്പം അപ്പൊ അത് പൃഥ്വിരാജിന്റെ മൊമെന്റായി മാറത്തില്ലേ. മാത്രമല്ല ഒരു അതാണ് കട്ടപ്പ ബാഹുബലി മൊമെന്റ് വരില്ല. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ജയിലറിന്റെ അകത്ത് മൊത്തം രജനീകാന്തിന്റെ മൊമെന്റ് ഇല്ലല്ലോ. അങ്ങനെയൊക്കെ എടാ അല്ല രജനീകാന്തിന് മൊത്തം സരോജ് കൂടെ വെക്കുന്ന കുമാർ വെടിവെക്കുന്ന ആൾക്കാരാണ്. രജനീകാന്ത് അല്ലല്ലോ മോഹൻലാൽ ആകുമ്പോ ഫൈറ്റ് ഒക്കെ ചെയ്യണമല്ലോ. അല്ല രജനീകാന്തിന് സരോജ് കുമാർ മുമ്പേ പറഞ്ഞ ഒരു പോയിന്റിനോട് എനിക്ക് പറയാനുള്ള കാര്യമുണ്ട്. ഈ വില്ലന്റെ കാര്യം എല്ലാരും പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അതായത് വില്ലൻ ഭയങ്കര എന്താ പറയാ, ഐ മീൻ അത് ചക്രപാണി മെൻഷൻ ചെയ്തു. പക്ഷെ ചക്രപാണി മെൻഷൻ ചെയ്തത് അതായത് വില്ലൻ സ്ട്രോങ് അല്ലെന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഈ വില്ലൻ വാസ് നോട്ട് ഫോർ എന്തുവാ മറ്റേ അബ്രാം ഖുറേഷി. ഈ വില്ലൻ നമ്മുടെ സെയ്ദിന്റെ എന്താണ് വില്ലനാണ്. സോ അങ്ങനെ നോക്കുമ്പോ ദ വില്ലൻ വാസ് ഓക്കെ ഫോർ മീ. എനിക്ക് ആ വില്ലൻ അത് മാത്രല്ല ഇതിന്റെ അകത്ത് സിനിമക്കകത്തൊരു എനിക്ക് തോന്നിയ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താ പറയുക, ഇത് വില്ലനേക്കാൾ കൂടുതൽ ആ വില്ലന്റെ ഐഡിയോളജിയും ആ പൊളിറ്റിക്സ് ആ ഇതിന്റെ അകത്ത് ഒരു ഈവിൾ ആയിട്ട് കാണിക്കുന്നത്. അതാണ് ഇതിന്റെ അകത്ത് നെഗറ്റിവിറ്റി.
അതെ. അതാ ഒരു ആന്റഗണിസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് അതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിന്റെ വില്ലൻ അകത്തൂടെ ചെറുതായിട്ട് അവന്റെ ഒരു റിവെഞ്ച് പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വില്ലൻ വെറും ഒരു കാനൻ ഫോർഡർ എന്ന് പറയുന്ന പോലത്തെ ഒരു അതെ റെപ്രസെന്റേഷൻ മാത്രമേ ഉള്ളൂ. അതിന്റെ ആ ഒരു ഐഡിയോളജി, അതിനെക്കുറിച്ചുള്ള പൊളിറ്റിക്സ് ഒക്കെയാണ് മെയിനായിട്ട്. ഞാൻ ഈ ഇത് കണ്ടപ്പോഴത്തേക്ക് സയ്യിദ് എനിക്ക് എപ്പോഴേലും മലയാളം പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു നോക്കി. ഞാനത് ലൂസിഫറിൽ ശ്രദ്ധിച്ചായിരുന്നു, പക്ഷെ ഇല്ലല്ലേ? പറഞ്ഞിട്ടില്ല. ഇല്ല ഇല്ല. ഇല്ലല്ലോ. പറഞ്ഞിട്ടില്ല. അല്ല ആലോചിച്ചത്. മറ്റവൻ പൊട്ടിത്തെറിച്ച് മരിച്ചപ്പോ എനിക്ക് ഗിരിയേട്ടൻ എന്നൊക്കെ മനസ്സിൽ വന്നായിരുന്നു. മറ്റേ അവിടെ പണിക്കകത്ത് പണിയിലെ അവന്മാര് ഗിരിയേട്ടനോ? പൊട്ടിത്തെറിയത്. ഗിരിയേട്ടൻ. പക്ഷെ ദാറ്റ് അപ്പം പൊട്ടിത്തെറി വാസ് റിയലി റിയലിസ്റ്റിക് ആയിരുന്നു ഭയങ്കര. എനിക്കത് അങ്ങനത്തെ ഒരു മനുഷ്യ പൊട്ടിത്തെറി ഞാൻ അങ്ങനെ അത് ശരിക്കും പൊട്ടിത്തെറിപ്പിച്ചായിരിക്കും. അത് ശരിക്കും പൊട്ടിത്തെറിപ്പിച്ച. ഓ അല്ല അത് അവര് ഭയങ്കര പറയുന്നുണ്ട്. റിയലിസ്റ്റിക് ആയിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അല്ലെ അങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോ ഇങ്ങനെ മാംസം ചെതറുന്നത് ഞാൻ അതിന്റെ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിന്റെ ആർട്ട് ഡയറക്ടർ മോഹൻദാസ് പറയുന്നുണ്ട് ഇവരെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ആ മുന്ന പറഞ്ഞ ആ ആക്ടറിന്റെ പേരെന്താ എനിക്കറിയില്ല. അപ്പൊ ആ ആക്ടറിന്റെ മോൾഡ് എടുത്തു, പ്രോസ്തെറ്റിക്സ് മോൾഡ് എടുത്തിട്ട് ആ മോൾഡിന്റെ അകത്ത് മീറ്റ് റിയൽ മീറ്റ് എന്തോ വെച്ച് ഫില്ല് ചെയ്ത് അവര് അത് ബ്ലാസ്റ്റ് ചെയ്യിപ്പിച്ചു എന്നാണ്. അതുകൊണ്ട് അത് ആ ഒരു ഭയങ്കര എഫക്ട് റിയലിസ്റ്റിക് ആയിരുന്നു. കിട്ടിയെന്ന്. ഇറ്റ് വാസ് റിയലി ഗുഡ്. അല്ലായിരുന്നു വേറൊരു ഈ സാറ്റിസ്ഫൈങ് ആർട്ടിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ വേറൊരു കാര്യം, ഇതിനകത്തിലാകെ ഒരു ചോപ്പർ എങ്ങാണ്ട് റിയൽ ആയിട്ടുള്ള ചോപ്പർ യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയതാന്ന് ഞാൻ കേട്ടായിരുന്നു. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് ട്രൂ. പക്ഷെ അത് അതെ. അപ്പാച്ചെ ഹെലികോപ്റ്റേഴ്സ്. പക്ഷെ ദാറ്റ് വാസ് ലൈക്ക് അതെ റിയലി അതെ. ഷോക്കിംഗ് ഫോർ മീ. കാരണം അത് എല്ലാം ഭയങ്കര കിട്ടില്ലായിരുന്നു ആ സീക്വൻസ്. ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു. അതാ പറഞ്ഞ സിനിമയുടെ ക്വാളിറ്റി നെക്സ്റ്റ് ലെവലാണ്. റൈറ്റിംഗ് ആൻഡ് വില്ലൻ ഒക്കെയാണ് ഇതിന്റെ അകത്തിലെ പ്രശ്നം വരുന്നത്. അത് മാത്രമല്ല, എനിക്ക് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തോന്നിയത് സയ്യിദ് മസൂദിന്റെ സിനിമയിൽ അബ്രാം ജസ്റ്റ് വന്നു പോകുന്നു. സയ്യിദ് മസൂദിന്റെ കഥ അതിന്റെ അകത്ത് അബ്രാമുമായിട്ട് ഒരു കണക്ഷൻ വരുമ്പം അബ്രാം വരുന്നു, അത്രേ ഉള്ളൂ. അത്ര എനിക്ക് അങ്ങനെ ചിലപ്പോ അവര് തോന്നിയേ ഇല്ല കേട്ടോ, ഉള്ള കാര്യം പറയല്ലോ. അല്ല എനിക്കും അങ്ങനെ സത്യം ഫീൽ പറഞ്ഞ ചെയ്തില്ല. സയ്യിദ് ബട്ട് മസൂദിന്റെ അല്ല കഥയല്ലേ? ആണു, പക്ഷെ അതിനകത്തിൽ നിനക്ക് അബ്രാം ഖുറേഷിക്ക് ഇമ്പോർട്ടൻസ് കുറഞ്ഞതായിട്ട് നിനക്ക് തോന്നിയോ? സയ്യിദ് മസൂദിന്റെ ശരിക്കും കഥയാണ്, ബട്ട് അബ്രാം ഇസ് ദ അബ്രാം ഇവിടെ വരേണ്ട ആവശ്യമുണ്ട്. ശരിക്കും സ്റ്റീഫൻ ഇവിടെ വരേണ്ട ആവശ്യമുണ്ട്, കാരണം കേരള പൊളിറ്റിക്സ് ആയിട്ട് കണക്ഷൻ ഉണ്ട്. അബ്രാം ഇവിടെ എന്തിനു വന്നു? പണ്ട് സയ്യിദിന് കൊടുത്ത പ്രോമിസിന് വേണ്ടിയിട്ട്. അവന്റെ അതല്ലേ ഉള്ളൂ. അപ്പൊ ഭായിജാനാണല്ലോ. സയ്യിദ് ഒരു പ്രോമിസ് അത്രല്ലേ ഉള്ളൂ. അല്ലാതെ അബ്രാം എനിക്ക് അബ്രാം എന്ന് പറഞ്ഞ സത്യം ഒരു പോയിന്റ് വലിയൊരു ഉണ്ട്. നെക്സസിന്റെ നേതാവാണ്. അയാള് എന്തിനാണ് ഈ അയാളെന്തിനാ ഇത്രയും നാൾ കേരളത്തിലോട്ട് എന്തുകൊണ്ട് വന്നിട്ട് wait ചെയ്ത്? നെടുമ്പള്ളി കിടന്ന് കളിക്കുന്നത്? അതെ അത്രയും ചെറിയൊരു അല്ല നേതാവായിട്ട് കളിക്കേണ്ട കാര്യമില്ല. അല്ലല്ല അവിടെ വേറൊരു കാര്യമുണ്ട്. അവിടെ പി കെ ആറിന് കൊടുത്തൊരു വാക്കുണ്ട്. അതായത് പി അത് കെ ആറിന് തന്നെയല്ലേ വേണ്ടിയിട്ട് പുള്ളി സയ്യിദിനും കൊടുത്ത ഇത് വാക്ക്. സയ്യിദിന് കൊടുത്ത വാക്ക്. പി കെ ആർ അല്ല പോലെ ഞാൻ തന്നെയല്ലേ ചോദിക്കുന്ന സയ്യിദും. എന്താ അറിയോ? അല്ല ഞാൻ ചോദിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാല് ഇപ്പൊ ഇത്രയും വലിയ നെക്സസ് ആയിട്ടുള്ള ഒരാള് ഒറ്റയടിക്ക് പെട്ടെന്ന് കബൂയെ കൊല്ലുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് ഇവന്റെ റിവെഞ്ചിനുള്ള ടൈം ആയെന്ന് പറഞ്ഞ് എന്തുകൊണ്ട് അത് ടൈം അത് എടുത്തു എന്നുള്ളത്. ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതുമല്ല ഈ ഒരു സിനകൾ ഈ പറയുന്ന അവര് കൊണ്ടുപോകുന്ന ആ ഒരു ചെറിയ ഒരു കണ്ടെയ്നർ, ഒരു ഷിപ്മെന്റ് മൂവ്മെന്റ് എങ്ങനെ പെട്ടെന്ന് ഒരു പുള്ളിക്ക് അതൊരു വിഷയമായി മാറുന്നത്? കാരണം ഹീസ് ഓൾറെഡി അഗൈൻസ്റ്റ് ദ ഡ്രഗ്സ്. ദാറ്റ് വി അഗ്രി, ബട്ട് ദ പോയിന്റ് ഇസ് ലൈക്ക് ഇറ്റ്സ് ടൈം ടു എൻഡ് ദിസ് വാർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയി സംസാരിക്കുകയും കബൂഗയെ ഭയങ്കര ഈസി ആയിട്ട് കൊന്നു കളയുക. അല്ല, ഈ എനിക്ക് വാറ് കുറെ നാളുകളായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നായിരിക്കും. ആദ്യത്തെ ലൂസിഫറിന്റെ അകത്തും കബൂഗയുടെ മെൻഷനിങ്ങും ഒക്കെ ഉണ്ടല്ലോ, അവരുടെ ഷിപ്മെന്റുകളൊക്കെ തകർക്കുന്നതൊക്കെ. അപ്പം അതൊരു അത് ഒരു മാത്രല്ല കൾമിനേറ്റിംഗ് പോയിന്റിലോട്ട് വന്നതായിരിക്കാം ഈ പടത്തില്. അല്ല അത് മാത്രല്ല ഇദ്ദേഹത്തിന് മരിച്ചിട്ട് ഒരു കാര്യം ഉണ്ടല്ലോ ഇപ്പൊ. അതായത് അത് ഡിസെപ്ഷന് വേണ്ടിട്ട് ചെയ്തതായിരിക്കും. അതുകൊണ്ട് അതുമല്ല, അത് പെർഫെക്റ്റ് ആയിട്ട് അലൈൻ ചെയ്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അവർക്ക് ആ ഒരു എന്താ കബൂഗയെ കൊന്നത് കൊണ്ട് he basically wanted MI6 out of his tail. ഒരു കാര്യം. പിന്നെ ജതിൻ രാംദാസിനെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യും. അത് മറ്റേ ഡയലോഗ് കയറി പോവല്ലോ, നമ്മുടെ യൂഷ്വൽ സസ്പെക്ട്സിന്റെ അകത്ത് ഡയലോഗ് വന്നിട്ട് പോവല്ലോ, the greatest trick the devil ever pulled was to make the world realize that he is not alive anymore. അങ്ങനെ എന്തൊരു സാധനം He പറയും. never exist. ഇത് Make the ശരിക്കും world believe that he never exists. പൃഥ്വിരാജ് ഒരു കാര്യം ഒരു വാക്ക് പാലിച്ച എന്താന്ന് വെച്ചാല് പുള്ളി ക്രിസ്റ്റഫർ നോളന്റെ ആ ടെക്നിക്ക് യൂസ് ചെയ്തു. അതായത് there are scenes about Batman and there are scenes with Batman. അപ്പൊ ഇതിനകത്ത് ഖുറേഷിയെ പറ്റിയിട്ടുള്ള സീൻസും ഉണ്ട്, ഖുറേഷി വരുന്ന സീൻസും ഉണ്ട്. എനിക്കതുകൊണ്ട് ഒരിടത്തും അങ്ങനെ എന്താ പറയുന്ന ഒരു സയ്യിദ് മസൂദിന്റെ പടമായിട്ട് എനിക്ക് തോന്നാഞ്ഞതുകൊണ്ട്. സയ്യിദിന്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ത്രൂ ഔട്ട് ഒരു പ്രസൻസ് ഉള്ള പോലെ എനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നു. ഞാൻ ദിഗംബരൻ പറയുന്നതിനോട് യോജിക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞത് വില്ലൻ സയ്യിദിന്റെ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തു, ബട്ട് ഫിലിം വാസ് നോട്ട് സയ്യിദ്സ് ഫിലിം. ഇത് എന്താണ് അബ്രാം ഖുറേഷി പറയുന്ന അബ്രാം ഖുറേഷിയുടെ ലൈഫിൽ എങ്ങനെയാണ് സയ്യിദ് ഉള്ളതെന്ന് കാണിക്കുന്ന പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്.
നിങ്ങൾ നോക്കി കഴിഞ്ഞപ്പോ പക്ഷെ തുടക്കത്തിലെ അതിന്റെ ആ ഒരു അകത്തൊരു ഡെപ്ത് ഫീൽ ചെയ്യുന്നില്ല, അതായിരുന്നു ആ പ്രശ്നം. അവരുടെ അതാണ് എനിക്ക് മനസ്സിലാവാതെ നിങ്ങൾ എന്താണ് ഒരാഴം ഫീൽ പറയുന്നത്. ചെയ്യുന്നില്ല. ആകെ എനിക്കൊരു സീൻ തോന്നിയത് എന്താണെന്നറിയോ, ഭയങ്കര അടിപൊളിയായിട്ട് സ്റ്റേജ് ചെയ്ത ഒരേ ഒരു സീനുണ്ട്. ഇവര് അതായത് സായദിന്റെ ഫ്ലാഷ് ബാക്ക് ഇടയ്ക്ക് വന്നിട്ട് പോകുമല്ലോ, അതായത് ഈ ഒരു റിവെഞ്ചിന്റെ ടൈം ആയെന്ന് പറയുന്ന സീക്വൻസിൽ ഇവരെ ഫോൺ വിളിക്കുമല്ലോ, സായദിനെ വിളിക്കുമ്പോൾ സായദ് ഓൾറെഡി ഒരു മിഷൻ ലെയ്യാമെന്റ്, ആ മിഷൻ തന്നെ അവിടെ ഒരു റിഫ്ലക്ഷൻ പോലെ കാണിക്കും പണ്ട് ഖുറേഷി സായദിനെ എങ്ങനെ രക്ഷിച്ചെന്നുള്ളത്. അപ്പം അവിടെ ഖുറേഷി അബ്രാം എന്നുള്ള അബ്രാം ഖുറേഷി എന്നുള്ള പേര് പറയുകയും ചെയ്യും, അവിടെ സായദ് മസൂദ് എന്ന് പറയുകയും ചെയ്യും. ആ ഒരു സ്റ്റേജിങ് വാസ് ലൈക്ക് അടിപൊളി. അത് നമ്മുടെ പഴയകാല കൊമേഴ്ഷ്യൽ ഡയറക്ടേഴ്സ് ഒക്കെ ചെയ്യുന്ന പോലത്തെ ഒരു ക്ലാസിക് കിണ്ണൻ സ്റ്റേജിങ് ആയിരുന്നു. പക്ഷെ സംഹൗ ത്രൂ ഔട്ട് സായദിന്റെ പ്രസൻസ് ഖുറേഷിക്കൊപ്പം തന്നെ ആ സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിൽ മേ ബി ഐ ഫീൽ ദാറ്റ് അവര് തമ്മിലുള്ള ഒരു ബോണ്ട് കുറച്ചുകൂടെ സ്ട്രോങ് ആക്കി കാണിച്ചിട്ടാണ് ഈ റിവെഞ്ച് പേർപ്പസ് ആക്കുന്നതൊക്കെ എങ്കിൽ കുറച്ചുകൂടെ ഒരു വെയിറ്റേജ് ഫീൽ ചെയ്യുമായിരുന്നു. അത് സനീൽ കുമാർ പറഞ്ഞ സെയിം സാധനം എനിക്ക് പറയാനുള്ളൂ. ആ ഒരു ഇമോഷണൽ ഹുക്ക് ഇല്ല അതിൽ. ഇത് സനീഷ് കുമാർ പറഞ്ഞ ഒരു പോയിന്റിന്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുക. എനിക്കൊരു ക്വസ്റ്റ്യൻ, ഈ സ്റ്റീഫൻ നെടുമ്പള്ളി ഇറാഖില് തീവ്രവാദികളുടെ ഇതേറ്റ് ഞാൻ പറയാൻ മരിച്ചു എന്ന് വരുമായിരുന്നു. പറയുന്ന ന്യൂസ് വരുമ്പോഴത്തേക്കും ഐ എം ലൈക്ക്, ആൾക്കാരൊക്കെ ആലോചിക്കുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളി എങ്ങനെ എന്ത് ഇറാഖിൽ ഇറാഖില് ചെന്നെന്നുള്ളത്. പോയത് കറക്റ്റ്. ഈ ലൈക്ക് ഈ ദാറ്റ്സ് എ വെരി ഖുറേഷി പുള്ളിയുടെ ഫേസ് കൺഫ്യൂസിങ് തിങ്. റിവീൽ ചെയ്ത് കഴിഞ്ഞിട്ടേ സ്റ്റീഫൻ, അതായത് ഖുറേഷി ഇറാഖിൽ മരിച്ചു, സ്റ്റീഫനെ ഇറാഖിൽ ടെററിസ്റ്റുകളിലൂടെ. അപ്പം ഈ MI6 മറ്റ് ഏജൻസികളോ ഇത് ലിങ്ക് ചെയ്യുന്നില്ല. നാട്ടുകാരാണേലും ആലോചിക്കുന്നില്ല സ്റ്റീഫൻ എന്തോ ഇവിടെ MLA, നെടുമ്പള്ളിയിൽ MLA ആയി കിടക്കുന്ന ആളെന്തിനാണ് ഇറാഖിൽ പോയി ടെററിസ്റ്റുകളുടെ വെടിയേറ്റായിരിക്കും. പുള്ളി ബ്രേക്ക് എടുത്ത് ടൂറിന് പോവാണെങ്കിൽ ഇറാഖിലേക്ക് ടൂർ പോകുന്നത് വളരെ കുറവാണ്. അവരല്ലെങ്കിൽ അത്ര അഡ്വഞ്ചർ, സ്റ്റീഫൻ അത്രയ്ക്ക് അഡ്വഞ്ചറസ് ആയിരുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. സ്റ്റീഫൻ ഓൾസോ ഞാൻ ആ എന്നാലും ഒരു ഓർത്തേ ഇനിയിപ്പം സ്റ്റീഫൻ ഇറാഖില് പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതിനെ കുറിച്ച് എല്ലാം പറയുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ടെററിസ്റ്റുകൾ കൊണ്ട് മരിച്ച്. പക്ഷെ അങ്ങനെയൊന്നും പറഞ്ഞില്ല. അതിന് ചിലപ്പോ ആവാൻ ചാൻസ് ഉണ്ട്. അല്ല, അത് But ചിലപ്പോ സ്പൂൺ ഫിഡ് ഖുറേഷി ചെയ്യാതെ അബ്രഹാം വിട്ടതായിരിക്കും. മരിച്ചെന്നല്ലേ ആ പറയണ്ടേ? ഗോവർദ്ധൻ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ടല്ലോ പുള്ളിയുടെ ലൈവിന്റെ അകത്ത്. അന്നേരം ഖുറേഷി എന്നല്ലല്ലോ പറയുന്നത്, സ്റ്റീഫന് പണ്ട് എന്തോ പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ അടങ്കലെടുത്ത് നടത്തിയിട്ടുണ്ട്, പിന്നെ ഗോൾഡിന്റെ പരിപാടികളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ ഓർത്ത് ഇനിയിപ്പോ അങ്ങനെ വല്ലതും പറയുമായിരിക്കും. ബട്ട് ഞാനും അത് ആലോചിച്ചു. പുള്ളിയുടെ ഡാർക്ക് വെബ് റിസർച്ചിലൂടെ പുള്ളി മനസ്സിലാക്കിയതാണെന്നാണ് പറയപ്പെടുന്നത്. ആണ്, അത് പക്ഷെ നാട്ടുകാർക്ക് അറിയത്തില്ലാത്ത ഒരു അറിയത്തില്ല. സാധനം അവർ ഗോവർദ്ധന ആ റിവീൽ ചെയ്യുന്ന. അവരെന്തിനാണ് അപ്പൊ ഈ ടെററിസ്റ്റ്? അതൊരു ഇച്ചിരി പ്രോബ്ലമാറ്റിക് ആണ്. ശരിയാണ്, ഞാനത് പടം കണ്ടോണ്ടിരുന്നപ്പോഴും ആലോചിച്ചു അതെന്താണ് അങ്ങനെ. ഇതൊരു ലാക്ക് ഓഫ് റൈറ്റിംഗ്, അതായത് മെയിൻ പ്രശ്നം. കാരണം റൈറ്റിങ്ങിന്റെ കുറെ പ്രശ്നങ്ങളുണ്ട്. ലൂസിഫറിനകത്ത് വെൽ ഡീറ്റെയിൽഡ് ആയിരുന്നു കാര്യങ്ങളൊക്കെ. ലൈക്ക് കാര്യം എല്ലാം ഹിഡൻ ആയിരുന്നു, പക്ഷെ ഇറ്റ് വാസ് വെൽ ഡീറ്റെയിൽഡ്. ഞാനിങ്ങനെ ആലോചിച്ചു, ഇപ്പൊ സ്റ്റീഫൻ മരിച്ചു എന്നൊരു വ്യാജ വാർത്ത ഉണ്ടാകാനായിട്ടാണെങ്കിൽ പുള്ളിക്ക് ഈ ഖുറേഷി എന്നുള്ള ഖുറേഷി ഫേസ് റിവീൽ ചെയ്ത MI6ന്റെ മുമ്പിൽ പുള്ളിക്ക് ഇതാക്കാം. ബട്ട് സ്റ്റീഫൻ വേറെ എവിടെയെങ്കിലും വെച്ച് പണ്ടേ കൊല്ലപ്പെട്ടായിട്ട് പുള്ളിക്ക് എപ്പോ വേണേലും ഒരു ന്യൂസ് ക്രിയേറ്റ് ചെയ്യായിരുന്നല്ലോ. ഇത് രണ്ടും കൂടെ എങ്ങനെ ലിങ്ക് ചെയ്ത് എന്തിനാണ്? അതൊരു ലോജിക്കൽ പ്രശ്നമായിട്ട് കരുതാം. പിന്നെ ഈ ഫസ്റ്റത്തെ ആ ഒരു ട്രെയിൻ സംഭവങ്ങൾ കാണിച്ച ആ ക്രെഡിറ്റ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതൊരു ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാഞ്ഞൊരു സാധനമായിരുന്നു. ആ മറ്റേ സ്വാമിയൊക്കെ നല്ലതായിരുന്നു. കത്തിപ്പോകുന്ന ഒരു പക്ഷെ സംഭവമൊക്കെ ഉണ്ടല്ലോ. നല്ലതായിരുന്നു അല്ലേ, ഭയങ്കര നല്ല എഡിറ്റിംഗ് വിഷ്വലി ആയിരുന്നു നല്ലതായിരുന്നു, എനിക്ക് ഫീൽ ചെയ്തത്. അടിപൊളിയായിരുന്നു. നൈസായിരുന്നു. അതിന്റെ ഇതായിട്ടാണല്ലോ, റീറ്റാലിയേഷൻ ആയിട്ടാണല്ലോ ഗുജറാത്തിലെ ഇൻസിഡന്റ്. കലാപം ഉണ്ടായത്. അതെ. അവിടെ ആ പോയിന്റ് വന്ന പാട്ടും, ഐ മീൻ ലൂസിഫർ ആ പാട്ട് തന്നെയാണ്, പക്ഷെ അത് പാടിയ ആനന്ദ് എന്നെങ്ങാണ്ടൊന്നു ആ പാട്ട് പാടിയ ആളുടെ സൗണ്ടും സൂപ്പർ ആയിരുന്നു. നല്ലതായിരുന്നു അല്ലേ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കും അത് ഇഷ്ടപ്പെട്ടു. അത് പുള്ളി ലൈവായിട്ട് അത് പാടുന്നത് ഞാൻ കേട്ടായിരുന്നു. ഇത് ഒരു ആ ഇന്റർവ്യൂല് ഒരു കേട്ടായിരുന്നു ഞാൻ, ഭയങ്കര അത് ഭയങ്കര രസമുണ്ടായിരുന്നു. രസമായിരുന്നു. പൃഥ്വിരാജിന്റെ മോളാ മറ്റേ പെണ്ണിന്റെ അത് സാധനം ഭയങ്കര പാടിയപ്പം നല്ലതായിരുന്നു. ആ കൊച്ചു സൗണ്ട് അലങ്കൃത. അതും അടിപൊളിയായിരുന്നു. നല്ല നല്ല സ്വീറ്റ് ആയിരുന്നു ആ സാധനം കേൾക്കാൻ. അത് ആ സ്റ്റാർട്ടിങ് ഒരു ഹാഫ് ആൻ അവർ സൂപ്പർബായിരുന്നു. എന്റെ ഒരു ഇതില് അടിപൊളിയായിരുന്നു. ലൂസിഫറിന് പറ്റിയ കണ്ടിന്യൂവേഷൻ ആയിരുന്നു.
പക്ഷെ പിന്നെ അങ്ങോട്ട് ആ ഒരു ഡിസ്റ്റർബൻസ് കൊണ്ടുവന്നപ്പോ ആ ഒരു റിവെഞ്ചിന് ഒരു വെയിറ്റേജ് ഉണ്ട്. പക്ഷെ ആ റിവെഞ്ചിന് ഒരു നല്ല വെയിറ്റേജ് ഉണ്ടെങ്കിലും സ്റ്റീഫനും നമ്മുടെ സായിദ് മസൂദുമായിട്ടുള്ള ബന്ധത്തിന് ഒരു ഇമോഷണൽ കോഷ്യന്റ് കുറവാണ്. അതാണ് എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത്. അതിനൊരു ഇമോഷണൽ എനിക്ക് വെയിറ്റേജ്. ഈ ബന്ധത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഒരു കാര്യം ഓർത്ത്. ഈ മറ്റേ ചൈനീസ് പുള്ളി വന്നിട്ട് ഞാൻ ബ്രദർ ഫോർ എ ബ്രദർ എന്ന് പറയുമ്പോ പുള്ളിയുടെ ചെറിയൊരു സാധനമുണ്ട് സൈഡിലോട്ട് നോക്കുന്നത്. സൈഡിലോട്ട് That is ആദ്യം very നോക്കുന്നത്. nice. അത് നല്ലതായിരുന്നു. അത് ഒബ്വിയസ്, അത് ചേട്ടന് വിളിക്കുന്നുണ്ടെങ്കിലും നമ്മൾ സ്വന്തം ചേട്ടനാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. ജതിൻ രാംദാസ് സ്വന്തം ചേട്ടനാണെന്ന് അറിയത്തില്ലല്ലോ. ഇതിനകത്തിൽ അത് അതുകൊണ്ടാണ് കുറച്ചുകൂടെ പറയുന്നുണ്ട്, ഇത് തിബത്തനാന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല അത് ഈ മറ്റേ നിന്റെ തന്ത എന്നുള്ള ആ ഡയലോഗിന്റെ ആ ഗെയിം ഉണ്ടല്ലോ, അത് പൃഥ്വിരാജ് നിർത്തണം ആ പരിപാടി. അത് ഭയങ്കര ഈ പ്ലേയിങ് ക്ലോസ് ടു ദ ചെസ്റ്റ്. അത് എപ്പോ വേണേലും തിരിച്ചടിച്ച് കിട്ടുന്ന ഒരു ഡയലോഗ് ആ സാധനം. മറ്റേ ഫസ്റ്റ് ലൂസിഫറിൽ തന്നെ ഇങ്ങനെ പോന്ന് പറഞ്ഞ കാണിച്ച തന്നെ ഭയങ്കര ആ സിനിമയുടെ ഏക പ്രശ്നം അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതേ സാധനം തന്നെ, അതിന്റെ വെറൈറ്റി സാധനം ഇതിന്റെ അകത്ത് അടിച്ചിരിക്കുക. എന്നെ പറ്റി അറിയാവുന്ന ഒരാളാണ്. അതിന്റെ അകത്ത് സായികുമാറിനെ കൊണ്ട് തിരിച്ച് ചോദിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് കത്തുന്നത്. സ്റ്റീഫന്റെ തന്ത ആരാൻ ചോദിക്കുന്നുണ്ട്. അതാണ് നമുക്ക്. അല്ലെങ്കിൽ അതിനകത്ത് എന്റെ തന്തയല്ല നിന്റെ തന്താന്ന് പറഞ്ഞത്. എന്റെ തന്തയല്ല നിന്റെ തന്താന്ന് പറഞ്ഞിട്ട് അവിടെ കട്ട് ചെയ്തിരുന്നെങ്കിൽ ആ സീൻ എപ്പിക്കായിരുന്നു. ഇത് മറ്റേ തിരിച്ച് സായികുമാർ ഒരു മാസിയും കൊടുത്തു. അതെന്തിനായിരുന്നു? എന്റെ മഞ്ജുവാരിയുടെ ഇതിന്റെ അകത്ത് കൊടുക്കാൻ സായികുമാറിന് അതിന്റെ അകത്ത് കൊടുക്കാം. അയ്യോ, ഞാനെന്നോട്ട് പറയാൻ മഞ്ജുവാരിയുടെ സാരിയുടെ സെലക്ഷനും വളരെ മോശമായിരുന്നു ഗൈസ്. കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് ഡൗൺ ആയിരുന്നു. യോജിക്കുന്നു. കോസ്റ്റ്യൂംസ് പൊതുവെ ഒരു ഭീകരായിരുന്നു എന്ന് എനിക്കും തോന്നിയായിരുന്നു. അതൊരുമാതിരി സിമിന്റ് ചൂട്ടത് സാധനം ഇങ്ങനെ ഇടുമ്പോ കിടിലായിരുന്നു കേട്ടോ. ഞങ്ങളതിന്റെ കളറാണ് ഉദ്ദേശിച്ചത്. അതിന്റെ ആ ഒരു ബോർഡറൊക്കെ ഇങ്ങനെ ഭാരത എന്താ പറയുന്നത് പോട്ടെ. എനിക്ക് ഈ കടകളെ പോലെ വന്നതേ ഇതിന്റെ അകത്ത് BGMല് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ഞാൻ ഇല്ലായിരുന്നു. അതാണ് അടുത്ത പ്രശ്നം. എനിക്ക് കുറെ പാട്ടുകൾ പ്രശ്നമായിരുന്നു. ഞാൻ പറഞ്ഞ ആദ്യത്തെ പാട്ട് അടിപൊളിയായിരുന്നു. പക്ഷെ ഈ സഞ്ചാരം എന്ന് പറഞ്ഞ പാട്ടും ഈ കടവളെ പോലെ റീവാമ്പ് ചെയ്തൊരു സാധനം ഒരാവശ്യമില്ലായിരുന്നു. വേറെ വല്ലതും സാധനം ഇട്ടാൽ മതിയായിരുന്നു. എനിക്ക് സ്റ്റീഫന്റെ BGM കുഴപ്പമില്ലാന്ന് തോന്നി. പുള്ളി ഇൻട്രോയില് വരും. അല്ല, സ്റ്റീഫനും പോട്ടെ, ഖുറേഷി എന്തിനാണ് ഈ കടവളെ പോലെ കൊണ്ടുവച്ചത് എനിക്ക് മനസ്സിലായില്ല. അത് എനിക്ക് മറ്റേ ഗർജിന്ത ഒന്നും എനിക്ക് വലിയതായിട്ടൊന്നും തോന്നിയില്ല സത്യം പറഞ്ഞു. അത് എനിക്ക് പക്ഷെ അത് ആ സിറ്റുവേഷൻ മേക്ക് സെൻസ് ആണല്ലോ. കാര്യം പുള്ളി ഞാനിപ്പോഴും പുള്ളി ഫിർസ് എന്തായാണല്ലോ, ഞാനിപ്പോഴും ചത്തിട്ടില്ല എന്നുള്ളതാണല്ലോ. അപ്പൊ അതിന് മാച്ച് എനിക്കതാ തോന്നിയ സിറ്റുവേഷന് മാച്ച് ആയിട്ട് കുഴപ്പമില്ല. പക്ഷെ സഞ്ചാരവും മറ്റേ ഈ റീഡു ഓഫ് ഇതും എനിക്ക് കടവുളെ പോലെ എനിക്ക് ഒട്ടും ഇതായില്ല. എനിക്ക് ദീപക് ദേവിന്റെ ഈ പശ്ചാത്തല സംഗീതത്തിൽ ഈ മറ്റേ അതായത് നമ്മുടെ ബോറിസിനെയൊക്കെ കാണിക്കുമ്പോഴേ, ജെറോം ഫ്ലിന്റെ ഒക്കെ സീൻ കാണിക്കുമ്പോഴത്തേക്കൊക്കെ അവിടെയൊക്കെ BGMന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അതായത് ഈ തെലുങ്ക് പടത്തിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഈ ഫോറിൻ നാഷണൽസിനെ അല്ലെ ഫോറിൻ സീനൊക്കെ കൊണ്ടുവരും, ഫോറിൻ ആൾക്കാരെയൊക്കെ കൊണ്ടുവരും. എന്നിട്ട് അതിന്റെ അകത്തോട്ട് കൊണ്ട് ഈ ഇങ്ങനത്തെ BGM കൊണ്ട് കുത്തിക്കയറ്റിയ പോലത്തെ ഒരു അവസ്ഥയാണ്. ഞാനിങ്ങനെ ഓർത്തു, ഈ ഇംഗ്ലീഷ് പടത്തിലൊന്നും അങ്ങനത്തെ സാധനമൊന്നും ഉണ്ടാവില്ലല്ലോ, അങ്ങനത്തെ ഈ കൂറ BGM ഒന്നും ഉണ്ടാവില്ലല്ലോ. അവിടെ എനിക്ക് അതൊരു പോരായ്മയായിട്ട് തോന്നി. അതിന്റെ ആവശ്യമില്ലായിരുന്നു. ഒരു കാര്യമില്ല, അവരെന്തോ സംസാരിച്ചോണ്ടിരിക്കുക, അതിന്റെ ഇടയിൽ ചുമ്മാ ഇങ്ങനെ അതായത് പുള്ളി വരുമ്പോഴേക്ക് ഉള്ള ഇൻട്രോയ്ക്ക് ഒരു ഇത് അത് വേണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ പറഞ്ഞ പോലെ ഈ ഒന്നെങ്കിൽ ഇതിപ്പോ നാട്ടില് കുറച്ച് പുറത്ത് വിദേശത്ത് കുറച്ചായിട്ടാണല്ലോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ വിദേശത്തെ ഭാഗങ്ങൾ തന്നെ കംപ്ലീറ്റ് ആയിട്ടൊരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. ഇപ്പം നമ്മുടെ പൃഥ്വിരാജിന്റെ ഇവിടെയൊക്കെ പോലെ പൂർണ്ണമായും പുറത്ത് ഷൂട്ട് ചെയ്ത ഒരു ഐറ്റമായിട്ട്. അവിടെ എന്ത് ലാംഗ്വേജ് ആയിരിക്കും വരുന്നത്? ലാംഗ്വേജ് മലയാളത്തിൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഭയങ്കര കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ വരും ഇതിന്റെ അകത്ത്. അതാണ് മെയിൻ പ്രശ്നം. ഈ അവസാനത്തെ എനിക്കൊരു സീൻ എനിക്കത് മിനിമലാക്കി വെച്ചത് നല്ലായിരുന്നു. കാരണം ഷെൻട്രൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും പുള്ളിയുടെ മുഖത്തെ ഒരു മുഖഭാവം ഭയങ്കരമായിട്ട് മാറും. ഹി ഫീൽസ് ത്രെറ്റൻഡ് എ ബിറ്റ്. ഇതുവരെ പുള്ളി ഭയങ്കര സട്ടിലായിരുന്നു.
പൃഥ്വിരാജ് അവസാനത്തെ ഇന്റർവ്യൂക്ക് എന്തോത്തില്ലാത്തോ പറയുന്നുണ്ട്. ഈ സ്റ്റീഫൻ ഒരു വട്ടം ആകെ ഇതാത്തിട്ടുണ്ടാവുന്നുള്ളൂ, അത് ഇതിന്റെ അകത്ത് കാണുമെന്ന്. അല്ല, ഞാനിത് ഇങ്ങനെ പറയാൻ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഇപ്പൊ പുറത്തെ വിദേശ രാജ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് സാധാരണ നമ്മുടെ ഇതില് കാണിക്കുന്നത് ഈ മറ്റേ പരസ്പരത്തിന്റെ അകത്തൊക്കെ ഉള്ള പോലെ ബാക്ക്ഗ്രൗണ്ടില് ഈ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഇമേജ് ഒക്കെ വെച്ചിട്ടുള്ള പരിപാടികളാണല്ലോ. ഇത് അങ്ങനെ അല്ലല്ലോ. ഇത് ആക്ച്വലി വിഷ്വലി കാണാൻ നല്ലതായിരുന്നല്ലോ. പക്ഷെ അവിടെ പ്രശ്നം വരുന്നത് ലാംഗ്വേജിന്റെ പ്രശ്നം വരും. കാര്യം ഒബ്വിയസ്ലി നമ്മുടെ ഖുറേഷിയുടെ എന്താ പറയുന്നത് ലാംഗ്വേജ് വരുമ്പോൾ ഇച്ചിരി പ്രോബ്ലമാറ്റിക് ആണ്. ഇന്റർനാഷണൽ പടം നമ്മള് കണ്ട ഓർമ്മയില്ല, അജിത്തിന്റെ മറ്റേ ആയിട്ടുള്ള ആ ഫീൽ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബട്ട് ഇവരിപ്പോ ഈ കൊണ്ടുവന്നതിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഫീൽ ഇല്ലല്ലോ. പക്ഷെ അത് കുറച്ചുകൂടെ അതായത് കെയുടെ സ്റ്റോറി കാണിക്കുമ്പോഴത്തേക്ക് എന്താണേലും ഈ നാട്ടിലായിരിക്കത്തില്ലല്ലോ. അത് തന്നെ സെപ്പറേറ്റ് വന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ ആലോചിച്ചു. ഒരു മലയാളം പടം ആ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് ഇറക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ ഒന്ന് ചിന്തിച്ചു നോക്കിയത്. ഈ അപ്രോച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. നാട്ടില് കുറച്ച് ഭാഗം, പിന്നെ സൈമൾട്ടേനിയസ് ആയിട്ട് വരുന്ന കാര്യങ്ങള്, അതൊക്കെ. പിന്നെ ഇവർക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി എന്താന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് തന്നെ ഇവര് കെയുടെ സ്റ്റോറി കൊണ്ടുവരണമായിരുന്നു ഫസ്റ്റ്. ഈ മസൂദിന്റെ സ്റ്റോറിക്ക് വരും കെയുടെ സ്റ്റോറി കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ഷട്ട് അപ്പ് എ ലോട്ട് ഓഫ് മൗത്ത്സ്. പക്ഷെ മസൂദിന്റെ സ്റ്റോറി അതിന് മാത്രം ഇല്ല. തുടക്കത്തിൽ ആ ഒരു പോർഷൻ, അവന്റെ ആ ഒരു കുട്ടിക്കാരൻ കാണിക്കുന്ന ആ ഒരു ആ റൈറ്റും മറ്റു കാര്യങ്ങളും കാണിക്കുന്നത്, പിന്നെ റിവെഞ്ചിന്റെ പോർഷൻ, അതല്ലാണ്ട് പിന്നെ പൃഥ്വിരാജ് ആ മറ്റേ കൊച്ചിനെ രക്ഷിക്കുന്ന സമയത്ത് പുള്ളിയുടെ ആ ഒരു പാസ്റ്റ് കാണിക്കും. അത്രേ ഉള്ളൂ മസൂദിന്റെ ആ ഒരു ഈ ഒരു 3 ഇതല്ലാണ്ട് മസൂദിന്റെ വേറെ എവിടെയെങ്കിലും വരുന്നുണ്ടോ? മസൂദിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. അതാണ് പ്രശ്നവും. കാരണം ഇത് അവിടെ ഇവിടെ തൊടാതെ നിൽക്കുന്നതാണ് ഒരു കുഴപ്പമില്ല. അപ്പൊ അത് വന്ന് ഈ കുറച്ച് ആകെ 3 സീനിലാണ് മസൂദിന്റെ കഥ പറയുന്നത്. അതാണ് പ്രശ്നം. പക്ഷെ അത് കുറച്ചേ ഉള്ളെന്നുള്ളതാണ്. ആകെ 3 സീനിലേ പറയുന്നുള്ളൂ. ഒന്നെങ്കിൽ മൊത്തം നല്ല ഡെപ്തോടുകൂടി വരണം, അല്ലെങ്കിൽ വരരുത്. ഇത് അവിടെ വന്നില്ല, ഇവിടെ മറ്റേ എന്താ ഫോട്ടോ വെച്ച് ഇറങ്ങുകയും ചെയ്ത് എന്നാ മട്ടാഞ്ചേരിയിൽ എത്തിയില്ലെന്ന് പറയുന്നു. 3 സീനില് കാണിച്ചപ്പോ തന്നെ ലാലേട്ടന്റെ ഇമ്പോർട്ടൻസ് പോയി, മസൂദിന്റെ കഥയായി എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് മുഴുവൻ ത്രൂ ഔട്ട് അവര് മസൂദിന്റെ കഥ പറയുകയാണെങ്കിൽ മസൂദ് എന്ന് പറഞ്ഞിട്ടുണ്ടോ വരും പടത്തിന്റെ പേര്? അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇതിന്റെ അകത്ത് എന്താണെന്നറിയോ, ഇതിന്റെ അകത്ത് ഈ മസൂദ് എന്ന് പറയുന്നത് പുള്ളിയുടെ ഒരു ജനറൽ ആണ്. അതായത് ഈ പറയുന്ന നമ്മുടെ ഖുറൈശിയുടെ ജനറൽ. അവര് തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടെ കാണിക്കുന്ന ഒരു സിനിമ. ഒരു മെന്റർ, അതായത് മസൂദും ഒരു മെന്റർഷിപ്പ് ഉണ്ടല്ലോ ഇതിന്റെ അകത്ത്. അതായത് പുള്ളി എങ്ങനെ ഗൈഡ് ചെയ്തു, ഒരു ഫിഗർ ആയിട്ട് ഇവന്റെ ലൈഫിൽ നിന്നു എന്നുള്ളത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാമായിരുന്നു. അത് കാണിക്കുവാണെങ്കിൽ ഖുറേഷിയുടെ പാസ്റ്റും കാണിക്കേണ്ടി വരും. അപ്പൊ അത് തേർഡ് പാർട്ടിൽ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം തേർഡ് പാർട്ടിൽ എന്തൊക്കെയാ അപ്പൊ കാണിക്കണ്ടേ? സ്റ്റീവൻ ഖുറേഷി ആവുന്ന കാണിക്കണം, ഇവര് തമ്മിലുള്ള ബോണ്ട് കാണിക്കണം, റിക്യുനും ആയിട്ടുള്ള ഫൈറ്റ് കാണിക്കണം, നെടുമ്പള്ളിയിൽ എന്ത് നടക്കുന്നത് കാണിക്കണം. ഇതെല്ലാം കൂടി തേർഡ് പാർട്ടി നെടുമ്പള്ളിയിൽ കാണിക്കാനായിട്ട് ഇനി അധികം സ്റ്റീഫൻ ഇല്ലേ? അല്ല, അതുകൊണ്ടാണ് മിക്കവാറും റിക്യൂൺ മറ്റേ നെടുമ്പള്ളിയിൽ ഒരു ചൈനീസ് റെസ്റ്റോറന്റ് ഇടാൻ വരുമ്പോ അതിന്റെ പേരിലുണ്ടാകുന്ന പ്രശ്നം അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. ഇല്ല, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റീഫനെ ഇതിൽ കൊല്ലുന്നത് വഴി, അല്ലെങ്കിൽ സ്റ്റീഫന്റെ ഡെത്തോട് കൂടി ആ നെടുമ്പള്ളി പോർഷന്റെയും കൂടെ അവസാനമാണ് അവർ ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് മാത്രമല്ല, മഞ്ജു വാര്യറിനെ പ്രോപ്പറായിട്ട് ഒരു ലീഡറിനെ അവിടെ കൊണ്ടുവന്ന് പുള്ളി ഇരുത്തുകയും ചെയ്തു. എന്താ ടൊവിനോയുടെ ക്യാരക്ടർ ഭയങ്കര സ്റ്റേബിൾ അല്ലാത്ത ഒരു ക്യാരക്ടർ ആയിരുന്നു. അന്നേരം സ്പീച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ ഒരു സ്റ്റേബിൾ അല്ലാത്ത അന്നേരം തന്നെ നമുക്കൊരു ഡൗട്ട് തോന്നാവുന്ന രീതിയിലാണ്. പക്ഷെ ഈ പുള്ളിക്കാരി ആദ്യം തൊട്ടേ നല്ല ഒരു പോസിറ്റീവ് ക്യാരക്ടർ ആയിട്ടാണ് കാണിക്കുന്നത്. ഇനി പുള്ളിക്കാരിയെ കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞാൽ ഇനി നെടുമ്പള്ളിയിലെ കാര്യം കാണിക്കും എന്ന് എനിക്കും തോന്നുന്നില്ല. അത് മാത്രമല്ല, റിക്യുന്റെ ക്യാരക്ടർ പറയുന്നുണ്ട് എന്താ ഐ വോണ്ട് ടു നോ ഹിസ് പാസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പം ഉള്ളതെല്ലാം ഇന്റർനാഷണൽ കാര്യങ്ങളായിരിക്കും. ഇനിയായിരിക്കും അവരുടെ ഒരു എന്താ പറയുക പാസ്റ്റും കാര്യങ്ങളൊക്കെ. ഇനി അവര് റിവീൽ ചെയ്യേണ്ട ഈ ശരിക്കും സ്റ്റീഫന്റെ അപ്പൻ ആരായിരുന്നു, അയാൾക്ക് ഈ പറയുന്ന പോലെ മാഗ്നം ആക്സസ് പോലത്തെ ഒരു വലിയ ലോകം വ്യാപകമായിട്ട് കിടക്കുന്ന ശക്തിയുടെ ഒരു ശാഖയിലെ ഒരാളാണോ എന്നുള്ളതും കൂടെ അറിയണം. കാരണം അപ്പൊ അങ്ങനെ ചക്രപാണി അത് മെൻഷൻ ചെയ്തില്ല. ചക്രപാണിയുടെ തിയേറ്റേഴ്സിലെ ചെറിയ വാക്കുകൾക്ക് വ്യത്യാസമുണ്ട്. അതെ, എന്റെ തിയേറ്ററിൽ പറഞ്ഞത് മാഗ്നം ആക്സസ് ദി ഇൻഡോ സീനായി
നെക്സസ് എന്നുള്ള രീതിയിൽ, സോറി മാഗ്നം ആക്സസ് എന്ന് പറഞ്ഞാല് മറ്റേ അറബ് മറ്റേ സോറി ഈ ഷെൻട്രയാഡും ഈ പറയുന്ന ചൈനീസ് ആഫ്രോ ചൈനീസും. ലൂസിഫർ ആക്സസ് ഇസ് ബേസിക്കലി മറ്റേ ഇൻഡോ സിനായി എന്ന് പറഞ്ഞ, ഇൻഡോ അറബ് എന്നല്ല പറഞ്ഞ, ചില സ്ഥലത്ത് ഇൻഡോ അറബ് എന്ന് പറഞ്ഞ, ചില സ്ഥലത്ത് ഗോഡ് ആക്സസ്. ഈ ഷെൻട്രയാഡിന്റെ തന്നെ ഗോഡ് ആക്സസ് എന്നും അതെനിക്ക് തോന്നുന്നു ഞാൻ കണ്ട തിയേറ്ററിൽ മാഗ്നം ആക്സസ് എന്നോ അങ്ങനെ എന്തോ ആണ്. നിനക്ക് മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളത്. ഇപ്പം നമ്മൾ മൂന്നുപേരും UK, കാനഡ നാട്ടിൽ നിന്നും കണ്ടവർക്ക് ആ വ്യത്യാസം വന്നു. നിനക്ക് മാത്രമേ അത് UK-യുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യം തൊട്ടേ കഴിഞ്ഞ നമ്മുടെ പോഡ്കാസ്റ്റിൽ ഞാൻ പറഞ്ഞു. അതാ ഞാൻ പറയാൻ വന്നേ. പൃഥ്വിരാജ് ആദ്യം തൊട്ടേ പറയുന്നുണ്ട് ചെറിയ പട എല്ലാരും കിടന്ന് ചുമ്മാതെ എന്താ വലിയ പടാന്ന് പറഞ്ഞ് എക്സ്പെക്ടേഷൻ കൂട്ടരുതെന്ന് പറയുന്നുണ്ട്. ആൻഡ് ദെൻ ഐ ടോട്ടലി അഗ്രി വിത്ത് ദം. പകുതി മുക്കാലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒത്തിരി എക്സ്പെക്ട് ചെയ്യുമ്പോഴാണ്. ഐ ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ്. എനിക്കൊരു മിക്സ്ഡ് റിവ്യൂ ആണെന്ന് അറിഞ്ഞപ്പോ തന്നെ ഐ വാസ് ലൈക്ക് ദിഗംബരം പോയ പോലത്തെ ഒരു മനസ്സ് വെച്ചിട്ടാണ് ഞാൻ പോയത്. ആൻഡ് ഐ വാസ് വെരി ഹാപ്പി വിത്ത് ദ മൂവി. ഓക്കെ, അതല്ല ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ UK-ലിരുന്നാണ് പടം കണ്ടത്. സോ എവ്രിബഡി നോസ് ദാറ്റ് അവര് UK-ലെ കുറെ സീൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. വാട്ടർലൂ സ്റ്റേഷൻ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മുടെ ഇച്ചിരിയല്ലേ ഉള്ളൂ. ഞാനത് ഓർത്തു ഇവരെന്തോ ക്ലോസ് ഡൗൺ ആയെന്ന് അത് ചുമ്മാ ഇങ്ങനെ പറഞ്ഞു പോകുന്നു. എന്തായാലും ക്ലോസ് ഡൗൺ കാണിച്ചു. ഞാനിങ്ങനെ ആലോചിക്കാം, ട്യൂബ് എന്ന് പറയുന്ന സാധനം ഇറ്റ്സ് ത്രൂ ഔട്ട്. അത് നമ്മുടെ ട്രെയിൻ സിസ്റ്റം പോലെ തന്നെയാണ്. ട്യൂബ് എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് സബ്വേ ട്യൂബ്. അതിവിടെ എല്ലായിടത്തും ഉണ്ട്. ഇവർ ഈ തിരക്കുള്ള വാട്ടർലൂല് പോയിട്ട് അത് ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. തിരക്കില്ലാത്ത ഏതെങ്കിലും കൊച്ചു സ്റ്റേഷനിൽ ഷൂട്ട് ചെയ്തിട്ട് വെളിവശം വാട്ടർലൂ കാണിച്ചാൽ മതി. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്തിനാ ഇത്രയും തിരക്കുള്ള ക്ലോസ് ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ശരീരം കിടക്കുന്നതെല്ലാം കാണിക്കാൻ എന്തിനാ അവരത് അല്ല ബ്രഹ്മാണ്ടം നമ്മൾ അറിയത്. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഇറാഖാന്നും പറഞ്ഞുകൊണ്ട് അവര് ഇന്ത്യയിൽ എവിടെയല്ല ഷൂട്ട് ചെയ്തത്. ചെന്നൈ ആയിരുന്നു അത്. ലഡാക്ക് കൊറക്കോഷ് ചെന്നൈയും മറ്റേ സെനഗള്. അപ്പൊ അത് നമ്മളെ അങ്ങനെ ചെന്നൈയിൽ സെറ്റ് അത് അപ്പൊ അങ്ങനെ ഒരു ഇത് കാണിച്ചിട്ടുണ്ട് നമുക്ക്. ബട്ട് അത് നമ്മൾ ബി വേ സാറ്റിസ്ഫൈഡ് വിത്ത് ആയിട്ട്. എനിക്കത് തോന്നിയതേ ഇല്ല ഇറാഖ് അല്ലെന്നോ വേറെ സ്ഥലം അല്ലെന്നോ എനിക്ക് തോന്നിയത്. ദേ കുഡ് ഹാവ് ഡൺ ദാറ്റ് വിത്ത് വാട്ടർലൂ സ്റ്റേഷൻ തിങ് ഓൾസോ. കാരണം പൃഥ്വിരാജ് ഇത് വാട്ടർലൂല് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക് റിയലി, ഞാൻ ഭയങ്കര എന്താ പറയുന്നത് ഡംഫൗണ്ടഡ് ആയിരുന്നു. സോ ഐ വാസ് ലൈക്ക് വൈ വുഡ് യു സേ സംതിങ് അങ്ങനെ. ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്തു, അവിടുത്തെ പെർമിഷൻ കിട്ടാൻ പാടായിരുന്നു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ അത് വി എക്സ്പെക്ടഡ് സംതിങ് എൽസ്. ഞാൻ എക്സ്പെക്ടഡ് സംതിങ് എൽസ്. ഒരു കാര്യം പറട്ടെ, എനിക്ക് തോന്നുന്നത് പൃഥ്വിരാജ് ഐ തിങ്ക് ഹാവ് ഷോട്ട് ലോട്ട് ഓഫ് സീൻസ് ഫോർ പാർട്ട് 3 ഈ പറഞ്ഞ സ്ഥലത്തില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ അത് ഇപ്പൊ ഈ ഒരു എന്താ പറയുന്ന ഇന്റർവ്യൂസിലൊന്നും വന്ന് ഇതിനെ കുറിച്ച് പറയാൻ പാടില്ല. ഞങ്ങളുടെ തിയേറ്ററിൽ ഇരുന്നവരെല്ലാരും ഒരേപോലെ ഞാൻ കേട്ടതാണ് ഈ വാട്ടർലൂല് പോയിട്ട് ഇതാണ് ഇവന്മാര് ഷൂട്ട് ചെയ്ത് വെച്ചെന്ന്. ഇത് ഏത് ട്യൂബിൽ വേണമെങ്കിലും അവന്മാർക്ക് ഇത് പോയിട്ട്, ഇത് ട്യൂബ് എന്ന് പറയുന്ന സാധനം UK ത്രൂ ഔട്ട് ഉള്ളതാ. ഇത് ഏത് ട്യൂബിൽ പോയി തിരക്കില്ലാത്ത ഏതെങ്കിലും പട്ടിക്കാട് സ്റ്റേഷനിൽ പോയാലും അവർക്ക് ഇത് ഷൂട്ട് ചെയ്യും. അത് ആരും അറിയത്തില്ല. അതുമല്ല വാട്ടർലൂലെ ആൾക്കാർ, ഞാൻ പറഞ്ഞല്ലോ ക്രൗഡ് ഭയങ്കരമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത്രയും പ്രശ്നം ട്രാഫിക് ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നു. ഒരു ദിവസം അത് മൊത്തം അടച്ചിടേണ്ട കാര്യമില്ലായിരുന്നു. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഇട്ടോണ്ട് പോയ ബോംബ് സ്ക്വാഡ് ഈ സിനിമ മാത്രമുള്ളതാ പറയുന്നത്. അടുത്ത കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ്യൂം ഭയങ്കര CID മൂസയില് വരെ ദിലീപ് ഇട്ടിട്ടുള്ള സാധനം അതുപോലും കിട്ടിയില്ല അവർക്ക്. I mean, they were so surprised that one guy even asked നിങ്ങൾ ചന്ദ്രനിലേക്ക് അങ്ങനത്തെ ലെവലിൽ കിണ്ണൽ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഇട്ട ഒരു മെറ്റൽ ഡിറ്റക്ടർ ആയിട്ടാ പോകുന്നത്. എന്താണ് വാട്ടർലൂവിന്റെ സബ്വേയുടെ കാര്യം പറഞ്ഞത് പൃഥ്വിരാജ് ബോംബ് ഓടിക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അതെന്തോ പെർമിഷൻ കിട്ടാഞ്ഞിട്ട് എന്തോ വീണ്ടും പെർമിഷന് വേണ്ടി പോയി അങ്ങനെ എന്തൊക്കെയോ ഒരു ഞാൻ ഇന്റർവ്യൂ കേട്ടായിരുന്നു. അപ്പം ചിലപ്പം ബോംബ് ഓടിക്കാൻ സമ്മതിക്കാത്തതുകൊണ്ടായിരിക്കും. ലണ്ടനിലുണ്ടോ എന്നറിയില്ല. അമേരിക്ക പോയത് ഈ ഒറ്റ സീനിന് വേണ്ടിയിട്ടാണോ? മറ്റേ ഇവരെ മറ്റേ അവളെ ഷുഗറിനുള്ള മരുന്ന് കുത്തി കയറ്റിയിട്ട് പുള്ളി ഇരുന്നത്തില്ല ഒരു വീൽ ചെയറിൽ ഗോവർദ്ധന്റെ. ആ ഒരു ഒറ്റ സീനിന് വേണ്ടിയിട്ട് അമേരിക്ക പോയെന്ന് പറയുന്നത് മേൻ
അല്ല ഈ അതായിരിക്കത്തില്ല, ശങ്കറിനെ ആരും ചിലപ്പോ അത് കളിയാക്കല്ലേ തേർഡ് എൺപതായിട്ട് പോർഷനിൽ വെയിറ്റ് ചെയ്ത് ചിലതൊക്കെ എടുത്തിട്ടുണ്ടാവും ഇവിടെ, നമുക്ക് ആ അറിയില്ലല്ലോ. ഇതാണ് കാരണം എന്റെ ഒരു അതെ വിശ്വാസം. എന്റെ ഒരു വിശ്വാസം അതാ, ഞാനിപ്പോ അങ്ങനെ സമാധാനിക്കുന്നത്. ഒരു സീൻ എന്തായെന്ന് പറയും, ഈ കുറെ റിയൽ സിനിമ എന്തൂസിയസ്റ്റ് ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ നമുക്കാണെങ്കിലും ചിലപ്പോ തോന്നത്തില്ല ഈ തെലുങ്ക് സിനിമ തെലുങ്കിൽ തന്നെ കാണുന്നത്. അവരെവിടെ ഇത് പെട്ടുപോയത്, മറ്റേ ചില ഇംഗ്ലീഷ് സീക്വൻസോ ഹിന്ദി ഒക്കെ വരുന്ന സമയത്ത് സബ്ടൈറ്റിൽ മലയാളത്തിൽ വരും. അവരോ ഓ, സബ്ടൈറ്റിലായിരുന്നോ മലയാളം? ഞാൻ വിചാരിച്ചു അത് അവർ ചേഞ്ച് ചെയ്ത് കാണുന്നു. സബ്ടൈറ്റിൽ ഓ മലയാളമായിരുന്നു. സബ്ടൈറ്റിൽ സാഡ്. മലയാളത്തിൽ വരും. പക്ഷെ പുള്ളിയാണെങ്കിൽ ഏതോ ഒരെണ്ണത്തിന്റെ അകത്ത് വന്ന് പോയതോ പറഞ്ഞു, ഞങ്ങള് ഭയങ്കരമായിട്ട് ഇതിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാരും അവനവന്റെ ഭാഷ തന്നെ പോയി കാണണം എന്നൊക്കെ പറഞ്ഞല്ലോ. സബ്ടൈറ്റിൽ അപ്പൊ ഇംഗ്ലീഷിലായിരിക്കുമല്ലോ. ഞാൻ കണ്ടതില് ആ, ഇംഗ്ലീഷിലായിരുന്നു സബ്ടൈറ്റിൽ എന്ന് എനിക്ക് അല്ല ആ തോന്നുന്നു. തമിഴിലൊക്കെ നല്ല സബ്ടൈറ്റിൽ അല്ലടാ, പ്യുവർ പടത്തിനകത്ത് ആയിട്ടാണ്. ഇവിടെ എംബഡ് ചെയ്ത മലയാളത്തിലായിരുന്നു. സബ്ടൈറ്റിൽ. ഓ അത് അത് മിക്ക തമിഴിലൊക്കെ പടങ്ങളും കിടിലൻ ഡബിങ് ആണെന്നാണ് അവര് അവകാശപ്പെടുന്നത്. ഞാൻ കണ്ടില്ല, ഇറങ്ങുമ്പോ തമിഴ് ഡബ്. അതെ. മരക്കാറിന്റെ ഡബിങ്ങിന് ഞാൻ സാക്ഷി, അടിപൊളിയായിരുന്നു. ഉം. ഇതിന്റെ പുറകിലുള്ള അല്ല, ഒരു കാര്യം കൂടെ പറയാം. ഈ ലൂസിഫറിലെ സീനുകളൊക്കെ റീഹാഷ് ചെയ്താണ് എമ്പുരാനിൽ വന്നത് എന്നുള്ള ആക്ഷേപത്തിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? Yes. എനിക്കും ഉണ്ട് പേഴ്സണലി ഫീൽ കൊറേ ചെയ്തു. ലൂസിഫറിലെ കൊറേ സാധനങ്ങള് വെച്ച് ഇതിന്റെ അകത്ത് മാസ് ഉണ്ടാക്കാൻ ശ്രമിച്ചു, പക്ഷെ അതെല്ലാം ചീറ്റിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നിനക്ക് ജംഗിൾ പുളി ഇഷ്ടപ്പെട്ടില്ലേ? ജംഗിൾ പുളി ഇല്ല, അതിന്റെ അകത്തെ പാട്ട് ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ അകത്തിലെ മറ്റേ ടേജിങ് അതുപോലെ കടവുള പോലെ സ്റ്റേജിങ് അതുപോലെ പറയാൻ വേണമെങ്കിൽ പറയാനേ ഉള്ളൂ. കാട്ടിലെ ഒരു പക്ഷെ അതിന്റെ അത് വേണമെങ്കിൽ പറയാനേ ഉള്ളൂ. ഈ വേറെ കുറെ സാധനങ്ങള്, ഈ നിന്റെ തന്താന്ന് പറഞ്ഞ മാസ് ഡയലോഗ് വീണ്ടും ഇറക്കാൻ നോക്കി ചീറ്റി. പിന്നെ മറ്റേ അവസാനം അത്തെ ഫൈറ്റില് രണ്ടുപേരും മറ്റേ മോഹൻലാല് കറങ്ങി എന്റെ പിള്ളേരെ തൊടുന്നോടാന്ന് ചവിട്ടത്തില്ല, അത് രണ്ട് ഓ, പൃഥ്വിരാജ് ആ മോഹൻലാൽ ചവിട്ട്, ചെയ്യാൻ നോക്കി. അതെ അതെ, അത് ഫസ്റ്റ് പടത്തിൽ വർക്ക് അത് ചെയ്തെന്നും അത് പറഞ്ഞുകൊണ്ട്. മോശമായി. ശരി, അത് ഞങ്ങൾ രണ്ടുപേരും ടീം കൂടെ. ആടാന്നൊക്കെ ഉള്ള രീതി കാണിക്കുന്നത് അത് ശരിയാണ്, അല്ല, അതെനിക്ക് അത് പിടിക്കും. പ്രശ്നം എന്താന്ന് ഭയങ്കര വെച്ചാൽ മതമായിരുന്നു. അവരുടെ ഹൈറ്റ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഇച്ചിരി പ്രശ്നമായിട്ട് തോന്നുന്നത്. ഇനി രണ്ടുപേര് അത് ഭയങ്കര ചവിട്ടുമ്പോഴേ അല്ല, മതമാണ്. അത് അതിന്റെ മോഹൻലാൽ ആവശ്യമില്ലായിരുന്നു. റോഡിലേക്ക് പോയി. കാല് വെക്കാൻ വയ്യാത്തയാ. ആ കോട്ടുള്ളി കറക്റ്റ്. കളയേണ്ട മതി. അത് പറയാത്ത ഓർത്തോണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷെ അതിനിപ്പോ വേണ്ടത് ലാലേട്ടന്റെ കാല് വെക്കാൻ അത് വയ്യാത്തോണ്ട്. ഭയങ്കര മതമായിരുന്നു. ഇവര് അല്ലല്ല, നോക്കുമ്പോഴത്തേക്കും കോട്ടിട്ടോണ്ട് പുള്ളിക്ക് കാല് വെക്കാൻ പറ്റും, പക്ഷെ കോട്ടിട്ടോണ്ട് കാല് വെക്കാൻ പറ്റത്തില്ല. കോട്ടിന്റെ ഭാരവാ. എടാ പുള്ളിക്ക് ഇപ്പോഴും പറ്റും. ഇതിന്റെ അകത്തൊരു അല്ല, ഓക്കോഡ്നെസ് എന്താ പറയാ, അതാ ഞാൻ മറ്റവൻ ഹൈറ്റ് പറഞ്ഞു. കാര്യം പൃഥ്വിരാജ് കാല് വെക്കുമ്പോ അവന് ഹൈറ്റ് ഉള്ളത് കൊണ്ട് കുറച്ചുകൂടെ ഹൈ അല്ലേ. പക്ഷെ ലാലേട്ടന്റെ മാക്സിമം പുള്ളി പൊക്കിയായിരുന്നു. പക്ഷെ നമുക്ക് കാണുമ്പോ അതൊരുമാതിരി ഇച്ചിരി വിയേർഡായിട്ട് തോന്നുന്നു. ശരിയാണ്. രണ്ട് ഇതിന്റെ അകത്തൊരു സൈഡിൽ നിന്നും കൂടെ മെയിൻ വിഷയം പൊക്കേണ്ട എന്താ, കാര്യമില്ലായിരുന്നു, അവർക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് അല്ല ആയിട്ട് പൊക്കായിരുന്നല്ലോ. ഈ രണ്ട് റൈറ്റ്. സൈഡിന്റെ മാത്രല്ല, ഈ ഇവൻ മറ്റേ ബാൽസിങ്ങിനെ ഇടിക്കുന്ന സമയത്തുണ്ടല്ലോ, ബാൽസിംഗോ ബൽരാജ് അയാളെ ഇടിക്കുന്ന ബൽരാജ് സമയത്ത് മോഹൻലാല് ബാക്കിയുള്ള നീ അവരെ ഇടിച്ചാൽ ഞാൻ ഇവരെ ഇടിക്കാന്നുള്ള രീതിയിൽ ഓക്കോർഡായിട്ട് രണ്ട് ഫൈറ്റ് നടക്കുന്നു. ഭയങ്കര മതമായിരുന്നു അത്, സത്യം പറഞ്ഞ. കൊറിയോഗ്രാഫറിനെ കുറിച്ച് ഒന്നും പറയാനില്ല, വൃത്തികെട്ട ഫൈറ്റുകളായിരുന്നു സിൽവ. എല്ലാം. ആ. സ്റ്റൺസിൽവെ കൊണ്ട് ഇങ്ങനത്തെ ഒരു മറ്റേ സിനിമ വാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുള്ള ഫൈറ്റ് ഞാൻ ശരിക്കും ആലോചിച്ചായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നു. എന്തിനാണ് സ്റ്റൺ സിൽവയ്ക്ക് എമ്പുരാൻ കൊടുത്തത്. ലൂസിഫറിൽ അത് ഓക്കെ ആയിരുന്നു, പക്ഷെ ഇവിടെ അവര് ഗ്രേഡ് കൂടുമ്പോ ലീവ് ടേക്കറിനെ ഒക്കെ കൊടുക്കണമായിരുന്നു. ലീവ് ടേക്കർ, യാനിക് ബെന്ന്, അങ്ങനത്തെ വലിയ കുറച്ച് ഇന്റർനാഷണൽ ടീമിനെ ഞാൻ കൊണ്ടുവന്നു. പൊതുവെ ഇങ്ങനെ കേട്ടായിരുന്നു, ഇങ്ങനെ വലിയ ആൾക്കാരെ കൊണ്ടുവന്നില്ലെങ്കിലും മാർക്കോ ചെയ്ത ആള് സ്റ്റണ്ട് ഭയങ്കര നല്ലതായിട്ട് ചെയ്തെന്ന് ഞാൻ കേട്ടായിരുന്നു. മാർക്കോ ഏതാ കൊടുത്താൽ മതിയായിരുന്നു എന്ന് ഞാൻ കേട്ടായിരുന്നു. കലേ കിങ്സൺ ചെയ്താലും മതി, സത്യം. അത് ഇതിനു മുമ്പ് ഷൂട്ട് ചെയ്തോണ്ട് അൻവറിന്റെ കൊടുത്താൽ അൻവർ ഇപ്പൊ പക്ഷെ അവസാനത്തെ 2 പടം കുറെ റിപ്പീറ്റ് സാധനങ്ങളുണ്ട്. അവര് പക്ഷെ ചെയ്ത് ഇതായതാ, അവരെല്ലാ സിനിമയിലും ഇപ്പൊ അൻവർ തന്നെ. അവരുടെ ഒരു പ്രശ്നം എന്താ പറയുക, അൻവറിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി ഇല്ലായ്മയുണ്ട്. അവർ ആദ്യമേ ഭയങ്കര ഗ്രൗണ്ടഡ് ഫൈറ്റ് ആവും, പിന്നെ മറ്റേ ഇടിച്ചാ പറന്നു വന്ന ഫൈറ്റ് വയ്ക്കും. പക്ഷെ അത് ഡയറക്ടേഴ്സ് പറയുന്നതനുസരിച്ചല്ലേ. അത് അവരുടെ ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്ന പടങ്ങളിലല്ല, അതൊരു പൊതുവെ കണ്ടുവരുന്ന ഒരു പരിപാടിയാണ്. സംഭവം. ഈ വിക്രമിന്റെ അകത്ത് ഒരു മറ്റേ വീട്ടിന്റെ അകത്ത് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്തിട്ടുള്ള ഫൈറ്റ് ഭയങ്കര കിട്ടിലും ഫൈറ്റ് അത്. പക്ഷെ നേരെ മറിച്ച് അവസാനം വിജയ് സേതുപതി ആയിട്ടും ജയിലിന്റെ അകത്ത് ഫൈറ്റ് വരുമ്പോ ഇടിച്ചാ പറന്നു പോകുന്നു. ഇച്ചിരി മറ്റേ ഓവർ ദ ടോപ്പ് ആകുന്നുണ്ട്. ലിയോയ്ക്കകത്ത് എങ്ങനെയായിരുന്നു, ഫ്ലാഷ് ബാക്ക് വന്നപ്പോ ശിവകാശിയിലോട്ട് പോയി അവര് എന്ന് പറഞ്ഞാൽ അങ്ങ് മറ്റേ
വല്ലാത്ത വിജയമായി പോയി. പക്ഷെ നേരെ മറിച്ച് ആ കഫേ ഫൈറ്റ് സീക്വൻസ് ഭയങ്കര കിടിലും ഫൈറ്റ് ഞാനൊരു ആയിരുന്നു അത്. കാര്യം ചോദിക്കട്ടെ, ഞാൻ പൊതുവെ പറയുന്ന മാസ്റ്റർ പീസിലെ സ്റ്റണ്ട് കൊറിയോഗ്രാഫറെ ഇതിൽ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഉണ്ണിമുഖത്തിന്റെ ഫൈറ്റ് പീറ്റർ ആയടാ. നമ്മുടെ പീറ്റർ ഹൈൻഡണ്ണനെ കൊണ്ടുവന്നാ മതിയായിരുന്നു. പീറ്റർ കുറേ പൊളിയല്ലേ. ഇങ്ങനെ ഇരിക്കുന്നു. കിട്ടിയാലേ. കുറേ മറ്റേ പീറ്റർ ഇവരുടെ പണ്ട് മണിമോനെ പഴയ കണ്ടായിരുന്നു. പുലിയായിരുന്നു. അന്യനൊക്കെ കണ്ടിട്ട് നമ്മുടെ കണ്ണു തള്ളിയ സീനൊക്കെ ഉണ്ട് അത്. പക്ഷെ അല്ല ഇപ്പം പുള്ളി ഇച്ചിരി പണ്ട് അടിപൊളിയായിരുന്നു, പക്ഷെ ഇപ്പൊ മോശം അത് എന്റെ ആള്. ചെയ്ത് മോശമല്ല. അല്ല പൊതുവെ ഞാനിങ്ങനെ എന്താണ് ടാംലിയൻസിന്റെ റിവ്യൂ കേട്ടപ്പോഴത്തേന് അവര് പറയുന്നത് ഇത് ഞങ്ങളുടെ ടൈപ്പ് ഫൈറ്റ് അല്ല, ഇത് തെലുങ്ക് ഫൈറ്റ് പോലെ ആയിപ്പോയി ഇതിനകത്തിലെ എല്ലാം എന്നാണ് പറഞ്ഞത്. തെലുങ്കോ എനിക്ക് അല്ല അവരെങ്ങനെ അടിക്കുന്നതെന്ന് ഒരു വീഡിയോ സെൻഡ് ചെയ്യാൻ പറ. അല്ല നിങ്ങൾക്ക് അങ്ങനത്തെ അഭിപ്രായം തോന്നിയെന്ന് ഞാൻ ചോദിച്ചത്. എനിക്കത് കേട്ടിട്ട് എനിക്ക് തെലുങ്ക് ഫൈറ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അവിടെ ഇവിടെ തൊടാത്ത പോലെ തോന്നിയായിരുന്നു ആ പ്രശ്നം. ഈ നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞില്ല, ഈ അമൽനീരത്തിന്റെ ഈ സിനിമയുടെ ഫൈറ്റും സ്ലോ മോഷനൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഭയങ്കര പ്രിസൈസ്. അതിന്റെ അകത്തൊരു ഒന്നും വേണ്ട, ആ മുഖേന്നിലേക്കകത്ത് ആകെ ഒരേ ഇടി ഇടിക്കുന്നുള്ള പക്ഷെ അത് എഫക്റ്റ് വെടിയായിരുന്നു കേട്ടോ. ഭയങ്കര എഫക്റ്റീവ്. അതെ നമുക്ക് അതെ വേദന എടുക്കും. അതും അതും ശ്രദ്ധ അടിക്കുന്ന അടിയാണ്. അല്ല കുഞ്ചാക്കോപൻ അടിക്കുന്നുണ്ട്. വെറുതെ മറ്റേ മീഡിയം വെച്ച് കൊതുകിനെ കൊന്നിരുന്ന മറ്റേ പുള്ളി കണ്ടിട്ട് ഇടിക്കുന്നുണ്ട്. അത് കിണ്ണ സാധനമായിരുന്നു അത്. ഒന്നും വേണ്ട. ഈ വരുത്തിന്റെ അകത്ത് ഫാസ്റ്റ് ഫാസ്റ്റിൽ അങ്ങനെ ഇടിക്കുമ്പോ പോലും ഒരു എഫക്ട്, ഒരു പവർ ഫീൽ ചെയ്യും. അല്ല ഞാൻ ചോദിക്കാനുള്ള കാര്യം, മുമ്പേ സരോജ് കുമാറും അത് മെൻഷൻ ചെയ്തു, നമ്മുടെ ബാഹുബലിക്കകത്തിലുള്ള പോലത്തെ നൈഫ് ത്രോയിങ് എക്സ്ചേഞ്ചിങ് സാധനം വന്നു എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾക്കും അങ്ങനെ ഫീൽ ചെയ്തോ തെലുങ്ക് ഫൈറ്റ്? ചില കത്തിയൊക്കെ ഇച്ചിരി പുരാതന, എനിക്ക് അതിനകത്ത് ചില വെപ്പൺസ് ഒക്കെ ഇച്ചിരി പുരാതന വെപ്പൺ പോലെ. അല്ല ബാഹുബലിയിൽ അത് നല്ലതായിരുന്നു, പക്ഷെ ഇവിടെ അത് അങ്ങനെ ആയില്ല. ഇതിന്റെ അകത്ത് വെപ്പൺസ് ഒക്കെ ചിലത് ഓക്കോടായിരുന്നു. ആ കത്തിയും കുറെ സാധനങ്ങളൊക്കെ മറ്റേ പുരാതനമായിട്ടുള്ള കുറച്ച് ആധുനികമായിട്ടുള്ള കുറച്ച് ആധുനികമല്ല പുരാതനപരമായിട്ടുള്ള ആ ബാഹുബലി സ്പെക്കിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പൊ എനിക്കത് ഒരു പോടെ എന്തുവാ മറ്റേ സാറാ മറ്റേ മധുരയിൽ നിന്ന് വരുന്ന അറുപയൊക്കെ ആണെങ്കിൽ പോലും കുഴപ്പമില്ല. ഇത് ഇതുമാതിരി ഏതാണ്ട് അവിടെ ഇവിടെ കങ്കുവായെന്ന് ബാക്കി വന്ന സാധനങ്ങൾ ഇതിന്റെ അകത്ത് ഇറക്കിയോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എവിടെ 2-3 സീനിനകത്ത് കാട്ടിന്റെ അകത്തുള്ള വൈറ്റ് ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണല്ലോ. ഇപ്പം മറ്റേ ദേവരയിലെ ചെങ്കടലയാണ് കങ്കുവയിലെ കടല്. അവിടുത്തെ സ്രാവെല്ലാം കങ്കുവയിലാണ് വന്നത്. അതുപോലെ ഇവിടുത്തെ വെപ്പൺസ് എല്ലാം എമ്പുരാനിൽ വന്നായിരിക്കും. കങ്കുവേനെയും കൂടെ ഒരു ലൈനിൽ പറയാൻ പോലും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇച്ചിരി കങ്കുവ കിടിലായിരുന്നു. ശരിയാ, കറക്റ്റാ. കങ്കുവ റീ റിലീസ് ചെയ്യണം. ഒരു വട്ടം റിലീസ് ചെയ്തപ്പോ തന്നെ നാട്ടുകാർ തുടങ്ങി, ഇനി റീ റിലീസ് വേണം. കങ്കുവ എമ്പുരാന്റെ കൂടെ ഇറങ്ങുമായിരുന്നു. എമ്പുരാൻ എല്ലാവർക്കും മാസ്റ്റർ പീസ് ആയത്. അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ലൂസിഫറിന് എന്താണ് റീമേക്ക് ചെയ്തോണ്ടാണ് അപ്ഗ്രേഡ് ചെയ്തതുകൊണ്ട് ബെറ്റർ ആയി എന്ന് പറഞ്ഞ പോലെ. ഞാൻ നോക്കിട്ട് ബസൂക്കയും എമ്പുരാനും കൂടെ ക്ലാഷ് പറഞ്ഞായിരുന്നു. അതിന്റെ ആവശ്യമില്ല. പക്ഷെ ബസൂക്ക ട്രെയിലർ കണ്ടിട്ട് എനിക്ക് അത്രയും തോന്നിയില്ല. കോസ്റ്റ്യൂം ഡ്രാമ പോലെ ഉണ്ട്. ഭയങ്കര വയ്യ. അതിനകത്ത് എന്തൊക്കെയോ മമ്മൂട്ടിയെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നവരൊക്കെ. ചിലപ്പോ ഒരു ഗോഡ് ഫാദർ 2 ആവാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്കൊരു അഭിപ്രായം. മലയാളത്തിലെ സോറി ഗ്രേറ്റ് ഫാദർ സോറി ഗ്രേറ്റ് ഫാദർ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ്. അപ്പം ആ ഒരു വർഷം നിങ്ങൾക്ക് എനിക്ക് ട്രെയിലർ ഭയങ്കര നല്ലതായിരുന്നു. ബട്ട് എനിക്ക് അതിനകത്ത് ആലപ്പുഴ എന്ന പേര്, അതെ ഞങ്ങൾ ആലപ്പുഴക്കാരാണ്, മീൻ സരോജ് കുമാർ. ആര് നോക്കുന്നത്? സത്യം പറഞ്ഞില്ലേ, ഇപ്പൊ ഇറങ്ങിയ ഈ 2-3 ട്രെയിലറിനേക്കാൾ ഏറ്റവും കിടിലൻ ട്രെയിലർ മരണമാസിന്റെ ട്രെയിലറായിരുന്നു. അത് ട്രെയിലർ അല്ല, അത് സ്നീക് പീക്ക് അല്ലായിരുന്നു. എമ്പുരാന്റെ ബ്രേക്കിനാണോ അതിന് മുന്നേ ആണോ മരണമാസിന്റെ പ്രോപ്പർ തിയേറ്ററിക്കൽ ട്രെയിലർ അറ്റാച്ച്ഡ് ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഐ എം റിയലി വെയിറ്റിംഗ് ഫോർ ദാറ്റ് ഫിലിം. അതിന്റെ അകത്ത് മറ്റേ അടിപൊളിയായിരിക്കും. അതിന്റെ സ്നീക് പീക്ക് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ട്രെയിലറിന്റെ അകത്ത് ഒരു ചെറിയൊരു ഡയലോഗ് ഉണ്ട്. ഇവന്റെ പേരിൽ എന്താ സാർ കേസ് എന്ന്. ഇവൻ മറ്റേ പോലീസ് സ്റ്റേഷന്റെ ഫോട്ടോ എടുത്തിട്ട് OLX കിട്ടുന്നു ഫോർ സെയിൽ എന്നൊക്കെ. പക്ഷെ അങ്ങനത്തെ ഡാർക്ക് സാധനങ്ങളാ ഫുള്ള്. അതായത് പണ്ട് ടീച്ചർ വഴക്ക് പറഞ്ഞതിന് മറ്റേ ക്ലാസ് റൂം
സ്റ്റാഫ് റൂം കത്തിച്ച് കളഞ്ഞു എന്നൊക്കെ പറയുന്നത് ഭയങ്കര നൈസാണ്. എനിക്ക് തോന്നുന്നത് മറ്റേ രാജേഷ് മാധവനില്ലേ, മറ്റേ ഇതിന്റെ അകത്ത് അവിടെ ഇങ്ങനെ കാണിക്കുന്ന ഒരു പുള്ളിയുണ്ട്, മറ്റേ എന്നാ താൻ കേസ് കൊടുന്ന പറഞ്ഞ സിനിമയ്ക്കകത്ത് കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസ് എന്ന് പറയത്തില്ലേ ഒരു പുള്ളി, യെസ്, അയാള് ഈ മരണവാസിന്റെ അകത്ത് വില്ലനായിട്ട് വരുന്ന ഒരു സൈക്കോ, മറ്റേ റിപ്പർ പോലത്തെ എന്തോ ഒരു ക്യാരക്ടറായിട്ടൊക്കെ. അത് കൊള്ളാം. എനിക്ക് റിയലി വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഈ ആലപ്പുഴ ജിംഖാനയില് ചിലപ്പോ അവൻ ആലപ്പുഴക്കാരനായിരിക്കുമല്ലെങ്കിലും അവൻ ഇനി ആലപ്പുഴ അങ്ങനെ ജിമ്മിൽ പറഞ്ഞ വരുന്നതാണ്. ആശ്വസിപ്പിക്കാന്നേ ഉള്ളൂ. പടം കൊണ്ടുവരുന്ന അങ്ങനത്തെ ഞാൻ അങ്ങനെ നോക്കിയാൽ ഇപ്പൊ മുകേഷ് എല്ലാ സിനിമയ്ക്കകത്തും കൊല്ലംകാരനായിട്ടുണ്ട്. പുള്ളി പക്ഷെ അല്ലല്ല അതുപോലെ അല്ല. കൊല്ലം ആലപ്പുഴ സ്ഥലം ഒരു ന്യൂട്രൽ ആക്സെന്റ് ഉള്ള ആൾക്കാരാണ്. Accent ഉണ്ട്, പക്ഷെ അത് മാത്രമല്ല പുള്ളി എല്ലാ സിനിമയിലും ഇന്ന സ്ഥലത്തു നിന്നാന്ന് പറയുന്നില്ലല്ലോ. ഇത് ആലപ്പുഴ ജിംഖാനാന്ന് പേരിട്ടിട്ട് കൊച്ചി സ്ലാഗ്. അത് ആലപ്പുഴ ജിംഖാനെ വരുന്നതായിരിക്കും മിക്കവാറും. നിങ്ങൾ നോക്കിയോ, അവൻ ആലപ്പുഴക്കാരനൊന്നും ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ ബൈബിൾ റെഫറൻസിന്റെ കാര്യം എന്തോ തോന്നിയേ? ഇച്ചിരി ഓവർ ആയിരുന്നോ? പിന്നെ എല്ല് വന്ന് എല്ലായിടത്തും എല്ല് വരുന്നതിന്റെ ഒരു പരിപാടി. അതിന്റെ ഒരു മീം ഞാൻ കണ്ടായിരുന്നു, മറ്റേ സലീം കുമാറിന്റെ മറ്റേ മെൽക്കോ കോമഡിക്കകത്ത് ഈ എല്ലെല്ലാം കൂടെ ഞാൻ എവിടെ കൊണ്ടുവെക്കോ എന്നുള്ളത്. എന്റെ കൂട്ടുകാരൻ എന്നെ വിളിച്ചിട്ട് അവനിരുന്ന് ഭയങ്കര ചിരി. എന്നിട്ട് അവൻ എന്നോട് അവന് അത് മനസ്സിലായില്ല എന്താ മീം. അവൻ പടം കണ്ടിട്ടില്ലല്ലോ. അവൻ വിചാരിച്ച് സ്റ്റണ്ട് സീനൊക്കെ പുള്ളിയുടെ കിട്ടിയിട്ട് അതൊക്കെ എവിടെ കൊണ്ട് വെക്കുക എന്നുള്ള രീതിയിലാണ് ഓർക്കുന്നതാണ്. ഞാൻ പറഞ്ഞ അതല്ല, പുള്ളി എല്ലായിടത്തും ഒരു എൽ സിംബലിസം കൊണ്ടുവരുന്നുണ്ട്, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പടം കാണാൻ പോവാത്ത ലെവനോട് പടം കാണാൻ പോകാൻ പറഞ്ഞു, നല്ല പടാന്ന് പറഞ്ഞു. ഇല്ല, അവന് പൊതുവെ മലയാളം പടങ്ങളോട് വലിയ താല്പര്യമില്ല, അതാണ്. പിന്നെ എന്നാ പറയരുതെന്ന് പറ, പടം കാണാതെയാണോ കുറ്റം പറയുന്നത്? പുള്ളി മലയാളം പടമല്ല, കേരളത്തിൽ നിന്നുള്ളൊരു കേരളത്തിൽ നിന്ന് വന്നൊരു ഇന്റർനാഷണൽ ഫിലിം എന്ന് പറഞ്ഞാൽ അവന്റെ ഇന്റർനാഷണൽ ഫിലിം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഇതിലുണ്ട്. എമ്പുരാനെ തീർച്ചയായും അങ്ങനെ വേണമെങ്കിലും പറഞ്ഞോട്ടെ. പക്ഷെ ഇതൊരു കംപ്ലീറ്റ്ലി ഇന്റർനാഷണൽ ആ ഒരു ജോഗ്രഫിയിലോട്ട് പോകുന്ന സമയത്ത് ലൈക്ക് വാട്ട് ലാംഗ്വേജ് വിൽ ദ മൂവി കംപ്ലീറ്റ്ലി ബി എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിന്റെ അകത്ത് ഇപ്പൊ നെടുമ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം കാണിക്കുന്നതുകൊണ്ട് മലയാളം വരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ there is no other place where മലയാളം, ബാക്കി ഓരോ ജോഗ്രഫിയാ. ചില സ്ഥലത്ത് വിടാമുയർച്ചി പോലെ ആക്കിയാലും മതിയല്ലോ. നമ്മുടെ ആൾക്കാരൊക്കെ നമ്മുടെ ഇതിൽ സംസാരിക്കുന്നു, പക്ഷെ വേറെ ഫോറിൻ നാഷണൽസ് വരുമ്പം ഈ ഷെൻട്രൈഡുമായിട്ടുള്ള ഒരു ക്ലാഷ് വരുന്ന സമയത്ത് ഒബ്വിയസ്ലി അവിടെ കുറച്ച് ചൈനീസ് അല്ലെങ്കിൽ മാക്സിമം ഇംഗ്ലീഷ് വരും. വേറെ ഇപ്പം ഖുറേഷിയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന സ്ഥലത്ത് പുള്ളിയുടെ കേരളത്തിൽ നിന്നൊരു ജേണി കാണിക്കും, പിന്നെ ഒരു മുംബൈ എന്നുള്ള ഒരു ജേണി. ഇപ്പം അത് നമ്മൾ അസ്യൂം ചെയ്യുവാണെങ്കിൽ അങ്ങനെ ഒന്നും കാണിക്കും. പിന്നെ പുള്ളി മറ്റേ ഗോൾഡ് ബിസിനസ് നടത്തിയ മറ്റേ മട്ടാഞ്ചേരി ടു അത് വേണമെങ്കിൽ അവിടെ കുറച്ച് മലയാളം. ഇത് കുറച്ച് ഇച്ചിരി ഒരു കൺഫ്യൂസിംഗ് ആയിട്ട് കയ്യിൽ നിന്ന് പോകാൻ ഒരുപാട് ചാൻസ് ഉള്ള കാര്യങ്ങളുണ്ട്. ഹിന്ദിക്കാരനായ സെയ്ദിനോട് അയാള് നമ്മുടെ അത് പക്ഷേ സൈദിന് മലയാളം ഞാൻ കുറ്റമായിട്ട് പറഞ്ഞല്ല, അവിടെ മലയാളം വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞത്. അത് ഞാൻ പറയട്ടെ, അതൊരു ചെറിയൊരു ഇഗ്നോറൻസ് ആണെന്ന് പറയത്തോ. നിങ്ങൾ വിജയകാന്തിന്റെ സിനിമകൾ കണ്ടിട്ടില്ലാത്തണ്ട ഗൈസ്. തീവ്രവാദികളോട് ഞങ്ങളുടെ തലൈവർ തമിഴിലാണ് പറഞ്ഞത്. അപ്പൊ അത്രയ്ക്ക് വലിയ അല്ല, അതൊരു ഒരു രണമൊക്കെ പോലത്തെ ഒരു സെറ്റപ്പ് ഒക്കെ അങ്ങനത്തെ ടൈപ്പില് രണത്തിന്റെ അകത്ത് അതൊരു നല്ല വൃത്തിക്ക് ഹാൻഡിൽ ചെയ്തു. അതിന്റെ അകത്തൊരു മലയാളി കമ്മ്യൂണിറ്റിയും ഉണ്ട്, തമിഴും ഉണ്ട്. ഇതില് നിർമ്മൽ സഹദേവിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഞാൻ മറ്റേ ആൻഡ്രിയ എന്ന് പറഞ്ഞ പുള്ളിക്കാരുടെ ഒരു ഇതില് ടാഗ് ചെയ്തിരിക്കുന്ന കണ്ടപ്പോഴാണ് പുള്ളി എങ്ങനെ ഇതിന്റെ അകത്ത് വന്നതെന്ന് ഞാൻ ആലോചിച്ചു. ക്രിയേറ്റീവ് ഡയറക്ടർ. ഓക്കെ. അത് നല്ലൊരു, അതാണ് ഇന്റർനാഷണൽ പോർഷൻസ് അത്രയും ക്രിസ്പ് ആയിട്ടിരിക്കുന്നതിന്റെ റീസൺ. ഐ സ്ട്രോങ്ലി ഫീൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് നിർമ്മൽ സഹദേവ്. പൃഥ്വിരാജ് മാത്രമല്ല. കാരണം പൃഥ്വിരാജിന്റെ ഒരു ബുദ്ധിയായിരുന്നു അത് പുള്ളിയെ ക്രിയേറ്റീവ് ഡയറക്ടർ ആക്കിയത്. അപ്പൊ ഹീൽ ഗെറ്റ് ഇൻപുട്സ്. പക്ഷെ പൃഥ്വിരാജിന്റേതായിട്ടുള്ള കുറെ ബ്രില്യൻസും പരിപാടികളൊക്കെ ഉണ്ട്. മണിക്കുട്ടന്റെ ക്യാരക്ടറിനെ പറ്റി എന്താണ് അഭിപ്രായം? പുള്ളി കുറെ മസിലൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ, ബിഗ് ബോസിലൊക്കെ പോയി പൈപ്പ്. അല്ല, പുള്ളി പണ്ടേ മസിലനല്ലായിരുന്നു. ഈ വലിയങ്കാടിയിലൊക്കെ മസിലനല്ലായിരുന്നു പുള്ളി. അങ്ങനെയാണ് എന്റെ ഒരു ഓർമ്മ. അതുകൊണ്ടല്ല ഷർട്ട് ഇപ്പൊ കീറി പോവെന്ന് പറഞ്ഞുകൂട്ടാ പുള്ളി. സമരം മറ്റേ ഇങ്കുലാവല്ല, മറ്റേ കൈ ഇങ്ങനെ പൊക്കുമ്പോഴത്തേക്കും ഇപ്പൊ കീറും, ഷർട്ടിന്റെ സ്ലീവ് ഇപ്പൊ കീറുമെന്ന് പറഞ്ഞുകൂട്ടാ നിൽക്കുന്നത്. ഞാൻ ബാല വരുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ ബാല വന്നു.
പാരയന ആദ്യത്തെ പടത്തിൽ അടിച്ച് അല്ല അടിച്ച് റൊട്ടിയാക്കിയല്ലോ അത് അതെ ഇനിയിപ്പോ വരേണ്ട തീർച്ചയായും. കാര്യം. അല്ല ഇനി മണിക്കുട്ടൻ ഇപ്പോഴൊന്നും ഇറങ്ങത്തില്ല, ക്യാര- വധശ്രമത്തിനാ കുറ്റം. അല്ല ഈ ക്യാരക്ടർ റിവീലിനകത്തിൽ മണിക്കുട്ടൻ വന്നപ്പോ ഞാൻ ഓർത്ത് അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉള്ള വലിയ ക്യാരക്ടർ റോള്. ആയിരിക്കും. ഇതിപ്പോ ഒരുമാതിരി ബൈജുവിന്റെ കൂടെ ഒരാൾ നിൽക്കുന്നില്ലേ, ആ ഒരു റോളാണ്, അതിന്റെ ഒരു പാർട്ടി മാറിയ അയാൾക്കും റോളാണ്. ഡബ് ചെയ്തു എന്നുള്ളതാണ് സത്യം. ആരാണ്? അയാൾക്കും ഡബ് ചെയ്തു. അവൻ ഓ അതെ അതെ, ആ മറ്റേ ആണോ? ഓക്കെ, ആ പുള്ളിക്ക് ഡബ് ചെയ്ത രണ്ടുപേർക്കും ഒരാളാണ് മണിക്കുട്ടൻ. ഡബ്. ഓ ഓക്കെ. പുള്ളിയുടെ ആ രോമാഞ്ചം ഡയലോഗ് എനിക്ക് കുറച്ച് ക്രിഞ്ച് അടിച്ചായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. മറ്റേ ആ ശരിയാണ്. അത് ഇച്ചിരി മഞ്ജു ഇതുണ്ടായിരുന്നു. ചേച്ചിയുടെ ഇത് കഴിഞ്ഞിട്ട് പക്ഷെ അതെ. എനിക്ക് മഞ്ജു വാര്യറിന്റെ ക്യാരക്ടറിന്റെ ആ ഒരു എലവേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ക്യാരക്ടർ അടിപൊളിയാ, നല്ലായിരുന്നു. ഈ പ്രാവശ്യം പക്ഷെ നല്ലായിരുന്നു. പക്ഷെ കുറെ സീൻസ് ഒക്കെയാണ് ആ പ്രശ്നം. പിന്നെ സാരിയുടെ കാര്യം നമ്മൾ മെൻഷൻ ചെയ്തു, രോമാഞ്ചം കാര്യം പിന്നെ എനിക്ക് പൊതുവെ ആ ക്യാരക്ടറിനെ കൊണ്ട് ടോവിനോയുടെ ക്യാരക്ടറിന് ഉണ്ടായിരുന്നതിനേക്കാളും ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ആ ഒരു ഫസ്റ്റ് ഫിലിമിൽ ടോവിനോയുടെ ക്യാരക്ടറിനെ കൊണ്ടുവന്നതിലും എനിക്ക് ഈ ക്യാരക്ടർ എന്താ മുഖ്യമന്ത്രി ആയതാണ് ഒരു കുറച്ചുകൂടെ ബെറ്റർ സെലക്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയത്. അത് ഞാൻ ആദ്യത്തെ പടത്തിൽ തന്നെ ഓർത്തായിരുന്നു, എന്തിനാ ഇവനെ ഫ്ലൈറ്റും കയറ്റി അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഞാൻ ഓർത്തായിരുന്നു. എനിക്ക് ഫാസിലിന്റെ സീനൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. ആ, ഫാസിലെ എസ്തപ്പാനെ എന്ന് പറഞ്ഞ രണ്ടാമത് കാണുമ്പോ പുള്ളിയുടെ മുഖത്തൊരു ഷോക്ക് വരുന്നതും ഭയങ്കര ഭയങ്കര എന്താ പറയാ ഡെവിളിനെ കണ്ട പോലത്തെ ഒരു ഫീൽ ആയിരുന്നു അത്. ഈ മഞ്ജു വാര്യറിനെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോഴേ ഞാൻ ഓർത്ത് ഇനിയിപ്പം സാരി ഇന്ത്യൻ പതാകയുടെ കളറിൽ അടിച്ചതുകൊണ്ട് നാഷണൽ ഫ്ലാഗിനെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലായിരിക്കും അറസ്റ്റ് ചെയ്യാൻ വരുന്നത്. പക്ഷെ അതല്ലായിരുന്നു, അത് സർപ്രൈസ് ആയിരുന്നു എനിക്ക്. നല്ല മികച്ച ഒരു പിന്നെ ഈ മറ്റേ ബോറിസിന്റെ ക്യാരക്ടർ ഇങ്ങനെ ഉണ്ടായിരുന്നു, ജെറോം ഫ്ലിന്നിനെ കൊണ്ടുവന്നിട്ട്. അതിനെക്കുറിച്ച് എനിക്കൊന്ന് പറയണം. ഈ ഒരു ബോറിസ് എന്ന് പറയുന്ന സാധനത്തിന് റോളിന് വേണ്ടി ജെറോൺ ഫ്ലിനെ കൂട്ടൊരു വലിയ ആക്ടറിനെ കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇത്രയും ലൈക്ക് അല്ലെങ്കിൽ എടാ, തേർഡ് പാർട്ടിലോട്ട് മൈക്ക് ടൈസനെ കൊണ്ടുവന്നിട്ട് ക്ലൈമാക്സിൽ ഇടി വാങ്ങിച്ചു കൊടുത്ത് അത്രയൊന്നും ഇല്ലല്ലോ, ഇയാൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലല്ലോ. അത് പിന്നെ മൈക്ക് ടൈസൺ അല്ല, ആക്ടർ അല്ല എന്തെങ്കിലും അല്ല ഒക്കെ ഇയാൾക്ക് പറയാം. ഇത്രയും സ്ക്രീൻ വലിയ സ്പേസും actor ആണ് ഉണ്ടായിരുന്നല്ലോ, പുള്ളി. അത്യാവശ്യം സ്ക്രീൻ സ്പേസും ഉണ്ടായിരുന്നല്ലോ. എനിക്ക് എനിക്കൊന്ന് കുഴപ്പമില്ല. സയ്യിദ് മസൂദിനെക്കാളും സീൻസ് ഉണ്ടായിരുന്നു ഇങ്ങേർക്കെന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ടായിരുന്നു, ഓബിയസ്ലി ഉണ്ടായിരുന്നു. അല്ല പുള്ളി ഒരു അതായത് പുള്ളി ഒരു ഇൻഫിൽട്രേറ്റർ പോലെ നിൽക്കുന്ന ഒരാളാണ്. അതായത് MI6 ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു, അതായത് ഖുറേഷിക്ക്. അല്ല ഒരു രീതിയിൽ നോക്കുമ്പോ പുള്ളിയാണ് UK-യുടെ, അതായത് ഖുറേഷിക്ക് UK-ലോട്ടുള്ള ലിങ്ക് ആണ് പുള്ളി. അപ്പം ഹീസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ ദാറ്റ് വേ. ഈ മറ്റേ റോബർട്ട് സിനിമയ്ക്കകത്ത് പറഞ്ഞില്ലേ മക്കാർത്തിനെ 52 ഏജൻസീസിൽ ഇൻഫിൽട്രേഷൻ ഉണ്ട് KAക്ക്. വൺ ഓഫ് ദ ഇൻഫിൽട്രേഷൻ ഇവിടെയാണ്. അതാണ് ബേസിക്കലി റോബർട്ട് മക്കാർത്തി. റോബർട്ട് മക്കാർത്തിയുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തായിരുന്നു? പുള്ളി പുള്ളി ആദ്യത്തെ കണ്ടപ്പോ തന്നെ എനിക്ക് ഒരുമാതിരി. പക്ഷെ പുള്ളി ഒറിജിനൽ എസ്തപ്പാൻ ഓർക്കുന്നുണ്ട്? ഉറുമിക്കകത്തില്ല വിരല് കണ്ടിച്ചെടുക്കുന്ന അതിന്റെ എസ്തപ്പാൻ എന്നായിരുന്നു പേര്, ഞാൻ മറന്നു. പുള്ളി എസ്തപ്പാൻ എന്നല്ലേ പുള്ളി വിളിക്കുന്നത്, എസ്താവിയോടെ കാണുന്ന എസ്തപ്പാൻ ശരിയാണ് ശരിയാണ്. യെസ്, ഒരു ഡീപ് ഈസ്റ്റർ ഡയറക്ടേഴ്സ്. അതെ. പിന്നെ ഞാൻ ഓൾറെഡി പ്രതീക്ഷിച്ചായിരുന്നു ഒറ്റ സീനിലൊക്കെ കാണുള്ളൂ, അപ്പൊ തന്നെ പടാവുന്നു. ഡെത്ത് സ്റ്റാർ ആയിട്ട് വന്നതാണ് റിക്കിയുടെ ഇത് പലർക്കും അങ്ങോട്ട് അത് ലാലേട്ടന്റെ ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് ഡൗൺ ഗ്രേഡ് ചെയ്ത പോലെ തോന്നിയ ഒരു സീൻ എന്ന് പറയുന്നു. അതിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒന്നും തോന്നിയില്ല. കുഴപ്പമില്ല, കാരണം അതിനെ ആ പവറിനെ ഭയങ്കര പവറായിട്ട് കാണിക്കുന്നത് നല്ല തേർഡ് പാർട്ടിനൊരു ഇതാവും. അല്ല ഈ പാട്ടിൽ എല്ലാവരുടെയും പ്രശ്നം അതായിരുന്നല്ലോ, അതായത് ലാലേട്ടന്റെ ക്യാരക്ടറിന് ഒരു ഈക്വലന്റ് ആയിട്ടുള്ള വില്ലൻ ഇല്ലായിരുന്നു എന്നുള്ളത് ഒരു പ്രശ്നമായിരുന്നല്ലോ എല്ലാവർക്കും. അപ്പൊ അതിന് ഈക്വലന്റ് ആയിട്ട് അതെ അതെ അതെ. പക്ഷെ ഇതിനകത്ത് ലാലേട്ടന്റെ ക്യാരക്ടറിന് ചുമ്മാ ഒരു ജസ്റ്റ് ഒരു സ്ക്രാച്ച് പോലും വീഴുന്നില്ല. അത് ഇച്ചിരി അൺറിയലിസ്റ്റിക് ആയിട്ട് ചിലർക്ക് തോന്നിയതായിട്ട് എന്നോട് പറഞ്ഞായിരുന്നു. അതായത് കുറച്ചൊരു സ്ട്രഗിൾ ഉണ്ടായിരുന്നെങ്കിൽ ഡബിൻ ബെറ്റർ എന്ന് ഫീൽ ചെയ്ത ആൾക്കാർ വെറും ഒരു വെട്ട കിട്ടുന്നു. മസൂദിന് ഒരു വെട്ട് കിട്ടി, അത് ഞാൻ ശ്രദ്ധിച്ചു. പുള്ളിക്ക് ഒരു വെട്ട് മാത്രം അത്രയും ഗ്രേറ്റ് ആണ്, അത്രയും അബവ് ഓൾ ആണ് ഖുറേഷി എന്ന് കാണിക്കാൻ വേണ്ടിയായിരിക്കും. അടുത്ത സിനിമയിൽ ചിലപ്പം കുറെ തല്ലായി കിട്ടും. എന്റെ ദൈവമേ, കുറെ തല്ല് ലാലേട്ടർ കിട്ടുമോ? അല്ലെ റിക്യോണും ലാലേട്ടനും തമ്മിലുള്ള ഫൈറ്റ് സ്റ്റൺ സിൽവ ചെയ്യുന്ന ആലോചിക്കുക. പുള്ളി അല്ലെങ്കിൽ സ്റ്റൺ സിൽവേനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാര്യം പുള്ളി തന്നെ ഇന്റർവ്യൂല് പറഞ്ഞ പുള്ളി അല്ല സ്റ്റണ്ട് ചെയ്യുന്നത്. അതായത് പുള്ളിയുടെ അസിസ്റ്റന്റ് സജസ്റ്റ് ചെയ്യും, ഡയറക്റ്റ് ഒരു ഇത് പറയും. അങ്ങനെ ഇവരെല്ലാം പറയുന്നത് അങ്ങോട്ട് പുള്ളി ഇങ്ങനെ മാനേജർ പോലെ അങ്ങ് ചെയ്തു കൊടുക്കുന്നല്ലാണ്ട് ഞാൻ സ്വന്തമായിട്ട് സ്റ്റണ്ട് ഒന്നും ചെയ്യാറില്ലെന്ന് പുള്ളി തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പം
കുറ്റം മുഴുവൻ ശരി അല്ല സ്റ്റണ്ട്. എന്നാ പിന്നെ അല്ല അടുത്ത പടം വരുമ്പോഴത്തേന് ഐ തിങ്ക് ദീപക് ഷുഡ് ഓൾസോ അത് പുള്ളിക്കൊരു വ്യത്യാസം വരുത്തണം എന്നാണ് എനിക്ക്. കാരണം പൊതുവെ എല്ലാരും അതിന് കുറ്റം പറയുന്ന സ്ഥിതിക്ക് പുള്ളി ഒന്ന് മാറ്റി നോക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പുള്ളിയെ മാറ്റിയിട്ട് ആര് വരും? അതാണ് അതിന്റെ അകത്ത് പ്രശ്നം. അതാണ്. പക്ഷെ ദീപക് ദേവ് ഇതിന്റെ അകത്ത് എനിക്ക് തോന്നുന്നു അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ കുറെ പാളിച്ചകൾ വന്നു എന്നുള്ളതല്ലാണ്. എന്നാലും കുറച്ച് പുള്ളിയുടേതായിട്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൃഥ്വിരാജ് ഡെലിബറേറ്റ്ലി പറഞ്ഞു ദീപക് ദേവിനോട്, ടിപ്പിക്കൽ സിനിമ, കൊമേഴ്ഷ്യൽ സിനിമ കാണുന്ന ഒരു സാധനം എനിക്ക് കാണണം, എനിക്ക് ലൈവ് ഇൻസ്ട്രുമെന്റ്സ് വേണം, എനിക്ക് ഇങ്ങനത്തെ മ്യൂസിക് വേണം എന്ന് അത് റെഫറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദേവിനെ കുറ്റം പറയാൻ പറ്റത്തില്ല, പക്ഷെ സ്റ്റണ്ട് സിൽവനെ കുറ്റം പറയാം എന്റെ അഭിപ്രായത്തിൽ. ദീപക് ദേവിന് പക്ഷെ പുള്ളിക്ക് കൊടുക്കുന്ന ജോലിയല്ലേ പുള്ളിക്ക് ചെയ്യാൻ പറ്റും. കടവുളെ പോലെ റീവാമ്പ് ചെയ്തതിന്റെ അങ്ങനെ അതൊക്കെ ആ കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം അസ്രായൽ എന്നുള്ള അത് പിന്നെ ഉഷാ ഉടുപ്പും അവസാനത്തെ കൂടെയാണ് പാട്ട് വാസ് റിയലി പാടുന്നത്. നൈസ്. അതെ 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 Nice ആയിരുന്നു. നല്ലായിരുന്നു. അത് പിന്നെ ഭയങ്കര ആ തുടക്കത്തിൽ വന്ന എംപുരാനെ എന്നുള്ള ഇത് ലാലേട്ടന്റെ 1-2 BGM ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് ആ നല്ലതായിരുന്നു. എനിക്ക് കൊച്ചു ഇപ്പോഴും സത്യം കൊച്ചിന്റെ പറഞ്ഞാൽ സൗണ്ടിലുള്ള റഫ്താറ ഇഷ്ടമല്ല. ഏതാ അതെനിക്കും എനിക്ക് വലിയ ഇപ്പോൾ താല്പര്യമില്ല. റഫ്താറ വലിയ റഫ്താർ. ആ ഇഷ്ടമല്ല. അതെനിക്ക് അത് വിട്ടതല്ല. എനിക്ക് ഇഷ്ടമല്ല. അത് തല്ലിപ്പൊളി പാട്ടാണ്. എനിക്ക് പക്ഷെ അവിടെ ഇഷ്ടം. എനിക്ക് ലൂസിഫറിലെ എല്ലാ പാട്ടും ഭയങ്കര ഇഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ അഫ്താറ ആ ഒരു മോഷന് വേണ്ടി കുഴപ്പമില്ല, അത് ആ ഒരു പാട്ടിൽ കൂടെ ഇങ്ങനെ എല്ലാം സ്റ്റോറി കാണിച്ചു പോകുന്നു, അങ്ങനെ ഒരു രീതിയിൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എനിക്ക് ആ പാട്ട് വലിയ മോശമായിട്ട് തോന്നിട്ടില്ല. എനിക്ക് ആ റഫ്താറയുടെ അവിടെ ഒരു ഡിഫറെന്റ് ടേക്ക് ഉണ്ട്. അവിടെ സത്യം പറഞ്ഞ എമ്പുരാനെ എന്നുള്ള മ്യൂസിക് കൊണ്ടുവന്നായിരുന്നു. ഒരു ബാർ സിംഗർ പാടുന്ന സീനാക്കി വെച്ചാൽ മതിയായിരുന്നു. ഐറ്റം ഡാൻസിന്റെ ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല. അത് അതിന്റെ കാലം കഴിഞ്ഞു. മലയാളത്തിൽ ഇറ്റ് വോണ്ട് റിയലി പക്ഷെ റഫ്താര ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് റാവുത്തറിന് കിട്ടിയത്. എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ലൂസിഫറിൽ എനിക്ക് ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഖുറേഷി ബോംബെ പോയി ഡോൺ ആയ ആളല്ല. ചക്രവാണി കഴിഞ്ഞ് നമ്മളെ എപ്പിസോഡിലും പറഞ്ഞായിരുന്നു പുള്ളി ഒരു ഡോൺ, ഇങ്ങനെ എല്ലാരും ബോംബെക്ക് പോയി ഡോൺ ആയി. പക്ഷെ അത് ഈ പടത്തില് കൊണ്ട് തീർത്തത് എനിക്ക് ഇച്ചിരി ഒരു നിരാശയായിട്ട് തോന്നി. എനിക്ക് അത് അങ്ങനെ ആ വേണ്ടായിരുന്നു. സ്റ്റോറി എങ്കിൽ അത് ഭയങ്കര ബോറ. കാരണം വി ഹാവ് സീൻ ഇറ്റ് എ മില്യൺ ടൈംസ് മാൻ. ഈ മുംബൈ പോയി ഡോണാന്ന് അത് നമ്മുടെ കുഞ്ഞിരാമായണത്തിന്റെ അകത്താണോ ഇവൻ ബേസിൽ ജോസ് കളിയാക്കുന്നത്? മറ്റേ അജു വർഗീസ് പുറപ്പെടാമല്ലോ, മറ്റേ മുംബൈയിലെ ഡോണാൻ വേണ്ടി പോയപ്പോ ലോക്കൽ എഡീഷൻ പത്രത്തിൽ പരസ്യം കൊടുക്കുമ്പോൾ പുള്ളി തിരിച്ചു വരുമെന്ന് തിരിച്ചു പറയുന്നത്. വന്ന് അത് അത് പിഴിഞ്ഞ് അതിന്റെ ചാറ് വരെ ഊറ്റിക്കഴിഞ്ഞ് ഈ മുംബൈ പോയി ഡോണാകുന്ന പരിപാടി. ഇറ്റ്സ് ഹൈ ടൈം ദാറ്റ് ജസ്റ്റ് ഡ്രോപ്പ് ഇറ്റ്. ആണെങ്കിൽ വല്ല വിശാഖപട്ടണമോ കൊൽക്കത്തയോ വല്ല മംഗലാപുരോ ഒക്കെ പിടിക്കുന്നു. മുംബൈ വെറുതെ ട്രെയിന് കള്ളവണ്ടി പിടിച്ച് പോവാന്ന് പറഞ്ഞ എളുപ്പമല്ല. അതാണ് ഈ മുംബൈ കാണിക്കുന്ന എല്ലാരും. അത്രയും അവിടം വരെ കള്ളവണ്ടി പിടിച്ച എല്ലാവരും ടീറ്റ് പിടിക്കും. അതുകൊണ്ടാ മംഗലാപുരം ആണെങ്കിൽ കാസർഗോഡ് നിന്ന് നടന്നാണെങ്കിലും എത്താൻ അടുത്തില്ല ആർക്കും. എനിക്കതൊരു വലിയ ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു. കാര്യം ഖുറേഷി അങ്ങനെ മുംബൈയിൽ നിന്ന് പടർന്ന് പിടിച്ച ഒരു ഇതായിട്ട് ഞാൻ അതുക്കും മേലെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അവിടെ കൊണ്ടുപോയി ഗുജറാത്തിലും ഖുറേഷിക്ക് എന്തെങ്കിലും ഒരു കണക്ഷൻ കാണും. മിക്കവാറും ആ അമ്മച്ചി വിളിക്കാൻ പോകുന്നത് ഖുറേഷി ആയിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു ഫോണെടുത്ത്. പക്ഷെ അമ്മച്ചി പെട്ടെന്ന് അങ്ങ് തട്ടിപ്പോയി. ഞാൻ അത്ര പെട്ടെന്ന് അമ്മച്ചി തട്ടിപ്പോന്ന് അമീർ ഖാന്റെ പെങ്ങളല്ലേ? അതല്ലേ അമീർ ഖാന്റെ പെങ്ങൾ? അതെ അതെ അമീർ ഖാന്റെ പെങ്ങളാണെന്ന് പോലും അവർ ഓർത്തില്ല. അതിന് മുന്നേ ചുമ്മാ ഒരുത്തരങ്ങ് വെട്ടി വെച്ചിട്ട് 2 ഡയലോഗും പറഞ്ഞിട്ട് പുള്ളിക്കാരെ പറഞ്ഞ് തീർക്കാൻ സമ്മതിച്ചില്ല. പുള്ളിക്കാരൻ ഡബിലൊന്നും ഇട്ടിട്ടുണ്ട്, പക്ഷെ കൂട്ടിയില്ല, വെടിവെച്ച് വിട്ടു. പവർഫുൾ ക്യാരക്ടർ. എനിക്ക് കുറച്ചുകൂടെ ഫേവർ ആയിരുന്നെങ്കിൽ നല്ലതെന്ന് തോന്നി. ഇപ്പൊ ഒരു പാവ അമ്മച്ചി, ഐ വിൽ പ്രൊട്ടക്ട് എവറിബഡി എന്നുള്ള ഒരു അമ്മച്ചി. അവര് മാക്സിമം ശ്രമിച്ചു, അവരുടെ ആൾക്കാരെല്ലാരും ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും എന്താ എന്റെ ആടാൻ ചോദിക്കാൻ പറഞ്ഞ് തീർക്കാൻ സമ്മതിച്ചില്ല. അതിനു മുമ്പ് വിട്ടു. ആ ഭാഗത്ത് തീ പിടിക്കുന്ന സീനും അതൊക്കെ ഭയങ്കര കിട്ടില്ലായിരുന്നു കേട്ടോ. അത് ഭയങ്കര ടെററൈസിങ് ആയിരുന്നു. ഇറ്റ് വാസ് വെരി അത് പറഞ്ഞപ്പോഴ ആ ഒരു പോർഷന്റെ അകത്തില് ആ സീക്വൻസ് കാണുമ്പോൾ ആൾക്കാർക്ക് തോന്നുന്ന ആ ഒരു ഇമ്പാക്ട് മ്യൂസിക്കിന് കൊണ്ടുവരാൻ പറ്റിയില്ലെന്ന് ഒത്തിരി പേര് പറയുന്നത് ഞാൻ കേട്ടു. അവിടെയാണ് എല്ലാവർക്കും BGMന്റെ പ്രോബ്ലം തോന്നിയെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു സാഡ്നെസ് കൊണ്ടുവരാൻ അതിന്റെ BGMന് പറ്റിയില്ല. അത് ഫെയിലായി പോയി എന്നുള്ള ഒരു രീതിയിൽ ഞാൻ കേട്ടായിരുന്നു. മറ്റേ സീൻ വന്നപ്പോ ഞാൻ അമ്മച്ചി അടങ്ങിയിരി അവരൊന്ന് പൊക്കോട്ടെ എന്നിട്ട് അമ്മച്ചി തട്ടിക്കോ എന്നുള്ള രീതിയിലായിപ്പോ ഞാൻ പേടിച്ചു പോയായിരുന്നു. എല്ലാം ഒരുത്തം കാണുന്നുണ്ടെന്ന് പറഞ്ഞ അമ്മച്ചി ബാക്കിലത്തെ ഡോറിൽ അടിക്കുന്നില്ല, പുറയില് നായത് നിക്കുക. ആ ഡോർ എങ്ങാനും തുറന്ന് അപ്പുറത്തോട്ട് പൊളന്നു പോയിരുന്നെങ്കിൽ അവനൊന്ന് വീഴത്തില്ലായിരുന്നു. അല്ല അതല്ല, അവനത് കേട്ടോണ്ട് നിക്കുവാണല്ലോ. ആ കത്തി കൊള്ളുന്ന അവന്റെ തലക്കായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? സ്ഥലം ഇച്ചിരി മാറിപ്പോയിരുന്ന പണി കിട്ടിയേനെ കൊച്ചിന്. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ
കൊള്ളുമ്പം ആ കൊച്ചിന്റെ ഇവന്റെ മേത്ത് കൊള്ളാതെ എങ്ങനെ കൊച്ചിന്റെ മേത്ത്, ഇവന്റെ പുറത്തല്ലേ കൊച്ചു കിടക്കുന്നത്, സൈഡിലോട്ട് തിരിഞ്ഞു നിൽക്കുമായിരുന്നു. വെടിയാണോ കൊണ്ടത്? എന്തോ ആ എന്തോ വെടിയുണ്ട്. ആ എനിക്ക് വെടികൊണ്ട് പോലെ വെടി തോന്നിയത്. ഓക്കെ. കത്തി വെടിയുണ്ട ബുള്ളറ്റ് കണ്ടേ ആ അവനിങ്ങനെ കണ്ടോ, തൊട്ട് നോക്കുമ്പോ എനിക്ക് വെടി ചോര പോലെയാ വീഴുന്നു. തോന്നിയത്. എനിക്ക് കത്തി കുത്തായിട്ട് തോന്നി, എനിക്ക് കാരണം ആ കത്തി അമ്മച്ചിയെ കത്തി കുത്തിയപ്പോ പക്ഷെ ആ ആ കൊണ്ടില്ലല്ലോ. ബോർഡിന്റെ ഇടയിൽ കൂടെ അപ്പുറത്തോട്ട് പോയി, ബോർഡിന്റെ ഇടയിൽ കൂടെ അപ്പുറത്തോട്ട് പോയി. അപ്പൊ കൊണ്ട് കാണും, അപ്പുറത്തോട്ട് എനിക്കറിയത്തില്ല. പോയെങ്കിലും ആ അപ്പുറത്തോട്ട് കത്തി നമ്മുടെ നമ്മളെ മുമ്പിലാ എന്നാലും വന്നത്. കാണിക്കുന്നുണ്ടല്ലോ. കൊണ്ടതല്ല. പക്ഷെ ആ പക്ഷെ കത്തി നമ്മളെ അവിടെ കാണിക്കുന്നു. പൊതുവെ വെടിവെപ്പ് നടക്കുന്ന സമയത്ത് ഒരെണ്ണം സായദിന്റെ നേരെ വരുമ്പോ സായദ് നൈസായിട്ട് ഡോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതെ, എനിക്ക് വന്ന് ലൈക്ക് അന്നേരം പറ്റിയതായിരിക്കും ആ എന്ന് ഏതോ ഒരു തോന്നുന്നു. അങ്ങനത്തെ ഒരു ബുള്ളറ്റ് ബുള്ളറ്റ് ചെറുതായിട്ട് ഡോട്ട് ചെയ്യുന്നുണ്ട്. Yes. എനിക്കത് പെട്ടെന്ന് കണ്ടപ്പം പുറത്ത് തലയിൽ എന്തോ ഒരു പരിക്കുണ്ട്, പിന്നെ കൊച്ചിന്റെ പുറത്ത് എന്തോ സ്റ്റാബ് കൊണ്ട് പോലെ എനിക്ക് തോന്നിയത്. ഇനിയിപ്പം എനിക്കത് വയറ്റിലിട്ടെന്ന് പുറത്തായിരുന്നു. പുറത്തോ വയറിലോ എവിടെയോ ഇപ്പൊ ഞാൻ ഓർക്കുന്നില്ല എന്താണ് ഒരു സ്റ്റാബ് കൊണ്ട് പോലെ എനിക്ക് തോന്നുന്നു. OTT-യിൽ കാണുമ്പം തീർച്ചയായും ഒന്നുകൂടെ ചിലപ്പം clear ആയിട്ട് OTT-യില് 17 വെട്ട് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എന്തെങ്കിലും ബാക്കി കാണാനുണ്ടോ ഗൈസ്? അതാണ് എന്റെ ഒരു തിയേറ്ററിക്കൽ വേർഷൻ മാത്രമായിട്ടാണ്. OTT-യിൽ കട്ട് ചെയ്യത്തില്ല എന്തായാലും. OTT-യിലെ നമ്മൾ ഡാനിയൽ റാവുത്തറിനെ കട്ട് ചെയ്യട്ടെ. കട്ട് ചെയ്ത് വിടും. റിയാസക്കയുടെ സീൻ OTT-യിൽ വന്ന പോലെ ചിലപ്പോ ഇതിൽ ബാഡായി പോയി. ഏകോന്ന് പൊന്നിയൻ സെൽവന് റിയാസൊക്കെ ശേഷം കൊണ്ടുവരായിരുന്നല്ലോ അല്ലേ? തീർച്ചയായും റിയാസക്കനെ റിയാസൊക്കെ കൊണ്ടുവന്നില്ല. കൊണ്ടുവരായിരുന്നു. പക്ഷേ ഡാനിയൽ റാവുത്തറായിട്ട് ബാബു ആന്റണെ കൊണ്ടുവരായിരുന്നാണെങ്കിൽ ഒന്നും അവര് ചെയ്തില്ല. ഈ ഡാനിയൽ റാവുത്തർ ഗോവർദ്ധനെ കൊണ്ടുപോകുന്നത് അത് ഓക്കെ ആയിരുന്നു. പക്ഷെ ആ റാവുത്തറിനെ ഭയങ്കരമായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ഈ പ്രണവിന്റെ സീൻ വന്നപ്പോഴത്തേക്ക് അത് ഇച്ചിരി കോമഡി ആയില്ലേ എന്നുള്ളൊരു ഇത് കാര്യം. പ്രണവിന്റെ സീൻ വന്നപ്പോൾ അതിന്റെ അകത്ത് അവര് പറയുന്ന ഡാനിയൽ റാവുത്തറിന്റെ ഏരിയയിൽ വന്നിട്ടാണോ കളിക്കാനും മാത്രം എന്ത് ധൈര്യമുള്ള ആർക്കാണെന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. അങ്ങനെ പറയുന്നുണ്ടോ? ഉണ്ട്. അത് ഈ ഡാനിയൽ റാവുത്തറിനെ കുറിച്ച് അങ്ങനെ ഇവര് തമ്മിൽ മീറ്റ് ചെയ്യുന്നുള്ള രീതിയില് ഡാനിയൽ റാവുത്തറിന്റെ പാസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് എന്റെ ദൈവമേ സീൻ പോയി. അതാ ഞാൻ പറഞ്ഞത്, അവിടെ തീർന്നു. മറ്റേത് ഈ ഗോവർദ്ധനെ കൊണ്ടുവരുന്ന അത് ഓക്കെയാണ്. പക്ഷെ ഇത് മറ്റേ ഡയറക്റ്റഡ് ബൈ റോബർട്ട് വീവൽഡ് എഴുതി വരും മിക്കവാറും. അതുകൊണ്ട് ആൾക്കാര് ഡാനിയൽ റാവുത്തറിനെ എടുത്തിട്ട് കളിയാക്കുന്നത്. മറ്റേ സീനിന് അങ്ങനെ വലിയ പ്രശ്നമില്ലല്ലോ. അത് ചുമ്മാ അത് എനിക്ക് അത്ര മോശമായിട്ട് തോന്നില്ല. ഞാൻ ഇതിപ്പോഴാ ഓർത്ത ശരിയാണല്ലോ. അപ്പൊ അവിടെ കൊണ്ടുവന്നിട്ട് പൃഥ്വിരാജ് ഇച്ചിരി സോപ്പ് ഇട്ടേ അടുത്തതിന് 300 കോടി വേണം. ഫുൾ ലെങ്ത് റോൾ തരാം സാർ. ഇവരുടെ ഹിസ്റ്ററി ഒക്കെ കാണിക്കാന്ന് പറഞ്ഞോണ്ടായിരിക്കും. ഈ മറ്റേ ബ്രോഡാഡിയുടെ ഒരു ടീസർ അങ്ങനെ ഉണ്ടായിരുന്നു. അത് ബ്രോഡാഡിക്കത്തിൽ ഒരു പോലീസ് സ്റ്റേഷൻ തരാന്നും പറഞ്ഞോണ്ട് പുള്ളി പെട്ടെന്ന് അത് പെട്ടെന്ന് പിച്ചിങ് ബ്രോഡാഡി അത് ഇച്ചിരി കോമഡി ആയിപ്പോയി. പറഞ്ഞിട്ട് കാര്യമുണ്ട്. അടുത്തതിൽ ആരായിരിക്കും പ്രൊഡ്യൂസർ? എന്തായാലും ഗോപാലേട്ടൻ റിസ്ക് എടുക്കുമെന്ന് എനിക്ക് ഇടവിട്ട. അല്ല, ഇതിപ്പോ ആദ്യത്തെ 2 ദിവസം കൊണ്ട് 100 crores അടിച്ചില്ലേ? അത് അടിപൊളി കേട്ടോ, ഭയങ്കര മൈൽ സ്റ്റോണാ. 2 ദിവസം കൊണ്ട് 12 ദിവസം കൊണ്ട് അടിച്ചത് ഈ പ്രാവശ്യം 2 ദിവസം കൊണ്ട്. അല്ല, ഈ വാലിബൻ ഇവിടെ ഇറങ്ങിയ സമയത്തെ കാനഡയില് അന്നേരത്തെ മലയാളത്തിലെ ഏറ്റവും ഹയസ്റ്റ് ബുക്കിംഗ് അതിനായിരുന്നു. 100K എന്തോ ടിക്കറ്റ്സ് അന്ന് വിറ്റുപോയി. ഇതിന് 500K ആണ് പോയത്. ഓസ്ട്രേലിയയിലും അത്യാവശ്യം ഭയങ്കരമായിരുന്നു. കാരണം നോർമലി ഓസ്ട്രേലിയയിലെ മലയാളം പടങ്ങൾക്ക് ഓട്ടം കുറവാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഇത് ഓസ്ട്രേലിയയിലെ ഇത് വന്നപ്പം സിക്കന്ദറിന് 500 ഇച്ചിരി കൊച്ചം കണ്ടാണ്. ഇതിന് 8,000 ചില്ലുവാനാണ് കാണിച്ചത് ടിക്കറ്റ് സെയിൽ. സിക്കന്ദർ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ ആർക്കും അങ്ങനെ പോയി കാണാൻ തോന്നുന്നില്ല. സൽമാൻ ഖാൻ പറഞ്ഞ എന്നാന്നറിയോ, ഞങ്ങള് സൗത്തിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ പടങ്ങളൊക്കെ ഇവിടെ ആഘോഷിക്കുന്നു, പക്ഷെ എന്റെ പടങ്ങളൊക്കെ അവര് വഴിയിൽ വെച്ച് തന്നെ കാണുമ്പോ ബായ് ബായ് ഭായ്ജാൻ എന്നൊക്കെ പറയും. പക്ഷെ എന്റെ പടങ്ങള് നാട്ടില് വരുമ്പത്തേക്ക്, സൗത്തില് വരുമ്പത്തേക്ക് ഇവരാരും കാണാറില്ല എന്നാണ്. പുള്ളിയുടെ സത്യം പറഞ്ഞാൽ എനിക്ക് ആ ടൈഗർ സീരീസ് അല്ലാതെ ഒന്നും തന്നെ ഇഷ്ടപ്പെട്ടില്ല കഴിഞ്ഞ 10 കൊല്ലത്തിൽ. അല്ല, എനിക്ക് മറ്റേ ബജ്രംഗി ഭായ്ജാൻ 10 കൊല്ലത്തിനിടയ്ക്കുള്ള അതാ പറഞ്ഞ ടൈഗറിനല്ലാന്ന് പറഞ്ഞ ആ ടൈഗർ സീരീസ് എല്ലാം നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. പുള്ളി റെസ്ലർ ആയിട്ട് വരുന്ന ഒരു സാധനം ഇല്ലേ, സുൽത്താൻ നല്ല കുറെ നല്ല പടം ഉണ്ട്.
ബജരംഗി ഭായ്ജാന്റെയും കഥ നല്ല, അത് മറ്റേ നമ്മുടെ രാജമൗലിയുടെ അപ്പന്റെ കഥയാണ്. നല്ല ഇത് സല്ലൂബായുടെ വെറും തെറ്റിദ്ധാരണ. കാര്യം ടൈഗർ സിന്ദ ഹേ കേരളത്തിലെ ഒരു കൾട്ട് ക്ലാസിക് ആയിരുന്നു എന്നുള്ള കാര്യം പുള്ളിക്ക് ഓർമ്മയില്ല, ആരും പറഞ്ഞില്ല. അതുകൊണ്ടാണ് പുള്ളി ആയിരുന്നു. പൃഥ്വിരാജ് അല്ലേ പറഞ്ഞു ടൈഗർ സിന്ദ ഹേ കേരളത്തിലെ ഓ കൾട്ട് ആണോ? ക്ലാസിക് ആയിരുന്നു. ആ ശരിയാ, പുള്ളി അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടായിരുന്നു. അപ്പൊ പിന്നെ സൗത്ത് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ, ചുമ്മാ ഇടയ്ക്ക്. ഈ ഇതിന്റെ അകത്ത് വരുന്ന പൊളിറ്റിക്സിനെ കുറിച്ചും, അതായത് റിലീസായി കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് പറയാനുള്ളത്? പൃഥ്വിരാജ് ജോർദാനിൽ ആടുജീവിതം ഷൂട്ട് ചെയ്യാൻ പോയപ്പോ ഐസിസുമായി ബന്ധപ്പെട്ടിരുന്നു. അതിനുശേഷം പുള്ളി എടുത്ത പടങ്ങളിലെല്ലാം രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ജനഗണമന, പിന്നെ അങ്ങനൊക്കെ ഉണ്ടോ? ഇങ്ങനത്തെ റൂമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് അറിഞ്ഞൂടായിരുന്നു. കുരുതി, ജനഗണമന, ഇതൊക്കെ എന്താ പറയുന്നത്, സമൂഹത്തിലെ ആൾക്കാരെ എന്താ പറയുന്നത്, സിസ്റ്റത്തിനെതിരായി തിരിക്കുന്ന പടങ്ങളാണ് പുള്ളി ഈ ജോർദാനിയൻ പര്യടനത്തിന് ശേഷം നടത്തുന്നത് എന്നുള്ളൊരു സിസ്റ്റം തെറ്റ് പരാമർശം. ചെയ്യുമ്പോ ചോദ്യം ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള അല്ല, അത് പുള്ളിക്ക് കാര്യമാണ്. റീസെന്റ്ലി ആണ് ആ വെളിപാട് ഉണ്ടായതെന്നാണ് അത് ഇവര് റീസെന്റ് പറയുന്നത്. ആണല്ലോ, മനുഷ്യൻ വലുതാകുമ്പോഴാണല്ലോ വെളിപാട് ഉണ്ടാകുന്നത്. പുള്ളി ഇലുമിനാറ്റി ആയതുകൊണ്ട് ഐസിസിനെ സപ്പോർട്ട് ചെയ്യുമെന്നുണ്ടാവും. ജനറലി അവരെല്ലാം എതിരായതുകൊണ്ടല്ലേ. തീർച്ചയായിട്ടും. ജനറലി അവരെല്ലാം കേക്കെതിരായതുകൊണ്ട്. എന്തൊക്കെയായിരുന്നു മമ്മൂട്ടി, ഖുറേഷി, ലാലേട്ടൻ, അബ്രാം എന്നൊക്കെ പറഞ്ഞൊക്കെ എന്തായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ അതിപ്പോഴും പ്രോപ്പർ ആയിട്ട് അതിനൊരു ആൻസർ വന്നിട്ടില്ല. കാരണം ഇൻഡോ അറബ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഇപ്പോഴും ഒരു സാധനം ബാക്കി കിടക്കും. അറബി ആയിട്ട് ഇക്ക വരികയായിരിക്കും അല്ലേ, മറ്റേ ജബ്രുൽ അലാമ എന്നൊക്കെ പറഞ്ഞ് മറ്റേ താരാദാസിന്റെ അത് ഡയലോഗ് അതുപോലെ. അത് തന്നെ, കറക്റ്റ്. ഈ മറ്റേ ASM പാർട്ടിയായിട്ട് ഇവിടുത്തെ ഒരു പ്രമുഖ പാർട്ടീനെ സൂചിപ്പിച്ചതും അവരുടെ ഒരു നേതാവിന്റെ പേര് അങ്ങനെ തന്നെ എടുത്തു വെച്ചതും അതിപ്പം സെൻസർ ചെയ്യുന്നതിനെ കുറിച്ചും ബജ്രംഗി. അപ്പം അതൊക്കെ, അതിനെ കുറിച്ചൊക്കെ എന്താണ് നിങ്ങളുടെ ഞാനൊരു അഭിപ്രായം? കാര്യം പറയട്ടെ, ഇതിപ്പം അവന്മാര് ആരും ഇതിനെ കുറിച്ച്, ഈ പൊളിറ്റിക്സിനെ കുറിച്ച് ആരും ഒരു കമന്റും ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത് അങ്ങനെ അത്രയും വലിയൊരു കാര്യമാകത്തില്ലായിരുന്നു. ഇത് സെയിം ഹാപ്പൻ ടു ഇത് BBC-യിലെ ഡോക്യുമെന്ററിക്കും ഇതേ സെയിം കാര്യം നടന്നത്. ആർക്കും അറിയത്തില്ലായിരുന്നു അങ്ങനത്തെ ഒരു ഡോക്യുമെന്ററി ഉണ്ടെന്ന്. ഇത് പറഞ്ഞ് ഭയങ്കര പ്രശ്നമാക്കി. അത് ഇന്ത്യയിൽ ബാൻ ചെയ്തപ്പോ ആൾക്കാർക്ക് അത് പോയി കണ്ടേ പറ്റത്തുള്ളൂ. മിണ്ടാതിരുന്ന പകുതി പ്രശ്നം ഇല്ലാതെ വെറുതെ എന്തിനാ ചൊറിഞ്ഞ്. വിശ്വരൂപത്തിന്റെ അകത്ത് എന്തുവായിരുന്നു ആ സിനിമ ഇറങ്ങിയ സമയത്ത് വിഷയങ്ങള് ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ അതിന്റെ അകത്ത് എന്തുവാ, അതിന്റെ അകത്ത് എടാ നീ ഓർക്കുന്നുണ്ടോ ആ ഇഷ്യൂസ് ഒക്കെ? മുസ്ലിങ്ങളെ എന്താ പറയുന്നത് തെറ്റായ രീതിയിലാണ് പോർട്രേ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമലഹാസൻ ബ്രാഹ്മണനായതുകൊണ്ട് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹീറോയും മുസ്ലിമും വില്ലനും മുസ്ലിം. അവര് കേസ് വരെ കൊടുത്തായിരുന്നുണ്ട്. ഇതിപ്പം ലാലേട്ടന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചെടുക്കണം. കാര്യം രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിനെതിരായിട്ട് സംസാരിക്കുന്ന ചിത്രം ചെയ്തുകൊണ്ട്. അപ്പൊ ലാലേട്ടൻ സംഖ്യയാണെന്നുള്ള ഒരു പരാതി ഇപ്പം കുറെ പേർക്കൊക്കെ ചിലപ്പോ മാറി കിട്ടിക്കാണും. കാര്യം ഇപ്പൊ സംഖ്യകൾ തന്നെയാണല്ലോ പുള്ളിക്കെതിരായിട്ട് വരുന്നത്. തീർച്ചയായും. എനിക്ക് ഏറ്റവും പറയട്ടെ, ഈ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ മറ്റേ BJP ഫണ്ടഡ് ആണെന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഷെറീഫ് മുഹമ്മദ് എന്ന് പേരുള്ള ഒരു RSSകാരൻ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചെറിയൊരു മുസ്ലിം ആൾക്കാർക്കും ഇത് ലൈക്ക് RSS BJP അവരോട് താല്പര്യമുള്ള ചെറിയൊരു കൂട്ടം ഉണ്ട്. ഇപ്പൊ ക്രിസംഗി പോലെ മുസംഗി ഉണ്ടെങ്കിലും മുസംബി എന്നൊക്കെ പറയുമ്പോൾ അറിയാമോ? ക്രിസംഗികൾക്ക് ഞാൻ ഈ പടം ലൂസിഫർ എമ്പുരാൻ എന്ന് വന്നപ്പോഴേ ഞാൻ ഓർത്തായിരുന്നു ഈ ക്രിസ്ത്യാനികൾ എന്താണേലും ഇതുകൊണ്ട് വരുമായിരിക്കും. വന്നായിരുന്നു ക്രിസ്ത്യാനികൾക്ക് പ്രോബ്ലം വന്നു ഈ കത്തോലിക്ക സഭ അതായത് സന്ധ്യാപ്രാർത്ഥനയിൽ എന്തോ എന്റെ തമ്പുരാനെ എന്ന് യൂസ് ചെയ്തൊക്കെ ഇതിനകത്ത് പിന്നെ ക്രിസ്തീയ സിംബലുകളൊക്കെ ഇതാക്കിയിട്ടുണ്ട്. അത് ലൂസിഫർ ഇറങ്ങിയ സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. മോഹൻലാലിന്റെ പുതിയ പടത്തിന്റെ പേര് ലൂസിഫർ എന്നാണ്. അപ്പം ചെകുത്താനെ ആരാധിക്കുന്നതിലോട്ട് യുവതലമുറയെ തള്ളിവിടുന്ന രീതിയിൽ പൃഥ്വിരാജിന് അങ്ങനത്തെ പടങ്ങളോട് പ്രത്യേക താല്പര്യം ഉണ്ട് എന്നുള്ള ഈ ഐസിസ് പരാമർശം പോലെ തന്നെ. കാര്യം പുള്ളി ആഡം ജോനൊക്കെ എടുത്തോണ്ട് അപ്പം പുള്ളിയുടെ പടങ്ങളിലൊക്കെ ആ ഒരു സൈറ്റാനിക് വർഷിപ്പിന്റെ ഇത് വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പം രണ്ട് സൈഡിൽ നിന്നുണ്ട്. ക്രിസ്ത്യാനികളുടെ ഇടയില് ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവണൻ, ഇപ്പോഴാണ് ആ ഡയലോഗ് കറക്റ്റ് ആയത്. അവര് കൂടെ വന്നാൽ മതി. അവരെ ഞാൻ കാര്യം പറയട്ടോ,
ഈ പറയുന്ന ഇവരുടെ ഈ പറയുന്ന ഒരു സോക്കോൾ പാർട്ടിയുടെ കാര്യം മാത്രം അവർക്ക് മാത്രം വ്രണപ്പെടാനാണെങ്കിൽ ശരിക്കും എന്ത് ചെയ്യാൻ പാടെ 3 പാർട്ടിക്കാരിയെ നല്ല പോലെ കൊള്ളിക്കുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോ സോക്കോൾ IUF പാർട്ടിയെ കാണിക്കുന്നത് ഏത് പാർട്ടിയാണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാമല്ലോ. അത് UDFിനെയാണ് കാണിക്കുന്നത്. അപ്പം UDFിനെ കാണിക്കുന്നത് എന്താ, മറ്റേ ഫാമിലി പാർട്ടി എന്നുള്ളതാണ് ബേസിക്കലി ഇതിനകത്ത് കാണിക്കുന്നത്. അതായത് നെപ്പോട്ടിസം പോലെ ഒരാൾ പോയി കഴിഞ്ഞാൽ അടുത്ത മെമ്പർ അതിന്റെ കഴിയുമ്പോഴത്തേക്ക് അവരുടെ അടുത്ത ഫാമിലി മെമ്പർ അങ്ങനെ പൊക്കോണ്ടിരിക്കുക. അതിന് കമ്മ്യൂണിസ്റ്റുകാരുടെ കാണിക്കുന്ന ഒരു വേറെ രീതിയിൽ അതിന്റെ അകത്ത് അവരെ കളിയാക്കുന്നുണ്ട്. സെയിം സാധനം തന്നെ അപ്പുറത്ത് ഈ പറയുന്ന സോക്കോൾ ASF എന്ന് ഉദ്ദേശിക്കുന്ന ഈ പ്രമുഖ പാർട്ടിയെ കളിയാക്കുന്നു. അതാ ഞാൻ പറഞ്ഞ അവന്മാര് ചുമ്മാതെ കേറി പിടിച്ച് ഇതിന്റെ അറ്റത്ത് കയറി പിടിച്ചില്ലായിരുന്നു ഇതിപ്പോ അത്രയും പ്രശ്നം ഇതിപ്പോ പടത്തിന് പ്രൊമോഷൻ ആയില്ലേ? അതെ അതാ ഞാൻ പറഞ്ഞത്. BBC ഡോക്യുമെന്ററി ആരറിഞ്ഞു ആരറിയത്തില്ല, ആരും അറിയാതെ കിടന്ന ഒരു സാധനം ഇത് ബാൻ ചെയ്തപ്പോ നാട്ടുകാർക്കെല്ലാം കാണണം. ഇതാണ് ഇപ്പോഴത്തെ ഒരു ഞാൻ പറഞ്ഞു കേരള സ്റ്റോറി ഒന്നും കാണാൻ നിൽക്കരുത്, കാരണം അതിന് കൂടുതൽ പ്രൊമോഷൻ ആവും. കാണുകയും ചെയ്യരുത്, അതിനെ അവിടെ തന്നെ അങ്ങ് വെച്ചേക്കാം. ഈ മേഡയിൽ രാജനെ ലൂസിഫറിന്റെ അകത്ത് ഒരു ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, മകളുടെ ഹോസ്പിറ്റൽ ആണെന്നൊക്കെ ഉള്ള അത് റിയൽ ലൈഫിലും ആരുടെയോ അല്ലെ എവിടെയൊക്കെയോ ഈ കേരള സ്റ്റോറിയുടെ കാര്യം പറഞ്ഞു. ഈ നമ്മുടെ ഇതിന്റെ അകത്ത് സുരാജിന്റെ ക്യാരക്ടറായിട്ട് കാണിക്കുന്നതിന്റെ ഒറിജിനൽ ക്യാരക്ടർ ഉണ്ടല്ലോ, അദ്ദേഹം കേരള സ്റ്റോറി ഇറങ്ങിയ സമയത്ത് പറഞ്ഞത് സിനിമ സെൻസർ ബോർഡ് എന്ന് പറഞ്ഞ ഇന്ത്യൻ ഇതിലൂടെയാണ് കടന്നു വരുന്നത്, അപ്പൊ അത് പ്രദർശിപ്പിക്കാനുള്ള അവകാശം എല്ലായിടത്തും ഉണ്ട്. ഗാർലിക് ബ്രോ അല്ല, ഗാർലിക് അല്ല, ഓണിയൻ അതെ അതെ തീർച്ചയായും. അപ്പം അദ്ദേഹം അന്ന് പറഞ്ഞ അങ്ങനെയാണ്, ഈ ഇന്ത്യൻ സെൻസർ ബോർഡ് എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനത്തിലൂടെ കടന്നു പോയിട്ടാണ് കേരള സ്റ്റോറി വരുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന് എവിടെയും പ്രദർശന അനുമതി ഉണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് എന്നൊക്കെയാണ്. പക്ഷെ ഇപ്പം എമ്പുരാന്റെ ഇത് വരുമ്പത്തേക്ക് അത് പൃഥ്വിരാജ് ഐസിസ് ടെററിസ്റ്റും ലാലേട്ടൻ രാജ്യദ്രോഹി, അപ്പൊ ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലേ എന്നാണ് ഞാനിങ്ങനെ. അല്ല, അതിപ്പോ നമ്മുടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു മലയാളം ന്യൂസ് ചാനൽ ഇതിന്റെ ഒരു ന്യൂസ് ചാനൽ ഹെഡായിട്ടിരിക്കുന്ന ഒരാളിപ്പം BJPയുടെ നമ്മുടെ ആൾക്കാർ സെൻസർ ബോർഡിൽ ഇരിപ്പുണ്ട്, എന്നിട്ട് നമ്മുടെ ആൾക്കാർ എന്താ അതിനൊന്നും ചെയ്യാഞ്ഞത്, അതിനെല്ലാം നടപടി എടുക്കും. അതെ അതെ അങ്ങനെയായിരുന്നു. അവർക്ക് പോലും കിടിലം പാടായിട്ട് തോന്നി ആയിരിക്കും. ഞാൻ പറയുന്ന ലാലേട്ടന്റെ ലെഫ്റ്റനന്റ് കേണൽ പദവി പറിച്ചെടുക്കണം, പൃഥ്വിരാജിനെ നാട് കടത്തണം, പിന്നെ മുരളി ഗോപിനെ ഈ രാജ്യദ്രോഹത്തിന് അത് കുത്തണം. അങ്ങനെ മൊട്ടയടിച്ച് പുള്ളിക്ക് ഇനി മുട്ടയടിക്കാനും പറ്റത്തില്ല, അതാ ഏറ്റവും പാട്. ഓൾറെഡി മുട്ടയാ, പുള്ളി കുത്തിയാ മതിയല്ലോ, കാര്യം അത്ര എളുപ്പമായിരുന്നു. ചാണകവെള്ളം തളിച്ചാൽ മതി, ചാണകവെള്ളം തളിച്ചാൽ. ഈ വിദേശ മലയാളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മറ്റേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പറയുന്നത് ഇങ്ങനത്തെ കുറെ വാർത്തകളൊക്കെയാണ്. ക്രിസ്ത്യാനികൾക്കും എമ്പുരാനെതിരെ തിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ. ഇപ്പം പറഞ്ഞു ഏത് ക്രിസ്ത്യാനി, ഒന്നാമത്തെ കാര്യം ക്രിസ്ത്യാനികൾക്ക് ഒരു യൂണിറ്റിയും ഉള്ളതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അവര് തിരിയാനുള്ള സമയം പോലും അവർക്കില്ല. എനിക്ക് യഥാർത്ഥത്തിൽ അവരാ മൈനോറിറ്റി ഇപ്പോ. അതാണ് നാട്ടില്. ഞാനത് കേട്ടിട്ടില്ല. അല്ല, അങ്ങനെ ഒരു ഓഡിയോ ഏതാണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അതിന്റെ അകത്തുനിന്നാ ഞാൻ ഇത് കേട്ടെ. ഈ എന്റെ എമ്പുരാൻ എന്നുള്ള പേര് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് സന്ധ്യാപ്രാർത്ഥനയ്ക്കിടയിൽ എന്റെ തമ്പുരാനെ എന്ന് നിങ്ങൾ വിളിക്കുന്ന ഇതാണ്. അങ്ങനെയാണെങ്കിൽ സിമിലർ സൗണ്ടിങ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും പ്രോബ്ലമാറ്റിക് ആണെന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ പോരെ. അല്ല, അത് മാത്രല്ല, ഇതില് ഒരുപാട് ഡയലോഗുകളുണ്ട്. കറുത്ത മാലാക എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ലൂസിഫറിനെ പ്രകീർത്തിച്ചുള്ള ഡയലോഗുകൾ ഒരുപാടുണ്ട്. യൂണിറ്റിക്കാർക്ക് പോലും ഒരു പ്രശ്നമില്ല ഇത്രയും പറയുന്നതിന്. ഇവിടെ ഇല്ലോളം കിടക്കുന്ന ഈ ചെറിയ ഇച്ചിരി പോലും പാർട്ടിക്കാർക്ക് ഈ പ്രശ്നം മാത്രം. ഇത്രയും ലോകവ്യാപകമായിട്ടുള്ള ഇലുമിനാറ്റി അണ്ണന്മാർക്ക് ഒരു പ്രശ്നമില്ല. അവർ നോക്കുമ്പോ അവർക്ക് ഫ്രീ പ്രൊമോഷൻ. അല്ല, അത് ഫലം കണ്ടല്ലോ, 17 കട്ടുകളല്ലേ വരുന്നത്. അപ്പൊ അത് ഒരു നല്ലൊരു ഇതാണല്ലോ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ നല്ല കേട്ടോ, പടത്തിനെ കുറച്ച് ലാഗ് മാറി കിട്ടും എനിക്ക് 17 കട്ട് കഴിയുമ്പോഴത്തേക്ക്. അല്ല, വെട്ടി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ശരിയാണ്.
പക്ഷേ ഈ അത് എനിക്ക് കട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ ആ പടത്തിന് ഫൈറ്റിന്റെ ലാഗ് കുറച്ച് ഒന്നും ഭാഗം കട്ട് ചെയ്യണം. തോന്നിയില്ല. ഇല്ല എനിക്ക് ആ പടത്തിന്റെ ലാഗ് അല്ല ലാഗ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഫോണിലോട്ടൊന്നും നോക്കിയൊന്നുമില്ല. എനിക്ക് എല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അതായത് എന്തൊക്കെയാണ് ഇനി വരുന്നതെന്ന് അറിയാൻ ഒരു ആകാംക്ഷ ഉള്ളതുകൊണ്ട് ഫോണിലോട്ട് നോക്കാൻ പറ്റിയില്ല സത്യം. ഒന്ന് കണ്ണ് വെട്ടിച്ചാൽ എന്തെങ്കിലുമൊക്കെ ഇനിയിപ്പോ മിസ്സാവോ എന്നുള്ള ഒരു ഈസ്റ്റർ എഗിന്റെ ആളാണല്ലോ ഈ പുള്ളി. ആളാണല്ലോ. അതെ അതെ. എല്ലായിടത്തും എല്ലാം ഉണ്ടെന്നൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ, സത്യം എനിക്കും പറഞ്ഞു. അത് കുറച്ച് ഇഷ്ടപ്പെട്ടായിരുന്നു. കൂടുതലായെങ്കിലും സാരമില്ല, കുഴപ്പമില്ല, നല്ലായിരുന്നു. ഇച്ചിരി ഓവർ ദ ടോപ്പ് ആയല്ലേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് ശ്രദ്ധിക്കൂ. പറയുന്നത്. അതെ. അതല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെവിളിന്റെ അകത്തോട്ട് കയറിപ്പോയ ഒരു മോഹൻലാലിന് അതായിരുന്നപ്പം സൂപ്പർ ആയിരുന്നു. മരം കത്തി വീണപ്പം സൈമിൾട്ടേനിയസ്ലി അവിടെ ഉള്ള എല്ല് കാണിച്ചത് എങ്ങനെയാണ്? അവിടെ അല്ലേ? എനിക്ക് മിഷേലിനൊക്കെ അല്ല, എനിക്ക് മനസ്സിലാവാത്തതില്ലേ, ഇവര് ഈ ബോംബ് ബ്ലാസ്റ്റ് നടന്നിട്ട് ഇവര് എങ്ങനെയാണ് ആകെ മരിച്ചത് മൊത്തം കബുകളുടെ ആൾക്കാര്, മറ്റവന്മാരെല്ലാം അടിയിക്കൊത്ത കിളിവാതിൽ കൂടെ ഇറങ്ങി അങ്ങ് പോയി. എന്നിട്ട് ഇവര് പറയുന്നു മറ്റേ മരിച്ചതായി സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഈ MI6 കൂട്ട് എന്നിട്ടൊരു കള്ളക്കളി കളിച്ചതാണോ? എന്നിട്ട് ആണ്. ബോറിസ് ചോദിക്കുന്നുണ്ടല്ലോ, സിക്കാഡ ഹിംസെൽഫ് ഇസ് ഓൾസോ അലൈവ് എന്തോ ചോദിക്കുന്നുണ്ട്. അപ്പൊ പുള്ളിയുടെ മൊത്തത്തിൽ അതിനകത്തുള്ള മാനിപ്പുലേഷൻ ആണ്. ഓ ഓക്കെ. എനിക്ക് ആ അവരോട് ബോംബ് ബ്ലാസ്റ്റും ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തോന്നിയായിരുന്നു. ഭയങ്കര അതില്ലായിരുന്നു. നല്ലതായിരുന്നു. അങ്ങനത്തെ സാധനങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. ബ്ലാസ്റ്റുകളെല്ലാം കാരണം പുള്ളിക്കാരിയുടെ അതെനിക്ക് മണ്ടയ്ക്കോട്ടെ പുള്ളിക്കാരുടെ മണ്ടയ്ക്കോട്ടെ കട്ട വീഴുന്നൊക്കെ ഭയങ്കര ഭയങ്കര നൈസായിരുന്നു. പുള്ളിക്കാരിക്ക് അടുത്ത പടത്തില് ഖുറേഷ്യയുടെ കൂടെ ആയിരിക്കും എന്നുള്ള ഒരു സൂചന എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? പുള്ളി ഇപ്പുറം വരാനായിട്ടുള്ള ഒരു സാധ്യത ചാൻസ് ഉണ്ടെന്ന് എനിക്കും തോന്നിയായിരുന്നു. കാരണം മറ്റേ പുള്ളി മരിച്ചല്ലോ, അപ്പൊ ഇവിടെ ഒരാള് വേണമല്ലോ പുള്ളിക്ക്. പോയിന്റ്. അതിനുള്ള ഒരു സാധ്യത. അടുത്തത് കുറച്ചുകൂടെ പുള്ളി ഒരു ഭയങ്കര ബാറ്റ്മാനിഷ് ആയിട്ട് ആവാനാ ചാൻസ്, കുറച്ചുകൂടെ ഷാഡോസിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഹീസ് നോട്ട് അലൈവ് എനിമോർ, ഹീസ് മോർ ഓഫ് എ ഗോസ്റ്റ്, റൈറ്റ്? മറ്റേ കമൽഹാസന്റെ പോലെ, വിക്രം പോലെ. ഓൾറെഡി ഏതാണ്ട് അതുപോലൊക്കെ ആയിരുന്നു. ഒരു കറക്റ്റ് ഫേസ് ഒന്നും ഇല്ലാതെ. അപ്പം അത് പക്ഷെ പുള്ളിയെ പറ്റി ഇൻഫോ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. 2006 എടുത്ത ഒരേ ഒരു ഫോട്ടോ, അത് ബാക്കിൽ നിന്നുള്ളൊരു ഷോട്ട്, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇന്ദ്രജിത്ത് റിയലൈസ് ചെയ്യുന്നത് മറ്റേ മോചനത്തിന്റെ ഷോട്ട്, അയാള് ബോറിസിന് കൈ കൊടുക്കുന്ന ഷോട്ട്. ഗോവർദ്ധൻ ഇനിയിപ്പോ ആ ബാക്ക് ഷോട്ടിൽ നിന്ന് ഖുറേഷ്യനെ തിരിച്ചറിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. മോതിരം കണ്ടാണ് തിരിച്ചറിയുന്നത്. അതേ ഡിസൈനിലുള്ള മോതിരം വേറെ എവിടെയെല്ലാം ഉണ്ടാവും. അത് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ഒരേ ഷൂ പ്രിന്റ് തന്നെ എത്ര ഉണ്ടാവും മറ്റേ കേടപ്പടത്ത് ചോദിക്കുന്ന പോലെ. അപ്പം അങ്ങനെയൊക്കെയാണ്. ഈ പൊളിറ്റിക്സിന്റെ ഈ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ കോമഡി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്ന് ആലോചിക്കും. കാര്യം അവര് ഉദ്ദേശിച്ച പോലെ സെൻസേർഡ് ആയല്ലോ. അപ്പം നിങ്ങൾക്ക് ഇത് ഒരു 500 കോടി രൂപ അടിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, എത്ര നിങ്ങൾക്ക് എക്സ്പെക്ടേഷൻ, എത്ര എൻഡ് ഗ്രോസിംഗ് എത്ര ആയിരിക്കും? 500 കോടി മാക്സിമം വരുമെന്നുള്ളത് ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് തോന്നിയായിരുന്നു. ഇനിയിപ്പം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നില്ല 500 കോടിയൊന്നും വരുന്നു. അടിപൊളി പടം ലൂസിഫർ ലെവലായിരുന്നെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ചിലപ്പോ ഒരു 500 അടുപ്പിച്ചെങ്കിലും ആയിരുന്നു, 450 എന്നെ പോലുള്ള ആൾക്കാരും ഉണ്ടടാ. എനിക്ക് ലൂസിഫറിനെക്കാളും എനിക്ക് എമ്പുരാൻ ഇഷ്ടപ്പെട്ടു. സോ എന്നെ പോലുള്ള ആൾക്കാരും ഉണ്ട്. അല്ല, ഇനി വേറെ സംഭവം ഉണ്ട്. ഇത് ഈ പെരുന്നാള് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവര് ഇപ്പൊ സിനിമയ്ക്ക് പോകുന്നുള്ളു. എന്റെ ഓഫീസിൽ തന്നെ കുറെ പേര് പോവാതെ ഇപ്പോഴും ഇരിപ്പുണ്ട്. പിന്നെ UAE-ലൊക്കെ കുറച്ചുകൂടെ റീവാച്ച് ചെയ്യാൻ പോകുന്നവര് കാണും. മിഡിൽ ഈസ്റ്റിൽ കുറച്ചുകൂടെ സെയിൽ നടക്കാൻ ഇതൊരു 200 എന്തായാലും ക്രോസ് ചെയ്യുമായിരിക്കും. ഒരു ചോദ്യം പോലും അല്ല, എന്റെ മനസ്സിൽ 300 അടിക്കുവോ ഇല്ലയോ എന്നാണ്. 500 ഒന്നും എന്താണേലും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 500 ലൈക് സൂപ്പർ മൂവി ആയിരുന്നെങ്കിൽ 500 നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഇപ്പം എന്റെ മനസ്സിൽ 300 അടിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. മലയാളത്തിലെ ഫസ്റ്റ് 300 ലാലേട്ടന്റെ പേരിൽ. 100 200 പുള്ളിയുടെ പേരിലല്ലേ? ഓ ആണോ? 100 പുള്ളിയുടെ പേരാണോ? ആണോ? 200 അല്ലല്ലോ, 200 ആയിരുന്നല്ലോ. ലൂസിഫർ 200 ബോക്സ് ഓഫീസ് കളക്ഷൻ അല്ല. ബോക്സ് ഓഫീസ് കളക്ഷനും അത് മറ്റേ ടോട്ടൽ 200, പക്ഷെ അല്ലാതെ മഞ്ഞുമല അല്ലാതെ അങ്ങനെ നോക്കുമ്പോ ഇനിയൊരു മോഹൻലാൽ ചിത്രത്തിന് 500 ഈസി ആയിട്ട് ക്രോസ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. കാരണം ജിത്തു മാധവൻ സിനിമ വരുമ്പോഴത്തേക്കും മിക്കവാറും ദൃശ്യം 3 വരുന്നുണ്ട്, റാം വരുന്നുണ്ട്,
കൊറേ റാമിന്റെ റാം കാര്യം എനിക്ക് എനിക്ക് പിന്നെ ഇല്ല റാം ഈ വീരധീര സൂരം പോലെ പാർട്ട് 2 ആദ്യം ഇറക്കി വിട്ടാ മതി. പക്ഷെ അത് അത്ര ഉണ്ടാവും എനിക്കറിയില്ല. ജിത്തു ജോസഫ് ഞാൻ പറഞ്ഞില്ലേ, ജിത്തു ജോസഫ് ഒരു ചെറുതായിട്ടൊക്കെ ചിലപ്പോ കയ്യിൽ നിന്നൊക്കെ പോകാൻ ചാൻസ് ഉള്ള ഒരു ഡയറക്ടർ. നമുക്ക് ഒന്നും പറയാൻ പറ്റൂല പുള്ളിയുടെ കാര്യത്തില്. കോമഡി പടങ്ങളല്ലാതെ ബാക്കി ഏതാണ് പക്ഷെ അങ്ങനെ പറയാൻ പറ്റത്തില്ല. ബിഗ് ബോസ് മൈ ബോസ് അടിപൊളി മൈ പടമാണല്ലോ. ബോസ് ഒക്കെ അടിപൊളി പടങ്ങളാ പുള്ളി. എനിക്ക് ആ പൃഥ്വിരാജ് പടം ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അത് ഭയങ്കര മീഡിയോക്കർ. അല്ല മെമ്മറീസ് അല്ല, ഊഴം വാസ് വെരി മീഡിയോക്കർ. ആദ്യം എനിക്ക് മീഡിയോക്കർ ആയിട്ടാ. പക്ഷെ ഞാനൊരു പടം കണ്ടിട്ടുണ്ട്, അതൊരു അടിപൊളി പടമായിരുന്നു. കരഞ്ഞു പോയി ഞാൻ. അതാണ്, അത് കോമഡി ജോണറിലാണ് പുള്ളിക്ക് പിഴവ് വരുന്നത് എനിക്ക് തോന്നുന്നു. ഈ ഊഴമാണെങ്കിലും ഒരു ഡീസന്റ് വാച്ച് ആയിട്ടാ എനിക്ക് തോന്നുന്നത്. ഡീസന്റ് അല്ല, ആവറേജ് വാച്ച് ആയിട്ടാണ് ട്വൽത്ത് മാൻ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം ട്വൽത്ത് മാൻ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഭയങ്കര ബോറായിരുന്നു. അതാ പറഞ്ഞ, എനിക്ക് പുള്ളിയുടെ മേക്കിംഗ് സ്റ്റൈൽ എനിക്ക് ഒട്ടും അത് ഇഷ്ടമല്ല. പണ്ട് പുള്ളി കുഴപ്പമില്ലായിരുന്നു. എനിക്ക് വന്നത് കാലഘട്ടം അങ്ങോട്ട് പോകുമ്പോ പുള്ളി വേഴ്സായി വരുവാണോന്ന് എനിക്കൊരു ഡൗട്ട്. അല്ലല്ല, പുള്ളി പണ്ട് തൊട്ടേ ഒരു ഡയറക്ടർ എന്ന രീതിയിൽ ഒരു മീഡിയോക്കർ ഡയറക്ടർ. പക്ഷെ പുള്ളിയുടെ സ്റ്റോറി റൈറ്റിംഗ് ആണ് പുള്ളിയുടെ മെയിൻ. സ്റ്റോറി റൈറ്റ് ചെയ്തിട്ട് വേറെ ആരെങ്കിലും ഡയറക്റ്റ് ചെയ്യണം, അപ്പൊ അടിപൊളിയാവും. അല്ല, എനിക്ക് ഇനിയിപ്പോ തോന്നുന്നത് സത്യം പറഞ്ഞ ഈ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് ദൃശ്യം 2-നേക്കാളും എന്തുകൊണ്ടും ഇഷ്ടം കൂമൻ. രക്ഷയില്ലാത്ത പാടാണ്. അയ്യോ, ഭയങ്കര അണ്ടർ റേറ്റഡ് ഫോർ വാട്ട് ലൈക്ക്. ശരിയായിട്ട് അത് ആൾക്കാർ അതിനെ കുറിച്ച് അധികം സംസാരിക്കുന്നില്ല. അതെന്താണെന്നറിയാമോ, ആസിഫ് അലിയുടെ 5 പടം അടുപ്പിച്ച് പൊട്ടിയിട്ട് ഇറങ്ങിയ പടം അതാണ് കൂമനെ ഒട്ടും ഹൈപ്പില്ല. പക്ഷെ അപ്പൊ നേരെ തിരിച്ചല്ലേ വരണ്ട, 5 പൊട്ടിയിട്ട് നല്ലത് വരുമ്പോ. അല്ലല്ല, ഇപ്പം രേഖാചിത്രം എന്റെ കൂടെ കണ്ട കുറെ പേർക്ക് ആവറേജ് പടമായിട്ട് തോന്നിയത്. പക്ഷെ ആസിഫ് അലിയുടെ അടുപ്പിച്ച് സൂപ്പർ പടങ്ങൾ ഇറങ്ങിയോണ്ട് ഇപ്പൊ രേഖാചിത്രം 50 കോടി അടിച്ചു. അപ്പൊ എക്സ്പെക്ടേഷൻ ഉണ്ട്. കണ്ട ആസിഫ് അലിയുടെ പടങ്ങൾ മിനിമം ഗ്യാരണ്ടി ഉണ്ട്, അന്നില്ലായിരുന്നത്. എനിക്ക് തലവനേക്കാളും ഇഷ്ടം കൂമനാണ്. ഈ സോക്കോൾഡ് റാം ഇപ്പം റാമിന്റെ അകത്ത് മറ്റേ മിഷൻ ഇംപോസിബിളിലെ ഫൈറ്റ് ഡയറക്ടർ ഒക്കെ അതിന്റെ അകത്ത് വർക്ക് ചെയ്തിരുന്നെന്നാ പറഞ്ഞത്. അങ്ങനെ ആരെങ്കിലും ഒരാൾ ഇവിടെ വേണമായിരുന്നു. എമ്പുരാന് ശരി. അതാണ് എനിക്ക് സ്റ്റൺസിൽവെ കൊണ്ടായിട്ട് ലൂസിഫറിനകത്ത് കുഴപ്പമില്ലായിരുന്നു. ഈ ലൂസിഫറിന്റെ അകത്ത് കുഴപ്പമില്ലാത്തതാണ് പ്രശ്നം. ഈ ദീപക് ദേവും സ്റ്റൺസിൽവെ എല്ലാം ലൂസിഫറിന്റെ അകത്ത് സൂപ്പറായിട്ട് അതെന്തുകൊണ്ടാ? ലൂസിഫർ ഒരു കേരള ബേസ്ഡ് പടം ആയതുകൊണ്ടാണ്. ഇത് കുറച്ചുകൂടെ ഒരു, പിന്നെ അത് മാത്രമല്ല, ലൂസിഫറിന്റെ പുറത്ത് ഒരു എക്സ്പെക്ടേഷനും ഇല്ലായിരുന്നു. ഒരു എക്സ്പെക്ടേഷനും വളരെ കുറവ്. അങ്ങനെ പറയാൻ പറ്റത്തില്ലടാ. കാരണം പൃഥ്വിരാജ് മോഹൻലാലും കൂടെ ഇത്ര ഹൈപ്പ് ഇല്ലെന്നുള്ളത് ഞാൻ യോജിക്കുന്നു. പക്ഷെ ഹൈപ്പ് ഉണ്ടായിരുന്നു. ഹൈപ്പ് ഒരു മലയാളം പടത്തിനോ ഒരു ഇന്ത്യൻ പടത്തിനോ ഇതുവരെ ഭയങ്കര കുറവ്. ആകെ ലിയോന് മാത്രമായിരുന്നു. ലിയോയ്ക്ക് ഹൈപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇത്ര ഹൈപ്പ് കണ്ടിട്ടുള്ള. വിക്രത്തിന് അത്യാവശ്യം ഹൈപ്പ് ഇല്ലായിരുന്നു ഇറങ്ങുന്ന സമയത്ത്. ഇത് ലിയോ എന്ന് പറഞ്ഞ വിക്രം കഴിഞ്ഞിട്ട് ലോകേഷ് കനകരാജ് കൂട്ടത്തെ ഒരു ഡയറക്ടർ വിജയ് എന്ന് പറഞ്ഞ ഒരു ആക്ടറുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത എന്ന് പറഞ്ഞാൽ വിജയായിട്ട് രണ്ടാമത്തെ പടമാണ്. രണ്ടാമത്തെ പടത്തിന് ഇത് LCO ആണെന്നുള്ള ഒരു രീതിയിലും കൂടെ വന്നപ്പോ അതിന്റെ ഹൈപ്പ് കയറിയതാണ്. വിക്രത്തിന് ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയല്ല. 500 കോടി അടിച്ചിട്ട് ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അല്ല, വിക്രത്തിന് കാരണം ഒരു ഗാമ്പിള് വലുതായിട്ട് എന്താ പറയുക, കമലഹാസന് വലിയ ഹിറ്റുകൾ ഇല്ലാതെ ഇരിക്കുന്ന സമയത്താണ് വിക്രം വരുന്നത്. അപ്പം ആൾക്കാർക്ക് അറിയത്തില്ല ഇത് എന്തായിരിക്കും എന്നുള്ളത്. പക്ഷെ റിലീസ് ചെയ്ത അടുത്ത ദിവസം തന്നെ എന്തായിരുന്നു, അത് തലേ ദിവസം അവനൊരു പോസ്റ്റ് കിട്ടില്ലായിരുന്നു, പ്ലീസ് വാച്ച് കൈദി ബിഫോർ വാച്ചിങ് വിക്രം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും തീർന്നു. അവളെ പിന്നെ കഴിഞ്ഞു പരിപാടി. അപ്പം എമ്പുരാനെ കുറിച്ച് മറ്റെന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് തോന്നുന്നു തേർഡ് വന്നു കഴിയുമ്പോ സെക്കൻഡിന്റെ അകത്ത് കുറെ പ്രശ്നങ്ങൾക്കുള്ള ആൻസർ കിട്ടുമായിരിക്കും തോന്നുന്നു. എനിക്ക് അതാണ് പ്രതീക്ഷ. ഔട്ടറിന്റെ കാര്യം ആലോചിക്കുമ്പോ അതായത് ഇത് ചാൻസ് ഉണ്ട്. സക്സസ്ഫുൾ ആകുവാണെങ്കിൽ അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആവുകയാണെങ്കിൽ തേർഡ് ഇറക്കത്തോളം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് കാരണം പ്രോഫിറ്റബിൾ ആവുക ഉള്ള ഒരു കാര്യം ഇപ്പൊ ഇല്ല. 100 കോടി സെക്കൻഡ് ഡേ. ഈ
പടം മിനിമം 3 ആഴ്ച ഓടും. എന്റെ ഒരു ഇതില് മിനിമം 250 കോടി അടിക്കും. ജസ്റ്റ് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 250 അറ്റ്ലീസ്റ്റ് റിക്കവർ ചെയ്യുന്നതിന് ഒരു ഡൗട്ടും ഇല്ല. പിന്നെ OTT ഇറങ്ങും, സാറ്റലൈറ്റ് ഇറങ്ങും, അതിനൊന്നും ഡൗട്ടും ഇല്ല. എന്നാലും അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. ഈ പടം നമുക്കറിയത്തില്ല, ചിലപ്പോ ഈ പടം എടുക്കാൻ 100 കോടി ആയി കാണത്തുള്ളൂ, ചിലപ്പോ 180 എന്ന് പറഞ്ഞ ആരോ കണക്ക് പറയുന്ന കേട്ടായിരുന്നു. ഗോകുലം ജി പറഞ്ഞായിരുന്നു 180 ഇപ്പൊ പലതും പറയുന്നുണ്ട്. മല്ലിക സുകുമാരൻ പറയുന്നുണ്ട് മമ്മൂട്ടി മോഹൻലാലും കൂടെ ഒരുമിച്ച് അഭിനയിച്ച പടം ശരിയാ, അത് ഞാനും കേട്ടായിരുന്നു ഇന്റർവ്യൂ. അല്ല, അതുകൊണ്ട് ഞാൻ മമ്മൂക്കാനെ പ്രതീക്ഷിച്ചായിരുന്നു. ഹെലികോപ്റ്റർ ഓടിച്ചത് മമ്മൂട്ടി. എന്റെ തിയേറ്ററിലെ ക്യാമിയോയുടെ കാര്യം വന്നപ്പോ ആൾക്കാർ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ വന്ന തിയേറ്ററിൽ ആ പ്രിന്റ് ഉണ്ടായിരുന്നില്ല. അത് ന്യൂസിലൻഡിലോ വേറെ വല്ലയിടത്തും ആയിരിക്കും. എന്തോ ചെയ്യാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആശ്വസിച്ചാൽ മതി. പക്ഷെ എനിക്ക് മലൈക്കോട്ടെ വാലിബന്റെ ഇതില് അത് ആ ഒരു അവസ്ഥയിലോട്ട് പോകുമോന്നൊരു ടെൻഷൻ ഉണ്ട് ഇതിന്. എന്നുവെച്ചാൽ ഈ പടത്തിന്റെ റിക്കവറിയുടെ ഇതിലല്ല, സീക്വൽ വരുന്നതിന്റെ കാര്യത്തിൽ അടുത്ത എന്തായാലും ഇറങ്ങാതിരിക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊന്നുകൂടെ പോയി കാണണമെന്നും പറഞ്ഞോണ്ടായിരിക്കുന്നു സത്യം പറഞ്ഞാൽ ഇവിടെ എപ്പോഴും. കാരണം എന്റെ ഒരു ഫ്രണ്ട് മുമ്പേ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു, ദാറ്റ് പുള്ളി ഫാമിലിയോടെ 2ാമത്തെ വട്ടം കയറി ഇപ്പം ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു, കുറെ കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളത്. മേ ബി ആദ്യത്തെ എക്സ്പെക്ടേഷൻസിന്റെ ഇതില് ഇതുകൊണ്ടായിരിക്കും. പക്ഷെ എനിക്ക് ആ ഫീലിംഗ് ഇല്ലായിരുന്നു. ഞാൻ എക്സ്പെക്ടേഷൻ ഇല്ലാതാ പോയെ. അല്ലേ, ഞാനൊരു കാര്യം പറയട്ടെ. ഏതോ ഒരു ഇന്റർവ്യൂവിനകത്തില് പൃഥ്വിരാജിനോട് ഇന്റർവ്യൂവർ പറയുന്നുണ്ട്, പൃഥ്വിരാജാണോ മോഹൻലാലാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ആരോടോ ഇന്റർവ്യൂവർ പറയുന്നുണ്ട്, ഇത് എമ്പുരാനായതുകൊണ്ട് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുമെന്ന്. എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? എന്ത് ആവശ്യത്തിനാ? പുള്ളി ആദ്യം തൊട്ടേ പറയുന്നുണ്ട് എക്സ്പെക്ട് ചെയ്യേണ്ട, ചെറിയ പട. കോക്കിന്റെ റിവ്യൂ കണ്ടിട്ടാ പോയത്, അതുകൊണ്ട് എനിക്ക് എല്ലാ എക്സ്പെക്ടേഷൻ തകർന്നായിരുന്നു. കോക്ക് ഇങ്ങനെ ഒരു റിവ്യൂ അടുത്തിടയ്ക്ക് ഒന്നും പറഞ്ഞിട്ടില്ല. മറ്റേ ധ്യാൻ ശ്രീനിവാസന്റെ പടത്തിന് പോലും ഇത്ര മോശം റിവ്യൂ അടുത്തിടയ്ക്ക് ഒന്നും പറഞ്ഞിട്ടില്ല. ധ്യാൻ ശ്രീനിവാസൻ ഒരു മലയാളത്തിന്റെ ഓപ്പൺ ഹൈമർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി കൂടുതലൊന്നും പറയുന്നില്ല. കോക്ക് പറഞ്ഞതിന്റെ അകത്ത് എനിക്ക് ആ ദീപക് ദേവിന്റെ കാര്യം മാത്രമേ എനിക്ക് പുള്ളിയോട് യോജിപ്പില്ലാത്തേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ദീപക് ദേവ് ഒന്നത്തെ കാര്യം, പുള്ളിക്ക് റിക്യൂണിനെ ഒന്നും അറിയത്തോലും ഇല്ല. പുള്ളി ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് കണ്ടിട്ടുണ്ടെങ്കിൽ റിക്യൂൺ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡൈ അനദർ ഡേ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും റിക്യൂണിന്റെ ഓർമ്മ വരും. അവൾ മറക്കത്തില്ല റിക്യൂണിന്റെ ക്യാരക്ടർ, കുറച്ചേ കാണത്തുള്ളൂ. പക്ഷെ ചിലതൊക്കെ പുള്ളി പറഞ്ഞത് എനിക്ക് അങ്ങനെ വലിയായിട്ട് യോജിക്കാൻ പറ്റിയില്ല. ചിലതൊക്കെ നൈസാണ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് ഫിലിം. പക്ഷെ the feeling is very mixed. I feel ഒരു മിഡ് വൈബ് ഉണ്ട് ആ പടത്തിന് അവിടെ. ഇറ്റ്സ് ഗുഡ് ബട്ട് there is a mid vibe to it. നമ്മുടെ ദിഗംബര, നീ വീരധീരസൂരം കണ്ടില്ലേ ഇത് കഴിഞ്ഞിട്ട്? what do you think? Do you think that എമ്പുരാൻ കാണാൻ പോകുന്നതിന് പകരം you should watch വീരധീരസൂരം എന്നൊക്കെ തോന്നുന്നുണ്ടോ? അങ്ങനെ ഞാൻ പറയില്ല, കാര്യം എനിക്ക് രണ്ടും ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈ ചെയ്തു. അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് ഒന്നിന് പകരം മറ്റൊന്ന് എന്നുള്ള ഒരു ഓപ്ഷൻ വരുവാണെങ്കിൽ. എല്ലാവർക്കും ഇപ്പൊ എല്ലാ പടം പോയി കാണാൻ പറ്റില്ലല്ലോ, നമുക്കത് അവൈലബിൾ ആണെന്നുള്ളത് ഒരിക്കലും പറയത്തില്ല. ഒരു മലയാളി ഒരിക്കലും ഇല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. വീരധീരസൂര ഇസ് വെരി ഗുഡ് ഫിലിം ആക്ച്വലി. ഞാൻ പോയി കണ്ടായിരുന്നു. അതിന്റെ കാര്യമില്ല, എമ്പുരാൻ കൂട്ട് മലയാളം വെയിറ്റ് ചെയ്തിരുന്ന ഒരു പടം ഇതുവരെ വന്നിട്ടില്ല. ആ പടം കാണത്തില്ലെന്ന് ആരും പറയുന്നില്ല. നിങ്ങൾക്കിപ്പോ എമ്പുരാന് ടിക്കറ്റ് കിട്ടിയില്ല, വേറെ ഇതൊന്നും ഇല്ല എന്ന് വീരധീരസൂരൻ കാണാൻ കയറുവാണെങ്കിൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ട വരത്തില്ല. ഇല്ല, അല്ലാണ്ട് വീരധീരസൂരന് നേരെ പോയി കണ്ടാൽ നല്ലൊരു പടം തന്നെ കേട്ടോ. സത്യം പറയല്ലോ, നല്ല പടമായിരുന്നു അത്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അത് വേറെ ഏതെങ്കിലും ടൈമിൽ ഇറക്കി വിട്ടിരുന്നെങ്കിൽ വുഡ് ഹാവ് ബീൻ എ ഹിറ്റ്. കാരണം അത് നല്ല പടം. ഇതിപ്പം എന്തായാലും തമിഴ്നാട്ടിൽ ഇത് നല്ല പോലെ ഓടും. അത് ശരി. അത്യാവശ്യം വിക്രമിന്റെ ഒരു കളക്ഷൻ ഈ പടത്തിന്, കാരണം ഇറ്റ്സ് നോട്ട് റിയലി ആൻ എക്സ്പെൻസീവ് ഫിലിം. വീരധീരസൂരന് അത്ര മേ ബി ഒരു 50 crore ബഡ്ജറ്റ് എടുത്തായിരിക്കും. ഇത് ഈസിലി ഒരു 100 അടിക്കാൻ ചാൻസ് തമിഴ്നാട്ടിലുണ്ട്. കാരണം എമ്പുരാന്റേത് ഹൈപ്പ് തമിഴ്നാട്ടില് എന്തായാലും തീരും. കേരളത്തിൽ മാത്രമേ ഇനി ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. ബാക്കി ഔട്ട് ഓഫ് കേരള എല്ലാ ഹൈപ്പും ഉടനെ നെക്സ്റ്റ് വീക്ക് ഉണ്ടായി. സോ ആ സമയത്ത് വീരധീരസൂരൻ കുറച്ചുകൂടെ ഓടാൻ ചാൻസ്. പക്ഷെ വിക്രമി അടുത്തതായിട്ട് പണ്ടത്തെ ഒരു ഗ്യാരണ്ടി ഇല്ലാത്തതുകൊണ്ട് കുറെ ഫാൻ ബേസ് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പണ്ട് പുള്ളിയുടെ ഒരു പടം ഇറങ്ങിയ മിനിമം ഒരു ഗ്യാരണ്ടി ഉണ്ട്, അതൊരു 100 കോടി അടിക്കും. പക്ഷെ ഇത് നല്ലതാണ്. ഇത് എന്താണേലും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുവാണെങ്കിൽ നിരാശപ്പെടേണ്ട വരില്ല എന്നാണ്. അപ്പൊ എനിക്കും അങ്ങനെ തന്നെ തോന്നിയത്. വീരധീരസൂരൻ ആക്ച്വലി വെരി ഗുഡ് ഫിലിം. പക്ഷെ അത് എമ്പുരാന് മോളി വെക്കാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. അതിലും സുരാജ് ഉണ്ട്, ഇതിലും സുരാജ് ഉണ്ട്. സുരാജ് ഭയങ്കര ലാംഗ്വേജ് നല്ലതാണ്, ആക്ടിങ് നല്ലതാണ്, ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറുമാണ്. പുള്ളിയുടെ തമിഴ് പുള്ളി തന്നെ ഡബ് ചെയ്തിരിക്കുന്നേ. അപ്പം അത്
എസ് ജെ സൂര്യ സാധാരണ കാണുന്ന ഒരു എക്സെൻട്രിക് ഒന്നുമില്ല, പുള്ളിയുടെ ഒരു സട്ടിലായിട്ടുള്ള ഒരു ഇതാണ് അത്. ചിലർക്ക് ചിലപ്പോൾ തുഷാര ഇഷ്ടപ്പെടാതെ തുഷാര തുഷാര നല്ല റോളായിരുന്നു. പുള്ളി വിക്രമിനെ എല്ലാരും പറഞ്ഞു വിക്രം നല്ലായിരുന്നു എന്ന് പറഞ്ഞു. വിക്രം അടിപൊളിയായിരുന്നു, രക്ഷയില്. എല്ലാരും പറഞ്ഞു വിക്രം ഭയങ്കര അല്ല, വിക്രമിനെ ഞാനിവിടെ കുറെ ടോർച്ചറിന്റെ ടോർച്ചർ കാര്യം ചെയ്യുന്നുണ്ട്. പറഞ്ഞു ഓർത്തത്. നൈസ് ടോർച്ചർ ആയിരുന്നു. ആല്ലേ, വെരി പുള്ളിയൊക്കെ അങ്ങോട്ട് ഇറിറ്റേറ്റ് ചെയ്തു. പക്ഷെ എന്നാലും വിക്രം വേണ്ട ഒരു ഇനിയിപ്പോ ക്യൂട്ടി പൈ പറഞ്ഞു. ആയതുകൊണ്ട് നല്ലതായിരുന്നു, നല്ല ഇതാ, നല്ല Okay ആയിരുന്നു ഭയങ്കര നന്നായിട്ട്. നല്ല റിലേഷൻഷിപ്പ് ആയിരുന്നു അതായത്. അവര് പറഞ്ഞ ഒരു എന്താ ഒരു വൺ ഷോട്ട്, ഒരു സിംഗിൾ ഷോട്ട് ഒരു സാധനമുണ്ട്. അത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 15 മിനിറ്റ് 18 മിനിറ്റ് ഏതാണ്ട് ഉണ്ടായിരുന്ന ആ ഒരു സംഭവം. It was അത് very പക്ഷെ nice too. വന്നത് അത് വന്നത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ അത്ര ഓ, ആണോ? ഇൻവെസ്റ്റ് ആയിട്ട് ഇരുന്നോണ്ട് ഞാൻ അങ്ങോട്ട് ആ. ശ്രദ്ധിച്ചില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് ഇതാണോ ആ ഷൂട്ട് എന്നുള്ളത്. അത് ഞാനൊരു നല്ലായിരുന്നു മിഡ് കേട്ടോ. ടൈമിൽ വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത്. പക്ഷെ ഇറ്റ് വാസ് വെരി നൈസ്. ഭയങ്കര കാര്യം നാച്ചുറൽ ആയിട്ട്. ഒരു കോൺവെർസേഷനിൽ തുടങ്ങി അങ്ങനെ അങ്ങ് പോവുക. അപ്പൊ നമ്മൾ ധൂളിലെ പാട്ടുണ്ടല്ലേ, അത് എനിക്ക് അറിഞ്ഞുകൂടാ ധൂളിലെ പാട്ട് എവിടെയാ വന്നേന്നുള്ളത്. അത് എനിക്ക് അത് ഏത് പാട്ടാ ധൂളിലെ പാട്ട്? സിംഗം പോലെ എന്ന് പറഞ്ഞ മറ്റേ പാട്ടില്ല, അമ്മച്ചി പാടത്തില്ലേ? അത് ഇതിന്റെ അകത്ത് ഉണ്ടായിരുന്നു, ഞാൻ എനിക്ക് ഓർക്കുന്നില്ല. ഓർമ്മയില്ലല്ലോ, ഞാൻ കണ്ടില്ല. ഉണ്ടായിരുന്നു എല്ലാവരുടെ റിവ്യൂവിന്റെ അകത്ത് കണ്ടു. അപ്പൊ ആണോ? എനിക്ക് അത് ഞാനും ഓർത്ത് അത് എവിടെയാ വന്നേന്നുള്ളത്. ഞാൻ കണ്ടതിന്റെ അകത്ത് ഇല്ലായിരുന്നു. എനിക്ക് എനിക്കറിയില്ല. നിങ്ങൾ ഞാൻ മറ്റേ ശ്രദ്ധിക്കാതെ കനഡ പോയതാണെന്ന് അറിയത്തില്ല. പ്രിന്റിന്റെ അകത്ത് വരാത്തായിരിക്കും. എനിക്കറിയില്ല ഞാനും അതെന്താന്ന്. ശ്രദ്ധിച്ചില്ല കേട്ടോ. എനിക്കും അറിയത്തില്ല. ഞാൻ UK കണ്ടത്. എനിക്കും അറിഞ്ഞൂടാ. ഞാനത് ശ്രദ്ധിച്ചില്ല. അതെവിടെയാ വന്നേന്ന് അറിഞ്ഞൂടാ. അതുണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാഞ്ഞാണെന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്കത് പടം പുള്ളി ഒന്ന് ഹിറ്റായി, പുള്ളിയെ ഐ നീഡ് ഹിം ടു കം ബാക്ക്. അല്ല, ഇത് ഹിറ്റ് ബോക്സ് ഓഫീസ് ആവും. കം ബാക്ക് ആയിരിക്കും. കാര്യം ഇത് ഇറ്റ്സ് എ വെരി ഗുഡ് ഫിലിം ആക്ച്വലി. പന്നപ്പടം അല്ല, നല്ലതാണ്. ചെയ്യാന്റെ ഫാൻസിന് ഇഷ്ടപ്പെടും, അല്ലാത്തവർക്കും ഇഷ്ടപ്പെടുന്ന രീതി. നല്ല ഡീസന്റ് ആയിട്ട് നല്ല ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ആണ്. ഇതൊക്കെ ഒരു നല്ല. ഇനിയിപ്പോ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ എമ്പുരാനെ കുറിച്ച്? എമ്പുരാനെ കുറിച്ച് തിയേറ്ററിൽ പോയി നിങ്ങൾ കാണുക. ആൾക്കാരങ്ങനെ പലതും പറയും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. കാര്യം ഇപ്പൊ പ്രതീക്ഷയുടെ Expectations ഇല്ലാതെ അമിതഭാരമൊന്നും പോകാം. ഇല്ലല്ലോ. പിന്നെ മിക്സ്ഡ് റിവ്യൂ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ മിക്സ്ഡ് റിവ്യൂ എന്ന് പറഞ്ഞാൽ ആവറേജ് പടം അധികം പേര് പറഞ്ഞിട്ടില്ല. ഒന്നെങ്കിൽ പൂർപ്പടാന്ന് പറയത്തില്ല ആരും. കൂറപ്പടം എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഒരുപാട് തിയേറ്റർ മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. ലാലേട്ടനെ ഇങ്ങനെ കാണുന്നു. ഞാൻ ഇതുവരെ ലാലേട്ടന്റെ പോയി തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള ഒറ്റപ്പടം എന്നെ നിരാശപ്പെടുത്തിയിട്ടില്ല കേട്ടോ. പുള്ളി എനിക്കൊരു മിനിമം ഗ്യാരണ്ടിയാണ്. എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഞാൻ അലോണും മോൺസ്റ്ററും ഒക്കെ പോയി കണ്ടത്. ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, ഞാൻ പല പടവും കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള ലാലേട്ടൻ പടങ്ങളൊന്നും എന്നെ നിരാശപ്പെടുത്തിയിട്ടില്ല. Lucky എനിക്ക് boy. ഏറ്റവും സാറ്റിസ്ഫൈങ് ചൈന ടൗൺ ആയിരുന്നു. പോയി കണ്ടയാ. എനിക്ക് ചൈന ടൗൺ ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ്സ് വെരി നൈസ്. എനിക്ക് ഗിൽറ്റി പ്ലഷറാ സിനിമ. ആണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചൈന ടൗൺ. നോ ബ്രെയിനർ പടാണത്. ഭയങ്കര നല്ല പടം. പക്ഷെ എന്നെ യൂണിവേഴ്സ് ഒരു സിനിമയിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. ഒരു Decent Gentleman ആണ്. അത് ഞാൻ എസ്കേപ്പ് ആയിരുന്നു. ഞാൻ കണ്ട ലാലേട്ടൻ പടങ്ങളെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ മാടമ്പി, Lucky Man. 2020, ഇത് പിന്നെ ഞാനും സരോജ് കുമാറൂടെ പോയി കണ്ടൊരു പടമുണ്ട്, മഹാസമുദ്രം. നല്ല പടമായിരുന്നു. അതല്ലേ കണ്ടു. സമ്മർ സോൾട്ട് അടിച്ച് ലാലേട്ടൻ എനിക്ക് ഒരു കടലും കണ്ടു, മലയും കണ്ടു, എല്ലാം കണ്ടു. മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ ഞാൻ തിയേറ്ററിലാണ്. ഞാൻ തിയേറ്ററിലുണ്ട്. I have not watched the film yet. ഞാൻ OTT-ലാണ്. പക്ഷെ എനിക്ക് നല്ല പടം. അങ്ങനെ തെറ്റൊന്നും പറയില്ല. നല്ലൊരു ഫാമിലി പടം. ഫാമിലി ആയിട്ടാണ് പോയി കണ്ടത്. നല്ലൊരു Sadly, I missed both Drishyam and പുലിമുരുകൻ Theatre. തിയേറ്ററിലായുണ്ട്. ഞാനും രണ്ട് ദൃശ്യവും തിയേറ്ററിൽ. പുലിമുരുകൻ തിയേറ്ററിലാണ്. മറ്റേ ദൃശ്യം OTT ഒരെണ്ണം OTT. ഞാൻ ഫസ്റ്റ് മിസ് ചെയ്തായിരുന്നു തിയേറ്ററിൽ. ഒപ്പം തിയേറ്ററിലാണ്. തിയേറ്ററിലാണ് പോയി കണ്ടത്. എത്തിമാണി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, പക്ഷെ തിയേറ്ററിലല്ല. കണ്ടിട്ടില്ല. ഞാൻ കണ്ടായിരുന്നു. ലാലേട്ടന്റെ ചൈനീസ് കേൾക്കാൻ വേണ്ടി മാത്രം കണ്ടു. വണ്ടി വണ്ടർഫുൾ. ഇനി ഷെൻട്രയാഡായിട്ട് വരുമ്പോ അതിന്റെ അകത്തെ പോലത്തെ. ഞാനത് ഷെൻട്രയുടെ ചൈനീസ് പറഞ്ഞപ്പോ ഞാൻ ആ ഇട്ടിമാണിയാ ഓർത്തു. എനിക്ക് ഇനിയിപ്പോ അതുപോലത്തെ വല്ല പരിപാടിയും വരുമോ? ലാലേട്ടൻ ചൈനീസ് പറയൂ, പറയായിരിക്കും. അപ്പം എനിവേസ് എമ്പുരാൻ എല്ലാരും തിയേറ്ററിൽ പോയി കാണുക. പലർക്കും പല അഭിപ്രായങ്ങളാണ്. ഐ തിങ്ക് ഇറ്റ്സ് വെരി പേഴ്സണൽ, ഓരോരുത്തരുടെ അഭിപ്രായം.
അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ എംബ്രാനെ കുറിച്ച്? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കാര്യം L3 വേണോ വേണ്ടയോ എന്നുള്ളത് പ്ലീസ് കമന്റ് കമന്റ് ചെയ്യണം. കാരണം നിങ്ങളുടെ ഒപ്പീനിയൻ കാണുമ്പോൾ നമുക്ക് തന്നെ അറിയാം എത്ര പേർക്ക് ഇത് വർക്കായി ഇല്ല എന്നുള്ളത്. അതെ. എത്ര വേണ്ടെന്ന് ആരും പറയത്തില്ലായിരിക്കും. അതെ, L3 ഒരു ക്ലോഷർ തരുമായിരിക്കും എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഐ തിങ്ക് വി നീഡ് L3 സത്യം പറഞ്ഞാല്. കാരണം അത് ശരിയാണ്, ഔത്തറിന്റെ കാര്യം കേട്ടപ്പോ ഇച്ചിരി ട്രോമ അടിച്ചു. ചെറിയ അത് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ അറിയില്ല. ഈ ബോംബെയിലെ പരിപാടികളൊന്നും ഇല്ലാതെ L3 എടുക്കുകയാണ് ചിലപ്പോ നല്ലതായിരിക്കും. അപ്പം ഓൺ ദാറ്റ് നോട്ട് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ദിസ് വാസ് എ ഫൺ ടോക്ക് ഓൺ എമ്പുരാൻ. ഇതൊരു സ്പോയിലർ ഫിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ്. ആൻഡ് നമ്മളെ ഇത്രയും നേരം കേട്ടോണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. വിൽ കം ബാക്ക് വിത്ത് ലോട്ട് ഓഫ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് ആയിട്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. നമുക്ക് ലൂസിഫറിലെ ഒരു റിവ്യൂ ഉണ്ട്, നമ്മൾ റീസെന്റ് ആയിട്ട് ഇട്ട ഒരു എപ്പിസോഡാണ്. അപ്പം on that note, this is me, UDC Kumari, signing out with Mr. Digambaran, Saroj Kumar and Chakrabarni. Bye. ബൈ. ഗവൺമെന്റ്സ് സിനിമയെ സ്വതന്ത്രമായിട്ട് വിട്ടാൽ ഒരു കാലത്തും ഇന്ത്യയിൽ അത് ഉണ്ടായിട്ടില്ല. അതിനെ ഒരുപാട് രീതിയിൽ അതിനെ കർബ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിപ്പം തുടങ്ങിയതല്ല, നേരത്തെ ഉണ്ട്. ഇപ്പൊ വേറൊരു ഒരു ഒരു ഫോളോ ഔട്ട് കൂടെ ഉണ്ട് ഇതിനകത്ത്. അതായത് ഇപ്പോൾ സെൻസർ ബോർഡ് പാസ് ചെയ്ത ഒരു സിനിമ വന്നാലും സ്പ്ലിൻഡർ ഗ്രൂപ്പ്സിനെ ഉപയോഗിച്ചിട്ട് കേസ് കൊടുപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനെ ഉപയോഗിച്ചിട്ട് ഇതിന്റെ പോസ്റ്റർ വലിച്ചു കയറുകയോ ടാർ അടിക്കുകയോ ഇതിലെ മെയിൻ ആക്ടറിനെ കൊല്ലുമെന്ന് പറയുകയോ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എല്ലാ രീതിയിലും ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. സിനിമ ഇഫ് ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ എ ഫിൽറ്റർ പ്രൊവൈഡഡ് ബൈ ദ ഗവൺമെന്റ് ആൻഡ് ദ പാർട്ടി ദാറ്റ് ഫോംസ് ദ ഗവൺമെന്റ്, പിന്നെ ആ സിനിമയ്ക്ക് എന്ത് പറയാൻ പറ്റും? എന്നാൽ പ്രോപ്പഗൻഡ ഫിലിംസിനെ അവർ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഇതും പണ്ടും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അനുകൂലമായിട്ടുള്ള സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക, ടാക്സ് കട്ട് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുക. എന്നാൽ ക്രിട്ടിക്കലായിട്ടുള്ള സിനിമകളെ ഉപദ്രവിക്കാവുന്നതിന്റെ മാക്സിമം ഉപദ്രവിക്കുക എന്നൊക്കെ ചെയ്യുന്ന എല്ലാ ഗവൺമെന്റ്സും ചെയ്യും. സർക്കാരിന് അഭിമതമായ കല ഉണ്ടാക്കാൻ ഒരു പരിധി വരെ ഒരുപാട് പേര് ശ്രമിക്കുന്നു. അവർക്കതിന് ഒരുപാട് റിവാർഡ്സും ഉണ്ടാവും. പുരസ്കാരങ്ങൾ എന്നുള്ള നിലയിൽ, അംഗീകാരങ്ങൾ എന്നുള്ള നിലയിൽ പല റിവാർഡ്സും ഗവൺമെന്റ് കൊടുത്ത് അങ്ങനെ ഒരു ഗ്രൂപ്പിനെ അങ്ങ് കറപ്റ്റ് ചെയ്യും. ഇതിനല്ലാതെ നിൽക്കുന്ന ക്രിട്ടിക്കലായിട്ട് ഇതിനെ സംസാരിക്കുന്ന കലയുടെ ശരിക്കുള്ള പർപ്പസ് സെർവ് ചെയ്യുന്ന ആൾക്കാരുടെ സിനിമകളെ മാക്സിമം അതിനെ കർബ് ചെയ്യാനുള്ള ടെൻഡൻസി എല്ലാ സർക്കാരുകളും കാണിച്ചിട്ടുണ്ട്, ഇപ്പോഴും കാണിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഡെമോക്രസി ഈസ് മിസ്സിംഗ്.